ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ആകാശ് മലയാളമിന്റെ അടുത്തൊരു ബോർഡ് റിവിഷൻ സീരീസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ബോട്ടണി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ ബോട്ടണിയിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് പറഞ്ഞൊരു ചാപ്റ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ഇനി വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. A man whose father was colorblind marries a woman who had a colorblind mother and normal father. അല്ലെ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ അടിക്കരുത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എന്ത് നോക്കുക? A man whose father was colorblind, man XY അല്ലെ, ഫാദർ ആയിരുന്നു കളർ ബ്ലൈൻഡ് ആയിരുന്നത്, പക്ഷെ ഈ മാൻ എന്തല്ല, കളർ ബ്ലൈൻഡ് അല്ല അല്ലെ. അപ്പൊ ഈ മാൻ എന്ത് ചെയ്യാണ്? ഹിസ് മാരിയിങ് എ വുമൻ XX അല്ലെ, a woman who had a colorblind mother and a normal father അല്ലെ. അപ്പോ ഈ വുമന്റെ മദർ എന്തായിരുന്നു? ഷി വാസ് കളർ ബ്ലൈൻഡ്. അപ്പോ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ, കളർ ബ്ലൈൻഡ്നെസ് ഇസ് എ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. അപ്പോ മദർ ഇസ് കളർ ബ്ലൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഹോമോസൈഗസ് ആണ് ആ പെർട്ടിക്കുലർ ഫീമെയിൽ അല്ലെ. അപ്പൊ XC നോർമൽ ഫാദർ ആണെന്നും പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ, ഈ പെർട്ടിക്കുലർ വുമൻ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു XC കിട്ടിയിട്ടുണ്ട്, ഇവിടെയുള്ള ഒരു നോർമൽ എക്സും കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഷീ ഈസ് എ കാരിയർ. ഈ വുമൻ എന്താണ്? നോർമൽ ആണ്, രണ്ടുപേരും നോർമൽ ആണ്. പക്ഷെ ഇവരുടെ അടുത്ത ജനറേഷനിൽ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെയിൽ ചൈൽഡിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. മെയിൽ ചൈൽഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടോ അല്ലെ. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് എ മെയിൽ ചിൽഡ്രൻ ഓഫ് ദിസ് കപ്പിൾ വിൽ ബി കളർ ബ്ലൈൻഡ്? മെയിൽ ചിൽഡ്രനിൽ എത്ര പെർസെന്റേജ് ആയിട്ട് ഇവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ആയിട്ട് കാണിക്കും? എത്ര മെയിൽ പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ ഇവിടുന്ന് മെയിൽ ചൈൽഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ XY ആവാം, അല്ലെങ്കിൽ XCY ആവാം അല്ലേ. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ആണ് മെയിൽ ചൈൽഡ് കിട്ടാനുള്ളത്. ഇവിടെ വരുന്ന ഗമീറ്റ്സ് എന്തൊക്കെയാ? X ഗമീറ്റ് അല്ലെങ്കിൽ Y ഗമീറ്റ്. ഇവിടെ വരുന്ന ഗമീറ്റ്സ് എന്തൊക്കെയാ? X ഗമീറ്റ് അല്ലെങ്കിൽ XC ഗമീറ്റ്. ഇവിടെ മെയിൽ ആണ് ഉണ്ടാവാൻ പോകുന്നത് അല്ലെ. അപ്പൊ മെയിൽ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? XY നോർമൽ മെയിൽ അല്ലെങ്കിൽ XCY affected male. അപ്പൊ എത്രയാ? 50% ചാൻസ് മെയിൽ ചൈൽഡ് ഇസ് അഫക്റ്റഡ്, 50% ചാൻസ് മെയിൽ ചൈൽഡ് നോർമൽ അൺഅഫക്റ്റഡ് അല്ലെ. അപ്പൊ എന്താ ആൻസർ വരിക? 50%. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? when the two genes in a dihybrid cross are situated on the same chromosome, the proportion of parental gene combinations is much higher than non-parental type. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? two genes in a dihybrid cross, dihybrid. അപ്പൊ രണ്ട് ട്രേറ്റ്സ് ഇവിടെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ക്രോമോസോമില്, ഒരു ഇൻഡിവിജ്വലില് പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ടാവും, ഹോമോലോഗസ് ക്രോമോസോംസ് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അതിൽ രണ്ട് ജീൻസ് ഉണ്ട് അല്ലെ, ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കൻ A and B അല്ലെ. A ജീനും ഉണ്ട്, B ജീനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ dihybrid cross situated on the same chromosome. രണ്ട് ജീൻസും എയും ബിയും ഒരേ സെയിം ക്രോമോസോമിലാണ് ഉള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. And telling that the proportion of parental gene combinations are more. അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ A ക്യാപിറ്റൽ ബിയുടെ കൂടെ തന്നെയാണ് ഇൻഹെറിറ്റ് ആവുന്നത്. സ്മോൾ എ എപ്പോഴും സ്മോൾ ബിയുടെ കൂടെ തന്നെയാണ് ഇൻഹെറിറ്റ് ആവുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ക്രോസിന്റെ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, റീകോമ്പിനേഷൻ നടക്കൽ വളരെ കുറവാണ്. അതായത് ക്യാപിറ്റൽ എ സ്മോൾ ബിന്റെ കൂടെ വരുന്ന ചാൻസ് ഇല്ല, കുറവാണ്. ഓക്കെ, സ്മോൾ എ ക്യാപിറ്റൽ ബി ആയിട്ട് വരുന്ന ചാൻസും കുറവാണ്. സ്മോൾ എ ക്യാപിറ്റൽ ബി ആയിട്ട് വരുന്ന ചാൻസും വളരെ കുറവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്രോസിംഗ് ഓവർ ഇവിടെ നടക്കണില്ല. ഇറ്റ് മീൻസ് ദീസ് two genes are linked genes. Two genes, if they are coming in a same chromosome, ഒരേ ക്രോമോസോമിലാണ് രണ്ട് ജീൻസും വരുന്നതെങ്കിൽ അവർ തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടാവും, അവർക്ക് ഒരുമിച്ച് ഇൻഹെറിറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ലിങ്കേജ്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണല്ലേ? അസേർഷൻ ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ what is the reason that they have given?
higher parental gene combination. Parental gene combinations ആണ് കൂടുതൽ. Recombinant ones കുറവാണ്. It is attributed to the crossing over between two genes. Crossing over നടക്കാത്തതാണ് പ്രശ്നം അല്ലേ? It is attributed to the linkage between the two genes ആണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റീസൺ എന്താണ്? റോങ് ആണ്. ഈ ക്രോസിംഗ് ഓവറിന് പകരം എന്തായിരുന്നു വരേണ്ടത്? ലിങ്കേജ്. ഓക്കെ, ലിങ്കേജ് ആണ് വരേണ്ടത്. നമുക്ക് എന്ത് പറയാം? The assertion is true. A is true but R is false. ഏത് ഓപ്ഷനാ വരിക? ഓപ്ഷൻ നമ്പർ സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത്? എ ഓപ്ഷൻ നോക്ക്. 45 പ്ലസ് XX ഹ്യൂമൻ ബീങ്സിൽ എത്ര ഓട്ടോസോംസ് ഉണ്ടാവും? 44 ഓട്ടോസോംസ് ഉണ്ടാവും അല്ലെ? 44 ഓട്ടോസോംസ് പ്ലസ് 2 സെക്സ് ക്രോമോസോംസ്. അത് XX ആവാം ഫീമെയിൽസിൽ, XY ആവാം മെയിൽസിൽ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? 45. അതായത് എന്താ? ഓട്ടോസോംസിന്റെ ഒരു ക്രോമോസോം എക്സ്ട്രാ ആണ് അല്ലെ? ഇത് നിങ്ങൾ എവിടെയാ പഠിച്ചിട്ടുള്ളത്? ഡൗൺ സിൻഡ്രോമിൽ 21st ട്രൈസോമി അല്ലെ? 1 extra chromosome is present in the 21st pair അല്ലെ? അപ്പൊ ഇതെന്താണ്? 21st ട്രൈസോമി ഓർ ഡൗൺ സിൻഡ്രോം. അതിന്റെ സിംറ്റംസും നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടർ എന്താ കൊടുത്തിട്ടുള്ളത്? ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്. കറക്റ്റ് അല്ലേ? ഡൗൺ സിൻഡ്രോം ഉള്ള ചിൽഡ്രന് എന്തുണ്ടാവും? ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ് ഉണ്ടാവും. അവർക്കൊരു ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ് ഉണ്ടാവും. ഇതാണ്. അപ്പൊ ഇതെന്താണ്? കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? കറക്റ്റ് ഓപ്ഷൻ അല്ല നോക്കേണ്ടത്, നമുക്ക് ഇൻകറക്റ്റ് മാച്ച് ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ആൻസർ അല്ല, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ബി എന്താ നോക്ക്. 44 പ്ലസ് XXY അല്ലെ? നോർമലി മെയിൽസിന് എന്താ ഉണ്ടാവുക? 44 ഓട്ടോസോംസ് പ്ലസ് XY ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്താ? 2 X ക്രോമോസോംസ് വന്നു അല്ലെ? സോ ഹി ഈസ് ആൻ അബ്നോർമൽ മെയിൽ അല്ലെ? ഒരു അബ്നോർമാലിറ്റി ആണത്. ഓക്കെ, ഇറ്റ് ഇസ് എ ഡിസോർഡർ. വിച്ച് ഡിസോർഡർ ഇറ്റ് ഈസ്? എന്താണ്? ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം അല്ലെ? XXY. ഇവിടെ ഇങ്ങനെയുള്ള മെയിൽസ് എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അവർക്ക് ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെന്റ് ഉണ്ടാവും, പക്ഷെ സം ഫെമിനിൻ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് NCERT-യിലുള്ളത്. സോ ഓവറോൾ ഫെമിനൈൻ ഡെവലപ്മെന്റ് എന്നാണ് അവർ കൊടുത്തത്. കറക്റ്റ് ആണോ? അല്ല, ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെന്റ് എന്നാണ് വേണ്ടത്. മസ്കുലൈൻ. ഓക്കെ, മസ്കുലൈൻ ഡെവലപ്മെന്റ് ആൻഡ് സം ഫെമിനൈൻ ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ അവരുടെ പിച്ച്, വോയിസിന്റെ പിച്ച് ലോ പിച്ച് ആയിരിക്കും. ദേ വിൽ ബി ഹാവിംഗ് ഗൈനക്കോമാസ്റ്റിയ അല്ലെ? ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലേ? ദിസ് ഇസ് ദ ഇൻകറക്റ്റ് മാച്ച്. ഇതെന്താണ്? ആൻസർ നമുക്ക് കിട്ടി. നമുക്ക് സിയും ഡിയും ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ? 44 പ്ലസ് XO എന്താണ്? There is one lack of one X chromosome അല്ലെ? ഒരു X ക്രോമോസോം ഇവിടെ കുറവാണ്. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ എത്ര ക്രോമോസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ? 44 പ്ലസ് 1, 45 ക്രോമോസോം മാത്രമേ ഇൻഡിവിജ്വൽ ഉള്ളൂ. ഷീ ഈസ് എ ഫീമെയിൽ ബട്ട് ഷീ ഈസ് സ്റ്റെറൈൽ. കാരണം എന്താ? ഹർ rudimentary ovaries. അപ്പൊ ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇത് കറക്റ്റ് ആണ്, കറക്റ്റ് മാച്ച് ആണ്. ഓക്കെ, 44 പ്ലസ് XY a normal male. Okay, coming to the next question. ഇതും ഒരു assertion reason question ആണ്. Okay, linked genes do not show dihybrid F2 ratio 9:3:3:1. linked genes ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ? linked genes എന്ന് വെച്ചാൽ എന്താ? 2 genes if they are present in the same chromosome they will show some tendency. അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും അടുത്ത എന്താ ഗമീറ്റിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് തന്നെ ഇൻഹെറിറ്റ് ആവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിനെയാണ് എന്ത് പറയുന്നത്? ലിങ്കേജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ലിങ്കേജ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ മെൻഡൽ എന്തായിരുന്നു പറഞ്ഞത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു മെൻഡൽ. വാട്ട് വാസ് ദ ബേസിസ് ഓഫ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ദാറ്റ് മെൻഡൽ ഹാസ് ഗിവൻ? എന്താണ്? ഫോർ എക്സാമ്പിൾ റൗണ്ട് സീഡ് ഷേപ്പ് ഓക്കെ ആൻഡ് യെല്ലോ സീഡ് കളർ എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഡൈഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്രോസ് നടത്തി. ഇവിടെ ആർ എന്താണ്? റൗണ്ട് സീഡ് ഷേപ്പ്. സ്മോൾ ആർ എന്താണ്? റിങ്കിൾഡ് സീഡ് ഷേപ്പ്. വൈ ക്യാപിറ്റൽ വൈ കാണിക്കുന്നത് എന്താണ്? ദേ ആർ യെല്ലോ സീഡ് കളർ ആൻഡ് സ്മോൾ വൈ എന്താണ്? ഗ്രീൻ സീഡ് കളർ. ഇവരുടെ F1 എന്തായിരിക്കും? capital R small r, capital Y small y. ഇതാണ് F1 generation. ഇനി നമ്മൾ F2 generation നോക്കാണ്. F2 generation നോക്കുമ്പോൾ എന്താ നോക്കിയത്? capital R small r, capital Y small y cross capital R small r, capital Y small y അല്ലേ?
ഇനി മെൻഡൽ പറഞ്ഞിരുന്നത് എന്താണ്? ഈ ഒരു ഇൻഡിവിജ്വൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ലോ ഓഫ് സെഗ്രിഗേഷൻ, എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ? 2 അലീൽസും സെഗ്രിഗേറ്റ് ചെയ്ത് പോകും അല്ലെ, ഓരോ ഗമീറ്റിലേക്കും ഓരോരോ അലീൽസ് ആയിട്ട് പോകും. അപ്പോൾ ക്യാപിറ്റൽ ആർ ഒരു ഗമീറ്റിലേക്ക് പോകും, സ്മോൾ ആർ വേറൊരു ഗമീറ്റിലേക്ക് പോകും അല്ലേ. ഈ ഗമീറ്റിലേക്ക് ക്യാപിറ്റൽ വൈയും വരാം, സ്മോൾ വൈയും വരാം. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മനസ്സിലായോ? segregation of R gene and segregation of Y gene are independent of each other. Capital R ന് capital Y ന്റെ കൂടെയും വരാം, capital R ന് small y ന്റെ കൂടെയും വരാം. Small r ന് capital Y ന്റെ കൂടെയും വരാം, small r ന് small y ന്റെ കൂടെയും വരാം അല്ലേ. ഇതാണ് law of independent assortment. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് linkage. ഓക്കെ, ലിങ്കേജ് നടക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞെന്താണ്? ലിങ്ക്ഡ് ജീൻസിന്റെ കാര്യമാണ്. ലിങ്ക്ഡ് ആണ് ജീൻസ് എങ്കിൽ എന്ത് നടക്കില്ല? ഈ റീകോമ്പിനേഷൻ നടക്കില്ല. ഇവരുടെ ഇടയിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുടെ കൂടെ മാത്രമേ പോകുള്ളൂ, സ്മോൾ ആർ സ്മോൾ വൈയുടെ കൂടെ മാത്രമേ പോകുള്ളൂ. അല്ലാതെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈൻ്റെ കൂടെ പോകില്ല, ക്യാപിറ്റൽ ആർ സ്മോൾ വൈൻ്റെ കൂടെയും പോകില്ല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററിൽ പാക്കൈറ്റീൻ സ്റ്റേജിൽ എന്ത് നടക്കും? ക്രോസിംഗ് ഓവർ നടക്കാത്ത കേസിലാണ് ലിങ്ക്ഡ് ജീൻസ് പറയുന്നത്. ഓക്കെ, ലിങ്ക്ഡ് ജീൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആറും വൈയും ഇവിടെ ഇത്രയും അടുത്ത് വരക്കാണ്. ഓക്കെ, സ്മോൾ ആർ സ്മോൾ വൈ അടുത്തടുത്ത് വരക്കാണ്. ഇവരുടെ ഇടയിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്രോസിംഗ് നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഗമീറ്റിൽ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും ഒരുമിച്ച് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് ലിങ്കേജ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുകയാണെങ്കിൽ യെസ് 9:2 3:3:1 ശരിയാണ് അല്ലേ. മെൻഡലിൻ്റെ അക്കോർഡിംഗ്ലി ഇത് കറക്റ്റ് ആണ്. പക്ഷേ മോർഗൻ പറഞ്ഞത് അക്കോർഡിംഗ്ലി എന്താണ്? ലിങ്കേജ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ നിന്നും അത് മാറിപ്പോയി, ഇറ്റ് വിൽ വേരി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആണോ റോങ് ആണോ? linked genes do not show dihybrid F2 ratio 9:3:3:1 is a correct statement. Punnett square നമ്മൾ വരക്കുമ്പോൾ ഈ 4 പോസിബിലിറ്റിയും ഈക്വൽ 25% പോസിബിലിറ്റി ആണ് നമ്മൾ എടുത്തത്. അങ്ങനെ എടുക്കാൻ പറ്റില്ല if they are linked genes. So this is correct. Now reason എന്താ തന്നിട്ടുള്ളത്? linked genes do not undergo independent assortment. Already പറഞ്ഞല്ലേ നമ്മൾ, ഇതന്നെയാണ് കാരണം. ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ലിങ്ക്ഡ് ജീൻസിൽ എന്ത് കാണിക്കാത്തത്? 9:3:3:1 റേഷ്യോ കാണിക്കാത്തത്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസർഷൻ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗെയിൻ ഒരു അസർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ അല്ലേ. In a monohybrid cross between tall plants and dwarf plants, the F2 generation showed tall and dwarf plants in the ratio 3:1. എന്താ പറഞ്ഞത്? monohybrid cross. ഒരു monohybrid cross എന്ന് വെച്ചാൽ എന്താ? they have considered only one trait അല്ലേ, one character. trait അല്ല, one character. okay, one characterന്റെ 2 traits ഉണ്ടാവാം. so ഇവിടെ നോക്ക്, monohybrid cross, capital T cross capital small t tall. This is a dwarf individual അല്ലേ. ഇവർക്ക് എന്താ പോസിബിലിറ്റി? ഗമീറ്റ്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താ? ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി വരും, ഇവിടെ only small t is the possibility. അപ്പോൾ എന്താ? F1 ജനറേഷനിൽ എപ്പോഴും ക്യാപിറ്റൽ ടി സ്മോൾ ടി. all the offsprings coming in F1 generation will be tall അല്ലേ. ഇനി F1 cross F1, this is what selfing is അല്ലേ. സെൽഫ് ഹൈബ്രിഡൈസേഷൻ നടത്താണ്, സെൽഫിങ് ചെയ്യാണ്. സെൽഫിങ് ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് ഗാമീറ്റ് ഫോർമേഷന്? ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി ഉണ്ടാവാം ഈ പാരൻസിൽ നിന്ന് അല്ലേ, ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി ഉണ്ടാവാം, ഒന്നെങ്കിൽ സ്മോൾ ടി ഉണ്ടാവാം. ഈ പാരന്റിൽ നിന്നും ക്യാപിറ്റൽ ടി ഉണ്ടാവാം, സ്മോൾ ടി ഉണ്ടാവാം. എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം? ക്യാപിറ്റൽ ടി റൈറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ കൂടെ വരാം അക്കോർഡിംഗ് ടു മെൻഡൽ അല്ലേ. ഇൻഡിപെൻഡന്റ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, accordingly it can come, capital T can come with small t also. So capital T small t again അല്ലേ. ഈ സ്മോൾ ടി ഈ ക്യാപിറ്റൽ ടി വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി again and small t. ഇതാണ് പോസിബിലിറ്റീസ്. ഇതിൽ
ലോ ഓഫ് ഡോമിനൻസ് അതും മെൻഡൽ തന്നിട്ടുണ്ട് അല്ലേ. എന്താ ലോ ഓഫ് ഡോമിനൻസ്? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി 2 അലീൽസ് ഉണ്ടെങ്കിൽ അതിൽ സ്മോൾ ടി recessive അലീലാണ്, അതിൽ ക്യാപിറ്റൽ ടി ഡോമിനന്റ് അലീലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്യാപിറ്റൽ ടി വിൽ ഡോമിനേറ്റ്, ഇറ്റ് വിൽ എക്സ്പ്രസ് ഓക്കെ ദാൻ ദ സ്മോൾ ടി. അപ്പം എന്താ? ഇതും എന്തായിരിക്കും? ടോൾ അല്ലേ. ഇതും ടോൾ ആണ്, ഇതും ടോൾ ആണ്. ദിസ് ഇസ് ഓൾസോ ടോൾ ബട്ട് ദിസ് ഇസ് ഡ്വാർഫ് അല്ലേ. അപ്പോൾ ഈ 4 പോസിബിലിറ്റീസിൽ 3 എണ്ണം ടോൾ ആണ്, ടോൾനെസ് ആണ് പോസിബിലിറ്റി, ഒന്ന് മാത്രമാണ് ഡ്വാർഫ്നെസ് പോസിബിലിറ്റി ആയത്. സോ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഫിനോടൈപ്പിക് റേഷ്യോ 3:1. സോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? യെസ്. In a monohybrid cross between tall plants and dwarf plants, the F2 generation showed tall and dwarf plants in the ratio of 3:1. Okay? Any reason? Okay, there is no blending of traits or characters in the F2 generation. അതാണ് കാരണം എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ബ്ലെൻഡിങ് കാണിക്കുന്നില്ല. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ബ്ലെൻഡിങ് കാണിച്ചിരുന്നുവെങ്കിൽ ദ ഹൈറ്റ് വുഡ് ബി ഇന്റർമീഡിയറ്റ് അല്ലേ. ഇവിടെ എന്താ കാണിക്കുന്നത്? ഒന്നെങ്കിൽ ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ്. അതിന്റെ ഇടയിൽ ഒരു ബ്ലെൻഡിങ് ഓഫ് ട്രേറ്റ്സ് കാണിക്കുന്നില്ല. സോ ക്യാപിറ്റൽ ടി ഈസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് ദ സ്മോൾ ടി, നോ ബ്ലെൻഡിങ് ഓഫ് ട്രേറ്റ്സ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് 3:1. അല്ലെങ്കിൽ എന്തായനെ? ടോൾ ഇസ് ടു ഇന്റർമീഡിയറ്റ്, ഹൈറ്റ് ഇസ് ടു ഡ്വാർഫ് ആയി പോയനെ അല്ലേ. ഇതിനെന്താ? കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അല്ലേ. ദ റീസൺ ഇസ് because no blending of traits is happening here. Okay, so ഇതെന്താണ് ആൻസർ വരിക? Assertion and reason both are correct and it is the correct explanation. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റഡി ദ ക്രോസ് ഗിവൺ ബിലോ. ഈ ക്രോസിൽ തന്നിട്ടുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. പേരൻസ് നോക്കുക. 44 + XY മെയിൽ പാരന്റ്, 44 + XX ഫീമെയിൽ പാരന്റ്. അവർ തരുന്ന ഗാമീറ്റ്സ് ആണ് അല്ലേ. 44 + XY ഉള്ള ഗാമീറ്റ് തരാൻ ചാൻസ് ഉള്ള ഗാമീറ്റ്സ് എന്തൊക്കെയാണ്? 22 + XY. ഇവിടെ ഒരു അബ്നോർമാലിറ്റി ഇല്ലേ. XYയിൽ നിന്ന് ഒരു X ഒരു ഗാമീറ്റിലേക്കും ഒരു Y ഒരു ഗാമീറ്റിലേക്കും ആയിരുന്നു പോവേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? രണ്ടും ഒരു ഗാമീറ്റിലേക്ക് പോയി. ബിക്കോസ് ഓഫ് ദ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമോസോം അല്ലേ. ക്രോമോസോം രണ്ടും സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതിന് പകരം ഒരുമിച്ച് ഒരു ഗാമീറ്റിലേക്ക് പോയി. അതൊരു അബ്നോർമാലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഗാമീറ്റിൽ തന്നെ 22 + Xന് പകരം 22 + XYയും വന്നു. അല്ലെങ്കിൽ 22 + Y ആയിരുന്നു വേണ്ടത്, പക്ഷെ രണ്ടും വന്നു. ഇനി മറ്റൊരു ഗാമീറ്റിലേക്ക് എന്താ? രണ്ട് ക്രോമോസോംസും എക്സും വൈയും ഒരു ഗാമീറ്റിലേക്ക് പോയി. അപ്പോൾ മറ്റേ ഗാമീറ്റിലേക്ക് എന്തില്ല? സെക്സ് ക്രോമോസോം ഇല്ല, 0 ആണ് അല്ലേ. ഇനി ഇതൊരു നോർമൽ ഫീമെയിൽ ആണ്. പാരന്റ് രണ്ടുപേരും നോർമൽ ആണ്. പക്ഷെ ഈ ഫീമെയിൽ എന്താ? നോർമൽ ഗാമീറ്റ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് 44 + XX എന്ത് വന്നു? 22 + X ഒരു ഗാമീറ്റ്, 22 + X അടുത്ത ഗാമീറ്റ്. അപ്പോൾ ഈ രണ്ട് ഗാമീറ്റ്സും നോർമൽ ആയിരുന്നു. പക്ഷേ അവരുടെ ഓഫ് സ്പ്രിങ്സ് വരുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക? ഫസ്റ്റ് ഓഫ് സ്പ്രിങ് നോക്ക്, 22 ഓട്ടോസോംസ് വന്നു. 22 ഇവിടുന്നും 22 ഓട്ടോസോംസ് വന്നു. ടോട്ടൽ 44 ഓട്ടോസോംസ്. ഓക്കെ, ഓട്ടോസോംസ് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടുന്ന് എന്ത് ചെയ്തു? എക്സും വൈയും വന്നു അല്ലേ. എക്സും വന്നു, വൈയും വന്നു. ഇവിടുന്നും എന്ത് ചെയ്തു? എക്സ് വന്നു അല്ലേ. ഈ ഗാമീറ്റിൽ നിന്നും ഒരു എക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ ടോട്ടൽ? XXY ആയി അല്ലേ. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ദിസ് ഈസ് എ മെയിൽ വിത്ത് a sterile male with one extra X chromosome. ഒരു എക്സ്ട്രാ X ക്രോമോസോം കൂടി വന്നു അല്ലേ. ഇതാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഇനി അതേ വേറൊരു പോസിബിലിറ്റി എന്താണ് നോക്കൂ. സെക്കൻഡ് ഓഫ് സ്പ്രിങ് ഇവിടെ 22 ഓട്ടോസോംസ് വന്നു. കറക്റ്റ്, 22 ഓട്ടോസോംസ് അവിടെ നിന്നും വന്നു. ടോട്ടൽ 44 ഓട്ടോസോംസ്. ഓക്കെ ആണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇവിടുന്ന് വരാൻ സെക്സ് ക്രോമോസോം ഇല്ല അല്ലേ. അപ്പോൾ 0 ആൻഡ് ഇവിടുന്ന് എക്സും. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അത് എന്താണ്? ടേണർ സിൻഡ്രോം. സോ ടേണർ സിൻഡ്രോം, ഇവിടെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് നോക്ക്. ഐഡന്റിഫൈ ദ അബ്നോർമാലിറ്റീസ് 1 and 2 in the offsprings. The offspring 1 is having Klinefelter syndrome. The option or offspring 2 is having Turner's syndrome. അല്ലേ? Of a cross between a couple and distinguish between them. എന്താണ് distinction? അല്ലെങ്കിൽ what is the difference between Klinefelter syndrome and Turner's syndrome? In the chromosome number there is a difference. Total number of chromosomes in this Klinefelter syndrome will be 40.
7 instead of 46. 46ന് പകരം ഇവർക്ക് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ട്. ഇവിടെ എന്താ 46ന് പകരം ഒന്ന് കുറവാണ് അല്ലേ, 45 chromosomes മാത്രമേ ഉള്ളൂ. One difference അല്ലേ. Klinefelter syndrome, this particular offspring is a sterile male, whereas offspring 2 is a sterile female. Offspring 1 is having overall masculine development but some feminine features like low pitched voice, gynecomastia, development of breast idundi. At the same time Turner syndrome cause ചെയ്യുന്ന ഒരു ഫീമെയിലിനെയാണ്, sterile female, because her ovaries are rudimentary അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് പറയേണ്ടത് ആൻസർ എഴുതുമ്പോൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഗിവൺ ബിലോ ഷോയിങ് ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ എ ഫാമിലി അല്ലേ. ഒരു പെഡിഗ്രി ചാർട്ടാണ്. ഇതിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും, ഇതിൽ നമുക്കറിയാം അല്ലേ, പെഡിഗ്രി ചാർട്ടിൽ സ്ക്വയർ ബോക്സിൽ തന്നിട്ടുള്ള എന്താണ്, മെയിൽസ്, സർക്കിളിൽ തന്നിട്ടുള്ളത് ഫീമെയിൽസ് ആണ്. സോ ഹിയർ ബി ഉണ്ട്, എ ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്, ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ടല്ലേ ഈ ഫാമിലിയിൽ. ഇതിൽ തന്നെ ഫസ്റ്റ് ആലോചിക്കുക, എ ബ്ലഡ് ഗ്രൂപ്പ് വരണമെങ്കിൽ അല്ലേ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ ഐ ജീൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്ന ഒരു ജീനാണ് അല്ലേ. ഐ ജീനിന് 3 അലീൽസ് കാണിക്കാം. എന്തൊക്കെയായിരുന്നു, ഐ എ, ഐ ബി അല്ലെങ്കിൽ സ്മോൾ ഐ. ഈ 3 അലീൽസ് ഉണ്ട് ഐ ജീനിന്. ഓക്കെ, ഇനി എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ആ ഇൻഡിവിജ്വലിന് എങ്കിൽ ഐ എ ആവാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ജീനോടൈപ്പ് എന്തും കൂടി ആവാം, ഐ എ സ്മോൾ ഐയും ആവാം. കാരണം എന്താ, ഐ എ ഇസ് ഡോമിനന്റ് ഓവർ സ്മോൾ ഐ. മനസ്സിലായോ? ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലോ ഐ ബി ആവാം, ഓർ ഐ ബി സ്മോൾ ഐയും ആവാം. കാരണം എന്താ, ഐ ബി ഇസ് ഓൾസോ ഡോമിനന്റ് ഓവർ ദ സ്മോൾ ഐ. പക്ഷേ ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നോക്കിയേ, ഓ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ സി സ്മോൾ ഐ ആണെങ്കിൽ മാത്രമേ ആ ഒരു ഇൻഡിവിജ്വലിന് ഓ ബ്ലഡ് ഗ്രൂപ്പ് വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഷുവറാണ്. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലോ, അഗെയിൻ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും അവർക്ക് എന്തായിരിക്കും, ഐ എ ഐ ബി. അതും നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലേ. അപ്പം നമുക്ക് എയും ബിയും ആണെങ്കിൽ നമുക്ക് രണ്ട് ചാൻസസ് ഉണ്ട്. പക്ഷേ ഒയും എ ബിയും ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് പറയാം ഇന്നതാണ് അവരുടെ ജീനോടൈപ്പ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒയും എ ബിയും എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഒ നമുക്കറിയാം സ്മോൾ ഐ അല്ലേ. എ ബി എന്താണെന്ന് നമുക്കറിയാം ഐ എ ഐ ബി. അതവിടെ എഴുതി വെക്കാം. ഇനി എന്താ നോക്കിയേ, സ്മോൾ ഐ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്, ഗീവ് ദ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ 1 and 2. 1 and 2 എന്ന് പറയുന്നത് ദർ ഫസ്റ്റ് ജനറേഷനിലുള്ള പേരൻസിനെയാണ് പറയുന്നത് അല്ലേ. ഇവരുടെ ജീനോടൈപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടിനും ചാൻസസ് ഉണ്ടല്ലേ, രണ്ട് ചാൻസസ്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 8th ഇൻഡിവിജ്വലിന് സ്മോൾ ഐ ആണെങ്കിൽ ഈ 3rd and 4th ഇൻഡിവിജ്വലിന് എന്തുണ്ടാവണം, അറ്റ്ലീസ്റ്റ് 1 സ്മോൾ ഐ ഉണ്ടായിരിക്കണം അല്ലേ. ഇവിടെ രണ്ട് സ്ഥലത്തു നിന്ന്, രണ്ട് പേരൻസിൽ നിന്നും വന്നതാണ് ഈ സ്മോൾ ഐ. സോ ബോത്ത് ഓഫ് ദം ഹാവ് 1 സ്മോൾ ഐ അറ്റ്ലീസ്റ്റ്. പക്ഷെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ, ഐ എ ആണ് അല്ലേ. അപ്പം ഇവിടെ എന്തായിരിക്കും, ഐ എ സ്മോൾ ഐ അല്ലേ. ഇവിടെ എന്തായിരിക്കും, ഐ ബി സ്മോൾ ഐ. അത് കിട്ടി. ഇനി എന്താണ്, അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായി അല്ലേ, ഐ ബി ആൻഡ് സ്മോൾ ഐ. അതുകൊണ്ടാണ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പ് ആയത്. ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ ബിയും എയും. ഇവർക്ക് എന്തായാലും ഒരു ഐ ബി അലീലുണ്ട്, ഇവിടെയും എന്തുണ്ട്, ഒരു ഐ എ അലീലും ഉണ്ട്. ഇനി അടുത്ത അലീൽ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. സി ഇവിടെ സ്മോൾ ഐ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇൻഡിവിജ്വലിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തുണ്ടാവണം, സ്മോൾ ഐ ഉണ്ടായിരിക്കണ്ടേ അല്ലേ. ഈ ഒരു ഇൻഡിവിജ്വലിന് സ്മോൾ ഐ വന്നു, അപ്പോൾ ആ ഒരു പാരന്റിനെങ്കിലും സ്മോൾ ഐ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്മോൾ ഐ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സ്മോൾ ഐ വന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരുന്നത് എന്തായിരിക്കണം, ഐ ബി. എന്നാലല്ലേ ഈ ആൾക്ക് ബി ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ സ്മോൾ ഐ. ഓക്കെ, ഇനി ഈ ഇൻഡിവിജ്വലിന് എന്താ കിട്ടിയത്, ഐ എ ഇവിടുന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് എന്താ കിട്ടാൻ പാടുള്ളൂ, സ്മോൾ ഐ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഐ ബി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി, എ ബി ബ്ലഡ് ഗ്രൂപ്പായി അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ, വി ഗോട്ട് ഇറ്റ്.
സ്മോൾ ഐ ഇവിടെയും ഉണ്ട് അല്ലേ? ഇവിടുന്ന് ഐ എ, ഇവിടുന്ന് സ്മോൾ ഐ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതായത് ആദ്യത്തെ ജനറേഷനിലുള്ള പേരൻസിൻ്റെ ജീനോടൈപ്പ് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം എന്തൊക്കെയാണ്? 1ൻ്റെ ജീനോടൈപ്പ് ഐ ബി സ്മോൾ ഐ ആൻഡ് 2ൻ്റെ ജീനോടൈപ്പ് എന്താണ്? ഐ എ സ്മോൾ ഐ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ആൻറ്റിജൻ ഓർ ആൻറ്റിജൻസ് വിൽ ബി പ്രസൻറ്റ് ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഓഫ് ദ RBCs ഓഫ് ഇൻഡിവിജ്വൽ 5 and 8? ഇനി ആരാണ് ആ ഇൻഡിവിജ്വൽസ്? 5 and 8 എന്ന് പറയുന്നത് എ ബി ബ്ലഡ് ഗ്രൂപ്പും ഒ ബ്ലഡ് ഗ്രൂപ്പും ഉള്ള 2 ആൾക്കാരാണ് അല്ലേ? എ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് 2 ആൻറ്റിജൻസ് ഉണ്ടാവും. ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിജൻ ബി ബോത്ത് വിൽ ബി പ്രസന്റ് ഇൻ ദം ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദെയർ RBCs. whereas ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാരുടെ RBCന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ടാവില്ല? 2 ആൻറ്റിജനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ആൻസർ. The plasma membrane of the RBC of the 5th offspring has both antigen A and antigen B, and that of the 8th offspring does not have any of these antigens. Okay, pa question ai next question like po. In a family, the father, the daughter and the son are color blind. Okay, when the father is color blind, father is color blind. പിന്നെന്താ പറഞ്ഞത്? ഡോട്ടർ ഇസ് ഓൾസോ കളർ ബ്ലൈൻഡ്. കളർ ബ്ലൈൻഡ്നെസ്, as I told you, കളർ ബ്ലൈൻഡ്നെസ് എന്താണ്? എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. റെസസീവ് ഡിസോർഡർ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ സിൻസ് ഡോട്ടർ ഹാസ് 2 X ക്രോമസോംസ്, ആ 2 X ക്രോമസോംസും അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ കളർ ബ്ലൈൻഡ്നെസ് ആ പെർട്ടിക്കുലർ ഫീമെയിൽ കാണിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഡോട്ടർ ഈസ് ഓൾസോ അഫക്റ്റഡ്. വാട്ട് അബൌട്ട് സൺ? സൺ ഈസ് ഓൾസോ അഫക്റ്റഡ് അല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ഡു യു തിങ്ക് ദ സൺ ആൻഡ് ദ ഡോട്ടർ ഹാവ് ഇൻഹെറിറ്റഡ് ദ ഡിസീസ് ഫ്രം ദെയർ ഫാദർ? ഈ 2 പേർക്കും ഈ ഡിസീസ് ഇൻഹെറിറ്റ് ആയത് ഫാദറിൽ നിന്നാണെന്നാണോ തോന്നുന്നത്? ആണോ? സി എക്സി ഈ ഡോട്ടറിന് 1 X കിട്ടിയത് എവിടെ നിന്നാണ്? ഫാദറിൽ നിന്നാണ്. യെസ്, പക്ഷെ 1 X എവിടെ നിന്നായിരിക്കും കിട്ടിയത്? മദറിൽ നിന്നല്ലേ? 1 X കിട്ടിയത് മദറിൽ നിന്നാണ്. We cannot tell that the daughter is affected due to only father's X chromosome. So the daughter is affected because she inherited it from both the parents, mother as well as father. Motherന്റെയും ഒരു X chromosome കിട്ടി, ഫാദറിന്റെയും ഒരു X chromosome കിട്ടി. ആ 2 X chromosomes അഫക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഡോട്ടർ എന്തായത്? അഫക്റ്റഡ് ആയത്. പക്ഷെ വാട്ട് അബൌട്ട് ദ സൺ? അല്ലേ? സണ്ണിന് X chromosome എവിടെ നിന്നാണ് കിട്ടിയത്? ഫ്രം മദർ അല്ലേ? എക്സി അഫക്റ്റഡ് എക്സി കിട്ടിയത് എവിടെ നിന്നാണ്? മദറിൽ നിന്നാണ്. വൈ ക്രോമസോം എവിടെ നിന്നാണ് കിട്ടിയത്? ഫാദറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ അഫക്റ്റഡ് ആവാനുള്ള റീസൺ എന്താണ്? മദർ ആണ്, ഫാദർ അല്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കണം ആൻസർ എഴുതേണ്ടത്. The daughter got affected or she got inherited, this particular trait got inherited from both the parents to the daughter, whereas son inherited this particular trait from his mother. Okay, any work out a cross to justify your answer. ഈ ക്രോസ് വരക്കണം അല്ലേ? അപ്പം എന്താ? ക്രോസ് വരയ്ക്കുക. ഓക്കെ, സോ ഇത് എക്സി ആവാം, ഇത് എക്സിയും ആവാം. ഷി ക്യാൻ ബി എ കാരിയർ ഓൾസോ അല്ലേ? മദറിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എനി വേ. എക്സി വൈ ക്രോസ് എക്സി, എന്നിട്ട് എന്ത് ചെയ്യാം? ക്രോസ് കൃത്യമായിട്ട് വരയ്ക്കണം. These are the parents, right? Now what are the gametes which are possible? Gametes വരാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? ഇവിടുന്ന് എക്സി വരാം, വൈ വരാം. ഈ പാരന്റിൽ നിന്ന് ഒന്നെങ്കിൽ എക്സ് വരാം അല്ലെങ്കിൽ എക്സി വരാം, റൈറ്റ്? ഇനി ഒരു പുന്നെറ്റ് സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ, if you drawing a punnett square, എന്താണ് കണ്ടീഷൻ വരിക? ഒന്ന് എക്സി വൈ അല്ലേ? സോറി, ഇവിടെ എന്ത് വരും? എക്സി വൈ എക്സ് എക്സി എക്സ് എക്സി എക്സ് വൈ എക്സി എക്സി ആൻഡ് എക്സി വൈ. ഈ പോസിബിലിറ്റിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ക്രോസും വരച്ചു. ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ?
By using Punnett square, depict the genotypes and phenotypes of test crosses. What do you mean by test cross? എന്താണ് ഈ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് അല്ലേ? See, മെൻഡൽ എടുത്തിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് നമുക്കറിയാം അല്ലേ? ഓരോ ക്യാരക്ടേഴ്സിലും കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റ് ടോൾ ആണെങ്കിൽ അടുത്ത പ്ലാന്റ് ഡ്വാഫ് ആണ് അല്ലേ? അപ്പോൾ മെൻഡൽ പറഞ്ഞിരുന്നത് എന്താണ്? രണ്ട് ടോൾ പ്ലാന്റ്സ് ആണ്, ഒരു ടോൾ പ്ലാന്റ് ആണ് ഹു ഈസ് ട്രൂ ബ്രീഡിങ്, അതായത് കുറേ പ്രാവശ്യം ഹൈബ്രിഡൈസേഷൻ ചെയ്തപ്പോഴും ടോളായി തന്നെ കിടന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്യുവർ എന്ന് പറയുന്നത്. ഇനി സ്മോൾ ടി ആണെങ്കിൽ മാത്രമേ അത് ഡ്വാഫ് ആവുള്ളൂ അല്ലേ? പിന്നെ വേറെ ഒരു കണ്ടീഷൻ ഉണ്ട്. സി, ഇവർ രണ്ടുപേരും ഹൈബ്രിഡൈസേഷൻ ചെയ്തപ്പോൾ ഓൾ ദ F1 പ്രോജനീസ് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ മൊത്തം എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ തന്നെ ആയിരുന്നു. 100% ടോൾ ആയിരുന്നു. നമ്മൾ ഫിനോടൈപ്പ് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ടോളും ഒരു ഡ്വാഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ എല്ലാ ഫസ്റ്റ് ജനറേഷനും എന്തായിരുന്നു? ടോൾ ആയിരുന്നു അല്ലേ? അപ്പോൾ പക്ഷെ എന്താ, ഫിനോടൈപ്പ് ഈ പാരന്റിൻ്റെയും ഈ ഒരു ഓഫ് സ്പ്രിങ്ങിൻ്റെയും ഫിനോടൈപ്പ് സെയിം ആണ് അല്ലേ? മോർഫോളജി സെയിം ആണ്. പക്ഷേ ജീനോടൈപ്പ് സെയിം ആണോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് ഇസ് ക്രോസിംഗ് ദ F1 ജനറേഷൻ വിത്ത് ഇറ്റ്സ് റെസസീവ് പാരന്റ്. മനസ്സിലായോ? റെസസീവ് ആയിട്ടുള്ള പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ക്യാപിറ്റൽ ടി ആണോ അതോ സ്മോൾ ടി ആണോ. ഓക്കെ, അതുകൊണ്ടാണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രോസ് ആയതുകൊണ്ടാണ് അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ക്രോസ് വരയ്ക്കണം അല്ലേ? ആസ് ഐ ടോൾഡ് യു, ക്യാപിറ്റൽ ടി സ്മോൾ ടി F1 പ്രോജനി നമുക്ക് കിട്ടി അല്ലേ? അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം, അത് ക്യാപിറ്റൽ ടി ആവാം, നമുക്കറിയില്ല അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ സ്മോൾ ടി ഡ്വാഫ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, രണ്ടിനെയും ഡ്വാഫ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പൊ എന്താണ് പോസിബിലിറ്റീസ് ഓഫ് ഗാമീറ്റ്സ്? ദീസ് ആർ ദ പേരന്റ്സ്. ഓക്കെ, ഇനി ഗാമീറ്റ്സിന്റെ പോസിബിലിറ്റി എന്താണ്? ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി തരാം, അല്ലെങ്കിൽ സ്മോൾ ടി. ഇവിടെ ഓൺലി ചാൻസസ് സ്മോൾ ടി അല്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ടീൻ്റെ കൂടെയും വരാം, ഈ സ്മോൾ ടിക്ക് സ്മോൾ ടിയുടെ കൂടെ വന്നൂടെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, 50% പോസിബിലിറ്റി ഈസ് ടോൾ പ്ലാന്റ്സ്, 50% പോസിബിലിറ്റി ഈസ് ഡ്വാഫ് പ്ലാന്റ്സ് അല്ലേ? കണ്ടോ? അപ്പോൾ 1:1 റേഷ്യോയിലാണ് ടോൾനെസ്സും ഡ്വാഫ്നെസ്സും കാണുന്നത്. അതേ സമയത്ത് ഇതായിരുന്നു ആ ഒരു F1 ജനറേഷൻ്റെ ജീനോടൈപ്പ് എങ്കിൽ എന്താ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ? രണ്ട് ഗമീറ്റ്സും ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഇവിടുന്ന് സ്മോൾ ടീം വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഓൾ ദ ജനറേഷൻ F2 ജനറേഷൻ ഈ ടെസ്റ്റ് ക്രോസിൻ്റെ റിസൾട്ട് ഷുഡ് ബി വോട്ട്? ടോൾ. എല്ലാം ടോൾ ആയിരുന്നേനെ. പക്ഷെ എന്താ, മെന്റൽ ക്രോസ് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല കിട്ടിയത്. എന്താ കിട്ടിയത്? 1:1 റേഷ്യോ ആണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? അവരുടെ ജീനോടൈപ്പ് ഹെട്രോസൈഗോട്ട്സ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുക. ഈ ടെസ്റ്റ് ക്രോസ് വരയ്ക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുത്തത് പ്ലാന്റ് ഹൈറ്റ് ആയിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് ഗ്രീൻ പോഡ് കളർ ഇസ് ഡോമിനന്റ് ഓവർ യെല്ലോ പോഡ് കളർ ഇൻ ഗാർഡൻ പി. ആ ഒരു ക്യാരക്ടറിൽ വേണം ഈ ക്രോസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ, ഗ്രീൻ പോഡ് കളർ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ ഡോമിനന്റ് ട്രീറ്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഗ്രീൻ, capital G, small g, cross, small g, for example. Small g എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ പോഡ് കളർ. ക്യാപിറ്റൽ G ആണ് ഡോമിനന്റ്, ദാറ്റ് ഈസ് ഗ്രീൻ പോഡ് കളർ. ഇതാണ് ഒരു ചാൻസ് അല്ലേ? ദിസ് ഇസ് ദ ടെസ്റ്റ് ക്രോസ്. ഇതിൽ ഗാമീറ്റ്സും അവരുടെ ക്രോസും വെച്ച് എഴുതാം. ഇതും പോസിബിലിറ്റി ആണ്. ക്യാപിറ്റൽ G ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് capital G, small g, all should be green, but here two possibilities will come, capital G, small g as well as small g, 50% possibilities 1:1 ratio. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഈ ക്വസ്റ്റ്യൻ നോക്കി, explain Mendel's law of segregation in a typical monohybrid cross with the help of a suitable example. എന്താ law of segregation എന്ന് പറഞ്ഞാൽ, നമ്മൾ
മെൻഡലിന്റെ ടൈമിൽ എന്തുണ്ടായിരുന്നില്ല, ഈ സെൽ ഡിവിഷൻ ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ മെൻഡൽ എന്താ പറഞ്ഞത്, ജീൻസ് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മെൻഡൽ ജസ്റ്റ് ഗേവ് എ ടേം വിച്ച് വാസ് കോൾഡ് as ഫാക്ടേഴ്സ് അല്ലേ, ആൻഡ് ദേ അപ്പിയർ ഓർ ദേ ഒക്കർ ഇൻ പെയർസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാക്ടേഴ്സ് ആർ ഒക്കറിങ് ഇൻ പെയർസ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്തെടുക്കാണ്, ടോൾനെസ് തന്നെ എടുക്കുകയാണ്. ഓക്കെ, ടിയും സ്മോൾ ടിയും എടുക്കുകയാണ്. അപ്പോൾ ഒരു ടോൾ പ്ലാന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഹെട്രോസൈഗസ് ടോൾ പ്ലാന്റ്. ഈ ഹെട്രോസൈഗസ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്, ഒന്ന് ഡോമിനന്റ് ആണ്, ഒന്ന് റെസസീവ് ആണ് അല്ലേ, രണ്ട് അലീൽസും ഡിഫറെന്റ് ആണ്. ഇനി ഈ ഒരു ടോൾ പ്ലാന്റിനെ, ഈ ഒരു ടോൾ പ്ലാന്റ് ഗാമീറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത്, okay, during the formation of gametes, what happens, both of these alleles are going to separate or segregate. അവർ എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആയിട്ട് സെഗ്രിഗേറ്റഡ് ആയിട്ട് ഓരോ ഗാമീറ്റ്സിലേക്കും ഓക്യുപ്പൈ ചെയ്യും. ക്യാപിറ്റൽ ടി ഒന്നിലേക്ക് പോകും, സ്മോൾ ടി അടുത്തയിലേക്ക് പോകും. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, ഇത്രയും മെൻഡൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നീടാണ് എന്ത് വന്നത്, ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ വഴി ഇത് സെൽ ഡിവിഷനുമായിട്ട് കണക്ട് ചെയ്തത്. അക്കോർഡിംഗ് ടു ലോ ഓഫ് സെഗ്രിഗേഷൻ, ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്, what happens, both the alleles, okay, both the alleles of a gene will segregate to different gametes in such a way that each gamete carries only one of the two alleles. Okay, അപ്പോൾ ഒരു suitable example എടുക്കുക. ഇതിനകത്ത് എക്സാമ്പിൾ പറയുന്ന സമയത്ത് ക്യാപിറ്റൽ ടി ഫോർ ടോൾനെസ്, സ്മോൾ ടി ഫോർ ഡ്വാർഫ്നെസ് ഇനിയും കൂടി എഴുതി കൊടുക്കാം. ഓക്കെ, okay, differentiate between dominance, incomplete dominance and codominance with the help of suitable examples of each. ഇതിൽ ഡോമിനൻസ് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഡോമിനൻസ് മെൻഡൽ പറഞ്ഞതാണ്, മെൻഡലിയൻ കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ, അതായത് രണ്ട് അലീൽസ് ഉണ്ട് അല്ലേ, രണ്ട് അലീൽസ് ഉണ്ടാവും, അലീൽസ് occur in pairs അല്ലേ, two alleles will be there, contrasting forms of a single gene. ഇതിൽ capital T will dominate and the mutant allele will not express അല്ലേ. അതായത് സ്മോൾ ടി എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ ക്യാപിറ്റൽ ടി കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡോമിനൻസ്. ഓക്കെ, അപ്പൊ ഡോമിനൻസിന്റെ എക്സാമ്പിൾ എന്തെടുക്കാം, പ്ലാൻ ഹൈറ്റ് ഓഫ് പീ പ്ലാന്റ് അല്ലേ. ഫോർ എക്സാമ്പിൾ പ്ലാൻ ഹൈറ്റ് എടുക്കാം, നിങ്ങൾക്ക് ഫ്ലവർ കളർ ഓഫ് പീ പ്ലാന്റ് എടുക്കാം. ഓക്കെ, എനി ഓഫ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് മെൻഡൽ ഹാസ് ചോസൺ. ഓക്കെ, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഡോമിനൻസ് ഇതാണ്, ഡോമിനൻസ് ഇസ് നത്തിങ് ബട്ട് when two alleles, two different forms of alleles are present, one will be mutated allele and the other one will be dominating. Okay, so this mutated allele will be suppressed, എന്നിട്ട് ഡോമിനന്റ് allele എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡോമിനൻസ്, law of dominance. ഇനി what is incomplete dominance? Incomplete dominance എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, സ്നാപ്ഡ്രാഗൺ പ്ലാന്റ്. സ്നാപ്ഡ്രാഗൺ പ്ലാന്റിന്റെ ഫ്ലവർ കളർ ഓക്കെ, ഒരു റെഡ് ഫ്ലവർ കളർ ഉള്ള ഒരു പ്ലാന്റും ഒരു വൈറ്റ് ഫ്ലവർ കളർ ഉള്ള ഒരു പ്ലാന്റും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, for example this R is for red color, small r is coding for white color. Okay, ഈ ഒരു പ്ലാന്റ് റെഡ് കളേർഡ് ഫ്ലവർ ഉള്ള പ്ലാന്റ് എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. എന്തായിട്ട് ക്രോസ് ചെയ്തു അവര്, സ്മോൾ ആർ, അതായത് വൈറ്റ് കളേർഡ് പ്ലാന്റ്, വൈറ്റ് കളേർഡ് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആയിട്ട് ഹൈബ്രിഡൈസ് അല്ലെങ്കിൽ ക്രോസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, in their F1 generation അവർക്ക് കിട്ടിയത് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അവരെന്തായിരുന്നില്ല, റെഡ് കളേർഡ് ആയിരുന്നില്ല, അവരെന്ത് കളേർഡ് ആയിരുന്നു, they were pink colored. അവരുടെ കളർ എന്തായിരുന്നു, പിങ്ക് കളേർഡ്. അപ്പോൾ അക്കോർഡിംഗ് ടു മെൻഡൽ എന്തായിരിക്കണമായിരുന്നു, ഇറ്റ് ഷുഡ് ഹവ് ബീൻ റെഡ് അല്ലേ, റെഡ് ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ എന്തായി, പിങ്ക് കളറാണ് വന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിന്റെ F2 ജനറേഷൻ നോക്കുകയാണെങ്കിലും യു ക്യാൻ സീ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടിയ റേഷ്യോ വാസ് ഡിഫറെന്റ് ദെൻ ദറ്റ് ഓഫ് ദ മെൻഡൽ അല്ലേ. ക്യാപിറ്റൽ ആർ ഗമേറ്റും ഉണ്ടാവാം, സ്മോൾ ആർ ഗമേറ്റും ഉണ്ടാവാം, ഇവിടുന്ന് ക്യാപിറ്റൽ ആർ ഗമേറ്റും ഉണ്ടാവാം, സ്മോൾ ആർ ഗമേറ്റും ഉണ്ടാവാം. സോ 3 പോസിബിലിറ്റീസ് ആർ ദെയർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ and small r. ഇതിൽ ക്യാപിറ്റൽ ആർ was red colored, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ത് കളർ ആയിരുന്നു, പിങ്ക് കളേർഡ് ആയിരുന്നു, ആൻഡ് സ്മോൾ ആർ were white colored.
അല്ലേ? ഇത് 1:2:1 റേഷ്യോയിലാണ് ഫിനോട്ടിപ്പിക് റേഷ്യോ ചേഞ്ച്ഡ് അല്ലേ? ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 നിന്നും 1:2:1 ചേഞ്ച് ആയി. ഓക്കെ, സോ ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിൻ്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത് തന്നെ എന്തായിരുന്നു? കോഡോമിനൻസ് അല്ലേ? കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലേ? ഇൻ ഹ്യൂമൻസ് ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ജീൻ ഇസ് ഷോയിങ് മൾട്ടിപ്പിൾ അലീലിസം. ഞാൻ പറഞ്ഞു അല്ലേ ഓൾറെഡി. IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ IU ഉണ്ട്. ഇതിൽ ഒരു ഇൻഡിവിജ്വലിൽ IAയും IBയും ആണ് വന്നതെങ്കിൽ ബോത്ത് ദ അലീൽസ് വിൽ എക്സ്പ്രസ്. ഓക്കെ, ബോത്ത് ദ അലീൽസ് ആർ ഈക്വലി എക്സ്പ്രസിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ IA ആൻഡ് IB ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലിൽ രണ്ട് ആൻറ്റിജനും ഉണ്ട്. ആൻറ്റിജൻ എയും ഉണ്ട്, ആൻറ്റിജൻ ബിയും ഉണ്ട്. ദാറ്റ് ഈസ് വൈ ദേ ഗെറ്റ് AB ബ്ലഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോൺ ആസ് കോഡോമിനൻസ്. ഇനി എന്താണ് കൺഫ്യൂഷൻ ആവരുത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും തമ്മിൽ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താണ് കണ്ടത്? ക്യാപിറ്റൽ R വാസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് സ്മോൾ r and they were showing a kind of blending അല്ലെ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ് ബ്ലെൻഡിങ് കാണുന്നത്. Blending was resulting in the formation of pink color, a new trait. And the red, white രണ്ട് traits ആയിരുന്നു. പക്ഷേ ഒരു പുതിയ trait ആണ് ഉണ്ടായത് which is not similar to any of the parents. അല്ലേ? അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പക്ഷേ വാട്ട് അബൌട്ട് കോഡോമിനൻസ്? കോഡോമിനൻസിൽ എന്താ നടക്കുന്നത്? ബോത്ത് ദ അലീൽസ് ആർ എക്സ്പ്രസിങ്. ഇറ്റ് ഈസ് സിമിലർ ടു ബോത്ത് ദ പേരൻസ് അല്ലേ? ക്യാപിറ്റൽ A ഒരു പാരന്റ് നിന്ന് കിട്ടി, ക്യാപിറ്റൽ B IA ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി, IB മറ്റൊരു പാരന്റിൽ നിന്ന് കിട്ടി. അത് രണ്ടും ഈ ഓഫ് സ്പ്രിംഗിലേക്ക് എക്സ്പ്രസ് ചെയ്യാണ്. സോ ബോത്ത് ദ അലീൽസ് ആർ എക്സ്പ്രസിങ്. ഹിയർ ഓൾസോ നോ ബ്ലെൻഡിങ്. മനസ്സിലായോ? കോഡോമിനൻസിൽ ബ്ലെൻഡിങ് ഇല്ല, പക്ഷേ ബോത്ത് ആർ എക്സ്പ്രസിങ് ഇൻഡിവിജ്വലി. അങ്ങനെയാണ് കോഡോമിനൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ രീതിയിൽ. ഓക്കെ, കമ്മിങ് ടു our next question. It is sometimes observed that the F1 progeny has a phenotype that does not resemble either of the two parents. ഇതെവിടെയോ കേട്ട പോലെ ഇല്ലേ? Sometimes observed that F1 progenies has a phenotype that does not resemble either of the two parents. രണ്ട് പേരൻസിനെ പോലെയും ഇല്ല, and has intermediate phenotype. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ സ്നാപ്ഡ്രാഗൺ പ്ലാന്റിൽ ക്യാപിറ്റൽ R ക്രോസ് സ്മോൾ r. ഇത് റെഡ് പ്ലാന്റ് ആയിരുന്നു, റെഡ് ഫ്ലവേഴ്സ് ആയിരുന്നു ഇവർക്ക് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവരുടെ F1 ജനറേഷൻ അല്ലേ? F1 ജനറേഷനിൽ എന്താണ് ഇവർ കാണിച്ചത്? ക്രോസ് കറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r അല്ലേ? ക്യാപിറ്റൽ R സ്മോൾ r എന്തായിരുന്നു കളർ? പിങ്ക് കളർ. അതായത് in the F1 generation they got an offspring, the entire generation അല്ലേ? ആ എൻറ്റയർ ജനറേഷനിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? എല്ലാ ഓഫ്സ്പ്രിങ്സും പിങ്ക് കളേർഡ് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല? they are not resembling either of their parents. റെഡ് ആയിട്ടും സിമിലർ അല്ല, വൈറ്റ് ആയിട്ടും സിമിലർ അല്ല, but they are showing an intermediate phenotype അല്ലേ? Explain by taking a suitable example and working out the cross up to F2 progeny. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്ത എന്താ? പേരൻസ്, ഇത് ഗാമേറ്റ്സ് അല്ലേ? ഇത് F1 വരെ നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? F1 സെൽഫിങ്, ഇതിൻ്റെ താഴെ സെൽഫിങ് എന്ന് എഴുതാം. സെൽഫിങ് എഴുതിയിട്ട് ദറ്റ് മീൻസ് വാട്ട് യു മീൻ ബൈ സെൽഫിങ്? സെൽഫ് ഹൈബ്രിഡൈസേഷൻ അല്ലേ? അപ്പോൾ F1 ക്രോസ് F1. അപ്പോൾ എന്താ സംഭവിക്കുക? ക്യാപിറ്റൽ R സ്മോൾ r ക്രോസ് ക്യാപിറ്റൽ R സ്മോൾ r ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? വാട്ട് ആർ ദ ഗാമീറ്റ്സ് പോസിബിലിറ്റീസ്? ഗാമീറ്റ്സ് ഒക്കെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഗാമീറ്റ്സ് എഴുതണ്ട, F2 എന്ന് എഴുതിയിട്ട് ഡയറക്ട്ലി യു ക്യാൻ ഗീവ് ദ പുനെറ്റ് സ്ക്വയർ. ഓക്കെ, പുനെറ്റ് സ്ക്വയർ വരയ്ക്കുക. ക്യാപിറ്റൽ R പോസിബിലിറ്റീസ് ഓഫ് ഗാമീറ്റ്സ് ഇവിടെ എഴുതിക്കൊള്ളുക. ക്യാപിറ്റൽ R ഉണ്ടാവാം, സ്മോൾ r ഉണ്ടാവാം, ക്യാപിറ്റൽ R ഉണ്ടാവാം, സ്മോൾ r. സോ ക്യാപിറ്റൽ R റെഡ്, ക്യാപിറ്റൽ R സ്മോൾ r പിങ്ക്, ക്യാപിറ്റൽ R സ്മോൾ r പിങ്ക്, again small r will be white. ഇതാണ് F2 ജനറേഷൻ വരെയുള്ള പുനെറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പെർഫോം എ ക്രോസ് ബിറ്റ്വീൻ 2 സിക്കിൾ സെൽ കാരിയേഴ്സ്, സിക്കിൾ സെൽ അനീമിയ. അതെന്ത് ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണ്? ഇറ്റ് ഈസ് എ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ. അതായത്
Autosomal recessive, autosomal chromosomes lana adinte effect. Okay, any it is a recessive disorder. Recessive disorder will express only in homozygous condition. മനസ്സിലായോ? അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ sickle cell anemic ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ it means both the alleles are anemic. Sickle cell anemia ഉണ്ട് അല്ലേ? So for example ഞാൻ എടുക്കാൻ ആണ് alleles HB. Alleles HB A normal allele ആണ്. Okay, HBS sickle cell anemic allele ആണ്. Anemic ആണ്. Okay, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു they are recessive. This is a recessive disorder. Recessive disorder will express only in homozygous condition. HBS ആണെങ്കിൽ മാത്രമേ അത് affected ആവുള്ളൂ, ആ ഇൻഡിവിജ്വൽ affected ആവുള്ളൂ. Since it is an autosomal trait for both males and females, it will be in a similar way. Okay, അതിൽ X അല്ലെങ്കിൽ Y chromosome affected അല്ല. Okay, ഇനി HBS affected ആണ്. What about HBA HBS? HBA HBS അതെങ്ങനെയാ വരിക? HBA will be dominant, HBS എന്തായിരിക്കും? recessive ആയിരിക്കും. അതായത് ഈ ഇൻഡിവിജ്വൽ എന്തല്ല affected അല്ല, പക്ഷേ they are carrying one allele, affected allele which they can give to their next generation. അതായത് HBA ഉണ്ട് HBS ഉണ്ട്, HBA dominate ചെയ്യും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? അൺഅഫക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇവർക്ക് എന്തുണ്ട്? അഫക്റ്റഡ് allele ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അടുത്ത ജനറേഷനിലേക്ക് ആ allele കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവരെന്ത് പറയാ? നമ്മൾ ഇവർ പറയുന്ന പേരാണ് കാരിയേഴ്സ്. കാരിയേഴ്സ്, ദേ ആർ കാരിയിങ് ദാറ്റ് പെർട്ടിക്കുലർ allele അല്ലേ, അഫക്റ്റഡ് allele. ഇനി വാട്ട് അബൌട്ട് HBA എന്താണ്? നോർമൽ ഇൻഡിവിജ്വൽ അല്ലേ, അൺഅഫക്റ്റഡ് നോർമൽ ഇൻഡിവിജ്വൽ. ദേ ആർ നോട്ട് കാരിയേഴ്സ് ഓൾസോ, അവർ കാരിയേഴ്സും കൂടിയല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി പെർഫോം എ ക്രോസ് ബിറ്റ്വീൻ ടു സിക്കിൾ സെൽ കാരിയേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു കാരിയേഴ്സ് എന്താണ് എന്ന് അല്ലേ. അപ്പോൾ സിക്കിൾ സെൽ കാരിയേഴ്സ് തമ്മിലുള്ള ഒരു ക്രോസ് ആണ് വരയ്ക്കാൻ പറഞ്ഞത്. HBA HBS ക്രോസ് HBA HBS. ഓക്കെ, ഇതിൽ ഈ ക്രോസിൽ ചോദിച്ച റേഷ്യോ എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ദാറ്റ് ഒബ്റ്റെയിൻ ബിറ്റ്വീൻ കാരിയർ ഡിസീസ് ഫ്രീ ആൻഡ് ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസ് ഇൻ ദ F1 progeny. അപ്പോൾ F1 progenies വരെ നമുക്ക് നോക്കേണ്ടുള്ളൂ. നോക്ക്, ഇതിൽ ഗാമീറ്റ്സ്, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് ഗാമീറ്റ്സ്? HBA വരാം, HBA HBS വരാം അല്ലേ. ഫസ്റ്റ് പാരന്റിൽ നിന്ന് HBAയും വരാം, HBSും വരാം. സെക്കൻഡ് പാരന്റിൽ നിന്നും HBAയും വരാം, HBSും വരാം. ഓക്കെ, സോ ഇവിടെ HBA ഒരു ഇൻഡിവിജ്വൽ ആണ് who is normal, unaffected, not even a carrier. HBS വരാം, HBS who is a carrier അല്ലേ. HBS again അല്ലേ, HBS again carrier. so ഇവരും കാരിയേഴ്സ് ആണ്. HBS എന്തായിരിക്കും? HBS will be sickle cell anemic. ഓക്കെ, സോ ഇവർ അഫക്റ്റഡ് എന്ന് എഴുതാം ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ച റേഷ്യോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് കാരിയേഴ്സിന്റെ റേഷ്യോ ഫസ്റ്റ് എഴുതുക. 2 out of 4 2 are carriers അല്ലേ. അപ്പോൾ 2:1. ഡിസീസ് ഫ്രീ ആയിട്ടുള്ളത് 1:1. അഫക്റ്റഡ് ഇസ് 1. ഇതാണ് റേഷ്യോ. 2:1:1 റേഷ്യോ കിട്ടി. ഇനി നെയിം ദ നൈട്രോജനസ് ബേസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഇൻ ദിസ് ഡിസീസ്. ഈ ഡിസീസ് കോസ് ചെയ്യാനുള്ള കാരണം എന്താ? സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ എന്താ? റെഡ് ബ്ലഡ് സെൽസിന് സിക്കിൾ ഷേപ്പായി മാറും അല്ലേ. അതിൻ്റെ റീസൺ എന്താണ്? ഈ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു ചെയിൻ ഉണ്ട് അല്ലേ. ആ ചെയിനിലെ 6th അമൈനോ ആസിഡ് എന്ത് ചെയ്യാണ്? ചേഞ്ച് ആയി പോവാണ്. ഓക്കെ, സോ അഡനിൻ GAG എന്ന് പറയുന്ന ഒരു കോഡോൺ എന്തായി മാറുകയാണ്? GUG ആയി മാറുകയാണ്. ഇവിടെ GUG ആവാൻ കാരണം എന്താ? ഇൻ mRNA.
Okay, after transcription, GAG ആയിരുന്നു ഒരു അമൈനോ ആസിഡിനെ കോഡ് ചെയ്യേണ്ടത്. അത് ഏതായിരുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ആരാണ് വരിക? GUG-നെ കോഡ് ചെയ്തുകൊണ്ട് വാലിൻ ആണ് വരുന്നത്. ഓക്കെ, ബീറ്റ ചെയിനിലേക്ക്. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണ്? DNA-യിൽ വരേണ്ട എക്ക് പകരം ആര് വന്നു? DNA-യിൽ ഇറ്റ് വാസ് റിപ്ലേസ്ഡ് ബൈ തൈമിൻ. ഓക്കെ, DNA-യിൽ അഡിനിന് പകരം തൈമിൻ വന്നു. തൈമിൻ വന്നതുകൊണ്ടാണ് അത് ട്രാൻസ്ക്രൈബ് ആയി വന്നപ്പോൾ കോഡിംഗ് സ്ട്രാൻഡിൽ തൈമിൻ വന്നു. ട്രാൻസ്ക്രൈബ് ആയി വന്നപ്പോൾ mRNA-യിൽ എന്താണ്? U ആണുള്ളത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് A ഇറ്റ് ഇസ്. സോ അതാണ് റീസൺ ബിക്കോസ് ഓഫ് വിച്ച് ദേ ആർ ഹാവിങ് സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCs they will be having. Coming to next question. Explain the difference in the inheritance pattern of flower color in the garden pea plant and the snapdragon plant with the help of a monohybrid crosses. Alle in pea plant Mendel എടുത്തിട്ടുള്ള രണ്ട് എന്താ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആയിരുന്നു വയലറ്റ് കളേർഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് കളേർഡ് ഫ്ലവർ അല്ലേ. അപ്പോൾ വയലറ്റ് കളർ ഞാൻ എടുക്കുകയാണ്, W എടുക്കുകയാണെങ്കിൽ WW cross small w. This is violet colored whereas this is white colored. അല്ലേ, white colored. F1 progenies എന്തായിരിക്കും? ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് ഗാമീറ്റ് ക്യാപിറ്റൽ W ആണ്. ഇവിടെ കിട്ടാനുള്ള ഗാമീറ്റിന്റെ ചാൻസ് സ്മോൾ w. സോ ക്യാപിറ്റൽ W, സ്മോൾ w, all of them will be violet. അല്ലേ, ഇതെന്താണ്? വയലറ്റ് കളർ ആയിരിക്കും. ഇനി F2 ജനറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ W, സ്മോൾ w ക്രോസ് ക്യാപിറ്റൽ W, സ്മോൾ w. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലേ, മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ഇത്. ക്യാപിറ്റൽ W ഇവിടെ വരാം, സ്മോൾ w ഇവിടെ, ക്യാപിറ്റൽ W ഇവിടെ, സ്മോൾ w. സോ ചാൻസസ് ക്യാപിറ്റൽ W ഇവിടെ ക്യാപിറ്റൽ W ആൻഡ് സ്മോൾ w. ഇവിടെ ക്യാപിറ്റൽ W, സ്മോൾ w അഗൈൻ, സ്മോൾ w അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ, ഇവിടെ വയലറ്റ് ആണ്, വയലറ്റ്, ഇവിടെയും വയലറ്റ്, ഇവിടെയും വയലറ്റ്, ഇവിടെ വൈറ്റ് അല്ലേ. 3:1 റേഷ്യോ ഇവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 3:1, whereas genotypic ratio is equal to 1:2:1 അല്ലെ. ജീനോടൈപ്പിലുള്ള വ്യത്യാസം നോക്കിയേ, ഫസ്റ്റ് വയലറ്റ് കളേർഡ് പ്ലാന്റ് ക്യാപിറ്റൽ W അല്ലെ. ബാക്കിയുള്ള രണ്ട് പോസിബിലിറ്റീസ് എന്താണ്? ഹെറ്ററോസൈഗോട്സ് ആണ്. അപ്പോൾ ജീനോടൈപ്പിക് റേഷ്യോ ചേഞ്ച് ആയി 1:2:1. ഇനി കമ്മിങ് ടു ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് എ പീ പ്ലാന്റ് ഫ്ലവർ അല്ലെ. ഇനി വാട്ട് അബൌട്ട് സ്നാപ്ഡ്രാഗൺ? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. എന്താണ്? ക്യാപിറ്റൽ R ക്രോസ്, സ്മോൾ r, റെഡ് കളേർഡ് ഫ്ലവർ, white colored flower. When they are crossing, alle possibility of gametes here is capital R, here it is small r. F1 generation la kittunnathu endana? Pink flowers. They are pink in color. Okay, when they are selfing, capital R small r cross capital R small r ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പുന്നെറ്റ് സ്ക്വയർ എന്തായിരിക്കും? capital R അല്ലേ, capital R red colored, capital R small r pink colored, capital R small r pink colored and small r white colored. ഇവിടെ എന്താ കണ്ടീഷൻ? phenotypic ratio is equal to 1:2:1. ഇവിടെ phenotypic ratio got changed from 3:1 as Mendel has told അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? phenotypic ratio 1:2:1 ആണ്, genotypic ratio 1:2:1 ആണ്. ഇത് രണ്ട് ക്രോസും നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. ഇനി how would you find out whether a given tall garden pea plant is homozygous or heterozygous? ഇത് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹോമോസൈഗസ് ആണോ ഹെറ്ററോ? ടോൾ പ്ലാന്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ടോൾ പ്ലാന്റ് ആണ്. ഈ ടോൾ പ്ലാന്റ് ക്യാപിറ്റൽ T ആണോ അതോ ക്യാപിറ്റൽ T സ്മോൾ t ആണോ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്ത് ക്രോസ് ആയിരിക്കും? ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ടെസ്റ്റ് ക്രോസ് ആണ് ചെയ്യുക. സോ ടെസ്റ്റ് ക്രോസ് എന്താണ്? സി
Substantiate your answer with the help of Punnett square. അപ്പോൾ first you have to write എന്താണ് എഴുതുക, test cross we can do to find out whether it is homozygous tall or heterozygous tall. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ രണ്ട് ക്രോസും വരച്ച് നോക്കാം. ക്യാപിറ്റൽ ടി ആയിരുന്നുവെങ്കിൽ ഇഫ് വി ആർ ക്രോസിംഗ് വിത്ത് ദ ഡ്വാർഫ്, വാട്ട് ഇസ് ടെസ്റ്റ് ക്രോസ് എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇറ്റ് ഈസ് ദ ക്രോസിംഗ് ഓഫ് ദ പ്ലാന്റ് വിത്ത് ഇറ്റ്സ് ഡ്വാർഫ് പേരന്റ് അല്ലെങ്കിൽ റെസസീവ് പേരന്റ് അല്ലേ. റെസസീവ് പേരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന ചാൻസ് ദ പ്രോജനീസ്, ഓൾ ദ പ്രോജനീസ് വിൽ ബി ടോൾ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി whom I am ക്രോസിങ് അല്ലേ, ഞാൻ ക്രോസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ടുള്ള ഒരു ജീനോടൈപ്പുള്ള ടോൾ പ്ലാന്റ് ആണെങ്കിൽ അവരെന്തൊക്കെ ഫോം ചെയ്യാം, ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഫോം ചെയ്യാം, അതായത് ടോൾ പ്ലാന്റ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ 50% ചാൻസ് എന്താണ്, സ്മോൾ ടി അതായത് ഡ്വാർഫ് പ്ലാന്റ്സ്. അപ്പോൾ 50-50 ചാൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 50-50 1:1 റേഷ്യോ കിട്ടുകയാണെങ്കിൽ അത് ഹെട്രോസൈഗസ് ടോൾ ആണ്. അല്ല ഓൾ ദ പ്രോജനീസ് ആർ ടോൾ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ആ പ്ലാന്റ് ഹോമോസൈഗസ് ടോൾ ആണ്. അങ്ങനെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are the F2 phenotypic ratios of two independently carried monohybrid crosses. നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, ഇറ്റ് ഈസ് phenotypic ratio അല്ലേ, phenotypic ratio എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1:2:1 phenotypic ratio വരാനുള്ള ചാൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞല്ലേ ക്യാപിറ്റൽ ആർ ക്രോസ് സ്മോൾ ആർ സ്നാപ്ഡ്രാഗന്റെ ഫ്ലവർ. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയിരുന്ന F2 phenotypic ratio was capital R is to genotypic ratio was capital R is to capital R, small r is to small r. 1:2:1. phenotypic ratio എന്തായിരുന്നു, red is to pink is to white. ഇതും 1:2:1 റേഷ്യോ. അപ്പോൾ ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ എന്തിൻ്റെയാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. In incomplete dominance you can see what 1:2:1 ratio. ഇനി 3:1 റേഷ്യോ എവിടെയാണ് കാണുക, മെൻഡൽസ് മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ. മെൻഡൽസ് മോണോഹൈബ്രിഡ് ക്രോസ് ഏതായാലും പ്ലാന്റ് ഹൈറ്റ് ആയാലും നിങ്ങൾക്ക് എടുക്കാം. ഏതൊരു characters that the Mendel has chosen, ഏതൊരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും you can see what it was showing complete dominance ആണ് കാണിക്കുന്നതെങ്കിൽ 3:1 റേഷ്യോ അല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി, capital T is to capital T, small t is to small t. ഫീനോടൈപ്പ് നോക്കുമ്പോൾ ഇത് രണ്ടും ടോൾ ആണ്. Tall is to dwarf ആണ് വരിക, which will be 3:1. ഇതിങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, why did T.H. Morgan select Drosophilia melanogaster for his experiments? അല്ലേ, NCERT-യിൽ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഏതൊക്കെയാണോ, ഡ്രോസോഫില എന്തുകൊണ്ട് ചൂസ് ചെയ്തു, വേറെ ഏതൊരു ഇൻസെക്റ്റിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല? There are some reasons why T.H. Morgan has chosen Drosophilia. അവരുടെ മീഡിയം നമുക്കിപ്പോൾ വളർത്തണമെങ്കിൽ നമുക്കറിയാമല്ലേ, ഫ്രൂട്ട് ഫ്ലൈസ് ദിയാനോണസ് അവർ ഒരുപാടുണ്ടാവും. പെട്ടെന്ന് അവരെ ചെറിയ സിമ്പിൾ സിന്തറ്റിക് മീഡിയമിൽ തന്നെ നമുക്ക് അവരെ നന്നായിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും. ദാറ്റ് വാസ് എ റീസൺ. ഓക്കെ, സിമ്പിൾ സിന്തറ്റിക് മീഡിയയിൽ തന്നെ നമുക്ക് ദേ കുഡ് ബി കൾച്ചർഡ്. അടുത്ത റീസൺ എന്താണ്, എ സിംഗിൾ മീറ്റിംഗ് ക്യാൻ റിസൾട്ട് ഇൻ മെനി ഓഫ് സ്പ്രിങ്സ്. ഓക്കെ, മോർ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്. ഇപ്പോൾ കുറേ ഓഫ് സ്പ്രിങ്സ് ഒരു മീറ്റിങ്ങിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ എക്സ്പെരിമെൻ്റൽ സൈസ് എന്ത് ചെയ്യും, കൂടും, വിച്ച് വിൽ ബി മോർ ഗിവിങ് അസ് മോർ ആക്യുറേറ്റ് റിസൾട്ട്സ് അല്ലേ. അതൊരു റീസൺ ആയിരുന്നു. ഇനി മെയിൽസിനെയും ഫീമെയിൽസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു ഡ്രോസോഫിലയുടെ, അതൊരു റീസൺ ആയിരുന്നു. പിന്നെ അവരുടെ കുറേ ഹെറിഡിറ്ററി വേരിയേഷൻസ് ഒക്കെ ലോ പവർ മൈക്രോസ്കോപ്പിൽ തന്നെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതും ഒരു റീസൺ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഒന്ന് അവരുടെ സിന്തറ്റിക് മീഡിയം, അവരുടെ ലൈഫ് സൈക്കിളും വളരെ ഷോർട്ടാണ്. 2 weeks ഓഫ് ടൈം ആണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതും ഒരു റീസൺ ആണ്. സെക്കൻഡ് റീസൺ സിന്തറ്റിക് മീഡിയം, ലൈഫ് സൈക്കിൾ. മൂന്നാമതുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഈസിയാണ്. നാലാമത് പറഞ്ഞത് എന്താണ്, അവരുടെ ഹെറിഡിറ്ററി വേരിയേഷൻസ് ഈസിലി കാണാൻ പറ്റും അല്ലേ. ഹൗ ഡിഡ് ഹി ഡിസ്പ്രൂവ് Mendelian dihybrid F2 phenotypic ratio 9:3:1? Explain giving reasons. എങ്ങനെയാണ് T.H. Morgan മെൻഡൽ
മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:3:1 എന്നുള്ളതിൽ നിന്നും ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് കൊണ്ടുവന്നത് അല്ലേ? എന്തായിരുന്നു? TH മോർഗൻ ആണ് ലിങ്കേജ് കൊണ്ടുവന്നത്. മെൻഡൽ എന്തായിരുന്നു പറഞ്ഞത്? ദ ജീൻസ് ആർ ഡ്യൂറിങ് ദ സെഗ്രിഗേഷൻ the alleles are getting or they get assorted independently അല്ലേ? അപ്പോൾ capital R സോറി നമുക്ക് ഹൈബ്രിഡ് എടുക്കാം. capital R small r capital Y small y റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റ് ആണ്, പക്ഷേ ഹെട്രോസൈഗോട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഗമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ എപ്പോഴും ക്യാപിറ്റൽ വൈയുടെ കൂടെ മാത്രമാണോ വന്നിരുന്നത് അക്കോർഡിംഗ് ടു മെൻഡൽ? അല്ല അല്ലേ? ക്യാപിറ്റൽ ആർ എന്തിൻ്റെ കൂടിയും കൂടി വന്നിരുന്നു, സ്മോൾ വൈയുടെ കൂടിയും വന്നു. ദാറ്റ് ഈസ് വാട്ട് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ് ഷോസ് അല്ലേ? ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യാണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും ക്യാപിറ്റൽ വൈ സ്മോൾ വൈ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അതേപോലെ സ്മോൾ ആർ കുഡ് കം വിത്ത് സ്മോൾ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ കുഡ് കം വിത്ത് സ്മോൾ വൈ ഓൾസോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരുന്നു സ്മോൾ ആർ capital Y, small y. ഇങ്ങനെ 4 types of gametes ഉണ്ടായതുകൊണ്ടായിരുന്നു പുന്നറ്റ് സ്ക്വയറിൽ 9:3:3:1 കിട്ടിയത് മെൻഡലിന്. പക്ഷേ TH മോർഗൻ ഡിസ്പ്രൂവ്ഡ് ഇറ്റ് ബൈ ഗിവിംഗ് ദ ടേം ലിങ്കേജ് അല്ലേ? ലിങ്കേജ് ഉണ്ടെങ്കിൽ if R and Y, if it was nearby, very nearby, ഈ ക്യാരക്ടേഴ്സ് അല്ല മോർഗൻ എടുത്തത്. മോർഗൻ എടുത്തിട്ടുള്ളത് ഡ്രോസോഫിലയുടെ ക്യാരക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് അതന്നെ ഇവിടെ എടുക്കാം അല്ലേ? ബോഡി കളർ, ഐ കളർ, വിങ് സൈസ് ഇതൊക്കെ ആയിരുന്നു ആരെടുത്തിരുന്നത്? നമ്മുടെ മോർഗൻ എടുത്തിരുന്നത് അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ W+M+, ഇത് രണ്ടും അടുത്തടുത്താണ്, സെയിം ക്രോമോസോമിലാണ്, ജീൻസ് അടുത്തടുത്താണ്. WM WM അല്ലേ? ഇത് രണ്ടും അടുത്തടുത്തായി കഴിഞ്ഞാൽ ഇവർ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? W+M+ ഗമീറ്റിലേക്ക് വരാനുള്ള ചാൻസസ് ആണ് എപ്പോഴും, പ്രോബബിലിറ്റിയാണ് കൂടുതൽ, മോർ ദാൻ 50%. മനസ്സിലായോ? WM എപ്പോഴും എന്താണ്? ഒരുമിച്ചാണ് വരുന്നത്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ക്രോസിങ്ങിൻ്റെ ചാൻസസ് കുറയാണ്. അതുകൊണ്ട് W+M കൂടെ വരാനുള്ള റിക്കോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസസ് കുറയാണ്. When linkage is more. Okay, so linkage is more, so recombination is less. Understood? അപ്പോൾ ഇതാണ് ലിങ്കേജ്. സോ ലിങ്കേജ് കൊണ്ടുവന്നതോടെയാണ് എന്ത് ചെയ്തത്? മെൻഡലിയൻ ഡൈഹൈബ്രിഡ് F2 ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 നിന്നും വേരി ചെയ്യും എന്ന് TH മോർഗൻ കൊണ്ടുവന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay, Mendel crossed a homozygous pea plant having yellow and round seeds with another pea plant bearing green and wrinkled seeds. ഇവിടെ characteristics ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? characters traits ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആണ്. മെൻഡൽ ഒരു ക്രോസ് തന്നിട്ടുണ്ട്, ആ ക്രോസ് നമ്മൾ വരയ്ക്കണം. He found that in some of the F2 population new combinations of parental characters were observed. How will you explain the appearance of new combinations of parental characters in F2 offsprings? Support your answer with the help of Punnett square. ഇവിടെയും പുന്നറ്റ് സ്ക്വയറിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, മെൻഡൽ ക്രോസ്ഡ് ഹോമോസൈഗസ് പീ പ്ലാന്റ് ആണല്ലേ? അപ്പോൾ ഹോമോസൈഗസ് പീ പ്ലാന്റ് ഹാവിങ് യെല്ലോ ആൻഡ് റൗണ്ട്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി എടുക്കാം അല്ലേ? ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ with another pea plant bearing green recessive traits അല്ലേ? green and wrinkled seeds. അവിടെ ഹോമോസൈഗസ് തരാത്തത് എന്തുകൊണ്ടാ? തരാതെ നമ്മൾ സെയിം ഹോമോസൈഗസ് എടുത്തതിന്റെ റീസൺ എന്താ? that is a recessive trait and which will express only in homozygous condition അല്ലേ? homozygous conditionൽ മാത്രമേ recessive trait express ചെയ്യുള്ളൂ. ഇനി ഇതിന്റെ gametes എന്തായിരിക്കും? capital Y capital R അല്ലേ? ആൻഡ് സ്മോൾ വൈ സ്മോൾ ആർ. ഇത് രണ്ടും വരികയാണെങ്കിൽ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓൾ ദ F1 progenies are yellow and round seeded അല്ലേ? Now F2 generation അല്ലേ? F2 generation by selfing കൊടുക്കുക. selfing the F1 that is capital Y small y capital R small r cross capital Y small y capital R small r ചെയ്തു കഴിഞ്ഞാൽ F2 generation കിട്ടും. F2 generationലാണ് അവർ എന്ത് ചെയ്തത്? ഈ entire
പുന്നറ്റ് സ്ക്വയർ വരയ്ക്കേണ്ടത് അല്ലേ? എന്തൊക്കെ പോസിബിലിറ്റീസ് ഓഫ് ഗമീറ്റ്സ് ആണ് അക്കോർഡിംഗ് ടു മെൻഡൽ ഉണ്ടായിരുന്നത്? ക്യാപിറ്റൽ Y could come with capital R, capital Y could come with small r, small y could come with capital R, small y could come with small r. അല്ലേ? ഇതേപോലെ ആ പാരന്റിനും ഉണ്ടാക്കാം അല്ലേ? ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y സ്മോൾ r, സ്മോൾ y ക്യാപിറ്റൽ R, സ്മോൾ y ആൻഡ് സ്മോൾ r. സി ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരാനുള്ള കാരണം എന്താ? ഹി ടോൾഡ് അബൌട്ട് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ് അല്ലേ? ക്യാപിറ്റൽ Y is coming with small r also. Due to ഇതിന്റെ ആൻസർ അതാണ് അല്ലേ? He found that in some of the F2 population new combinations of parental characters came അല്ലേ? റൗണ്ട് പാരന്റ്സ് എന്തായിരുന്നു? യെല്ലോ റൗണ്ട് അല്ലേ? അടുത്ത പാരന്റ് എന്തായിരുന്നു? wrinkled and it was green അല്ലേ? wrinkled green ആയിരുന്നു. പക്ഷേ F2 പോപ്പുലേഷനിൽ എന്തും വന്നു? യെല്ലോ ആൻഡ് wrinkled വന്നു, ഗ്രീൻ ആൻഡ് റൗണ്ടും വന്നു. അതിന്റെ കാരണം എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. ഈ പുന്നറ്റ് സ്ക്വയർ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം, ഫിൽ ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ബോട്ടണി. ഇനി നമുക്ക് അടുത്തത് സുവോളജി മാമിനെ ക്ഷണിക്കാം അല്ലേ? കുട്ടികളെ, നമുക്കിന്ന് സുവോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ബോർഡിന് ആവശ്യമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്, കാരണം ആദ്യം തന്നെ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നിലേക്ക് പോകണ്ട. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് എനി ടു ടെക്നിക്സ് that can be utilized to transfer recombinant DNA into the host cell directly without using any vector. അതായത് നമ്മൾ സാധാരണയായി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു വെക്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്, ഒരു ക്ലോണിങ് വെക്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് മറ്റൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ദർ ആർ സം മെത്തേഡ്സ്. ഓക്കെ, അതായത് ചില മെത്തേഡുകളുണ്ട് നമുക്കൊരു വെക്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള രണ്ട് ഡയറക്റ്റ് മെത്തേഡുകളാണ് ഇവരിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ കരുതുന്നത് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് എ മൈക്രോ ഇഞ്ചക്ഷൻ. ഫസ്റ്റ് മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഈ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലും കൂടി പഠിക്കുന്നുണ്ട്. അതിലുള്ള ഇക്സി എന്ന് പറയുന്നതും ഇതേ മെത്തേഡ് തന്നെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ. അതായത് ബയോടെക്നോളജി ആണ് IVF. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ ഇഞ്ചക്ഷനിൽ എന്താണ് അതിൽ ഉപയോഗിക്കുന്നത്, അതായത് ഡയറക്റ്റ്ലി എങ്ങനെയാണ് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, ഇത് ജനറലി ആനിമൽ സെൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ആനിമൽ സെല്ലിൻ്റെ പ്രത്യേകത, ഇതിന് സെൽ വോളില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു മൈക്രോ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അതിൻ്റെ സെൽ സൈറ്റോപ്ലാസിലേക്കും ന്യൂക്ലിയസിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. ബയോലിസ്റ്റിക്സ്, ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ജീൻ ഗൺ എന്ന പേരുകൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ എന്നുള്ള ഒരു മെത്തേഡ് കൂടി ഇതിനുണ്ട്. സോ ഈ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ എന്ന മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിന്റ് തന്നെ ഇതാണ്, ഇത് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാന്റ് സെല്ലുകളിലേക്ക് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, സെല്ലുകൾ, പ്ലാന്റ് സെല്ലുകളെ നമ്മൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മൈക്രോ പ്രൊജക്ടൈൽസ് ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പ്ലാന്റ് സെല്ലിനകത്തേക്ക് ബൊമ്പാർഡ് ചെയ്യിച്ച് കയറ്റുന്നതാണ്. ഓക്കെ, സോ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ, ആ പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ജീൻ ഗൺ, ഷൂട്ടിംഗ് ദ DNA കോട്ടഡ് ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ നമ്മൾ നേരിട്ട് പ്ലാന്റ് സെല്ലിനകത്തേക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ. ഇവിടെയും ഒരു വെക്ടറിൻ്റെ ആവശ്യമില്ല, ഹോസ്റ്റിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രത്യേകത, ദിസ് ഈസ് ജനറലി വി യൂസ് ഫോർ ദ പ്ലാന്റ് സെൽസ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് വാട്ട്? സെൽ വോൾ. ഓക്കെ, ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ചില മെത്തേഡ് അതല്ലെങ്കിൽ ചില മെറ്റീരിയൽസിനെ കുറിച്ചുകൂടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഉത്തരത്തിൽ എഴുതേണ്ടതാണ്. അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഗോൾഡ്, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആണ്.
ഈ രണ്ട് മെറ്റലുകളുടെയും പ്രത്യേകത നമുക്കറിയാം. ഇത് രണ്ടും വളരെ ചെറുതാക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് പരത്താൻ പറ്റിയ മെറ്റലുകളാണ് ഈ ഗോൾഡും ടങ്സ്റ്റണും അല്ലേ. ഈ മെറ്റലുകളിലേക്ക് ഇതാണ് ബുള്ളറ്റ്. ഓക്കെ, ദീസ് ആർ യൂസ്ഡ് ആസ് ദ മൈക്രോ പ്രൊജക്ടൈൽസ് അല്ലെങ്കിൽ ബുള്ളറ്റുകളായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഗോൾഡാണ്. ഇതിൻ്റെ പുറത്തേക്കാണ് DNA നമ്മൾ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറത്താണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റനെ ഹൈ വെലോസിറ്റിയിൽ നമ്മുടെ പ്ലാന്റ് സെല്ലുമായിട്ട് ബൊമ്പാർഡ് ചെയ്യിക്കുമ്പോഴേക്കും ഈ ബുള്ളറ്റ്സ് അതിലേക്ക് പിയേഴ്സ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് മെത്തേഡ്സ് അവർ ചോദിക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് ദ യൂസ് ഓഫ് എ വെക്റ്റർ ഹൗ വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഹോസ്റ്റ് സെൽ. I hope it is clear for all of you. So, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് കാണാം ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ യൂസിങ് DNA പോളിമറേസ് മേ ഗോ അപ് ടു. ഓക്കെ, നമ്മുടെ ബോർഡ് എക്സാമിനേഷൻസിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് സെക്ഷൻ എ ഉണ്ട്. ഈ സെക്ഷൻ എയുടെ അകത്ത് അവർ ഒബ്ജക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതിനൊരു സാമ്പിളായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് പല തവണയായിട്ട് ബോർഡ് എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ അവർ ചോദിക്കുകയാണ്, ഈ PCR ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എത്ര വരെ നമുക്ക് DNA കോപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും? ഓക്കെ, ഇത് ഡയറക്റ്റ്ലി NCERT പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 30 സൈക്കിൾസ് കഴിയുമ്പോഴേക്കും, ഒരു 30 സൈക്കിൾ കഴിയുമ്പോൾ ഏകദേശം ഒരു 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA ക്യാൻ ബി ആംപ്ലിഫൈഡ് ബൈ യൂസിങ് PCR ടെക്നോളജി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര മാത്രം പവർഫുള്ളാണ് ഈ PCR ടെക്നോളജി എന്ന് ഓർക്കുക. വെറും 30 സൈക്കിൾസ് കഴിയുമ്പോഴേക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 1 ബില്യൺ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write the palindromic nucleotide sequence for following sequence of DNA segment, that is 5 prime if you are reading GAATTC to 3' end. Okay, and name the restriction endonuclease that recognize this sequence. And also they are asking how a sticky ends produced, mention their role. ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മൈഡ് ഇതൊരു ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം NCERT ബയോടെക്നോളജി ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്ഡ് വർക്കിംഗ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഈ GATTC എന്ന് പറയുന്നത് അഥവാ GAATTC എന്ന് പറയുന്ന സീക്വൻസ് അതിൻ്റെ പാലിൻഡ്രോം സീക്വൻസ് എന്താണെന്നാണ് ഇവർ ആദ്യം ചോദിക്കുന്നത്. അതിനായിട്ട് നമുക്കൊന്ന് പാലിൻഡ്രോം സീക്വൻസ് എന്താണെന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ പാലിൻഡ്രോം ആൻഡ് വാട്ട് യു മീൻ ബൈ ദ റെസ്ട്രിക്ഷൻ എൻസൈംസ് വിച്ച് വിൽ ബി റെക്കഗ്നൈസിങ് ദിസ് GAATTC എന്ന് പറയുന്ന സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്ന എൻസൈംസുകളെ കുറിച്ച് ഒന്ന് വിശദമാക്കേണ്ടതുണ്ട്. റെസ്ട്രിക്ഷൻ enzymes. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ആദ്യമായി ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് 1963-ലാണ്. ഓക്കെ, ഈ ഒരു ബാക്ടീരിയോഫേജ്, ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ ബി നോയിങ് എന്താണ് ഈ ബാക്ടീരിയയും ബാക്ടീരിയോഫേജും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. ആ വൈറസിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ഈറ്റ് ദ ബാക്ടീരിയ ഓർ ഇറ്റ് ക്യാൻ ഇൻഫെക്റ്റ് ദ ബാക്ടീരിയം. ഓക്കെ, ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിനെ പോലും വെറുതെ വിടാത്ത ചില വൈറസുകളാണ് ഈ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബാക്ടീരിയോഫേജ് ഒരു ഈക്വലൈ ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സയൻറ്റിസ്റ്റ് കാണുകയാണ്, അതായത് ഈക്വലൈ ഈസ് ആക്ച്വലി റെസ്ട്രിക്റ്റിംഗ് ദ എൻട്രി ഓഫ് ദിസ് ബാക്ടീരിയോഫേജ്. ഈ ബാക്ടീരിയോഫേജിനെ ഈക്വലൈയെ അറ്റാക്ക് ചെയ്യാൻ ഈക്വലൈ സമ്മതിക്കുന്നില്ല. സോ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു. ഒന്ന്, എൻസൈം ബൈ യൂസിങ്. ഓക്കെ, ചില എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയോഫേജ് വൈറസുകളുടെ മെക്കാനിസം നമുക്കറിയാം. വൈറസ് എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോഴേക്കും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ DNA അല്ലെങ്കിൽ RNA എന്ന് പറയുന്നത് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആ ഹോസ്റ്റ് സെല്ലിനകത്ത് കടത്തി വിട്ടിട്ടാണ്
അവർ നമ്മുടെ മെക്കാനിക്സും അല്ലെങ്കിൽ നമ്മുടെ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും അവർക്ക് ആവശ്യമുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. സോ ബാക്ടീരിയോഫേജ് അഥവാ ആ വൈറസ് ഓക്കെ എപ്പോഴും അതിൻ്റെ DNA അതിൻ്റെ ബാക്ടീരിയയുടെ അകത്തേക്ക് കടത്തി വിട്ടോ ആ സമയം ബാക്ടീരിയയുടെ ഉള്ളിലുണ്ടായിരുന്ന അഥവാ ഈക്കോളൈ ബാക്ടീരിയയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു എൻസൈം ആ DNA ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായി കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ആ DNA ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വൈറസിൻ്റെ DNA ഈക്കോളൈയുടെ DNA ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദേ ഫ്രാഗ്മെൻറ്റഡ് ദ DNA ബൈ യൂസിങ് ഓർ വി കൻ സേ ലൈക്ക് DNA ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസിനെയാണ് നമ്മൾ ന്യൂക്ലിയേസസ് എന്ന് പറയുക. DNA-കളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസിനെ പറയുന്നതാണ് ന്യൂക്ലിയേസസ്. ഓക്കെ, ഈ ന്യൂക്ലിയേസ് എൻസൈംസിന് 2 തരമുണ്ട്. എക്സോന്യൂക്ലിയേസ് എന്നും എൻഡോന്യൂക്ലിയേസ് എന്നും 2 തരത്തിലുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദിയർ വർക്കിംഗ് മെക്കാനിസമാണ് ഈ എക്സോ എൻഡോന്യൂക്ലിയേസ് എന്നുള്ള ഡിവിഷൻസ് ഒക്കെ വരുന്നത്. ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് എക്സോന്യൂക്ലിയേസ് എൻഡോന്യൂക്ലിയേസ് എന്ന വർക്കിംഗ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ എക്സോന്യൂക്ലിയേസ് അല്ലെങ്കിൽ എൻഡോന്യൂക്ലിയേസ് നമുക്ക് വേണ്ടത് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ജനറലി യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളാണ്. ഓക്കെ, അതായത് DNA-യുടെ അകത്ത് കയറി അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റുന്നവരാണ് എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ കണ്ടതും ഈ ഈക്വലൈ ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം എൻഡോന്യൂക്ലിയസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ എൻഡോന്യൂക്ലിയസ് അത് റെസ്ട്രിക്റ്റ് ചെയ്തു, ബാക്ടീരിയോഫേജിൻ്റെ എൻട്രിയെ റെസ്ട്രിക്റ്റ് ചെയ്തതോടുകൂടി ഈ എൻസൈമിന് പേര് വീഴുകയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന പേര്. ഓക്കെ, സോ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റുഡ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് ഡിസ്കവറി ഓഫ് ദ എൻസൈം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈംസ് റെസ്ട്രിക്റ്റ് the entry of bacteriophages. ഓക്കെ, ഇതാണ് അവർ ആദ്യം ഒബ്സർവ് ചെയ്യുന്നത്. മറ്റൊരു എൻസൈം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈക്വലയുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്, അതായത് മീഥൈലേസ് എന്ന് പറയുന്ന എൻസൈം. ആ എൻസൈം DNA ഓഫ് ബാക്ടീരിയ, അതായത് ഈക്വലയുടെ സ്വന്തം ബാക്ടീരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഥൈൽ ഗ്രൂപ്പുകളെ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ എൻസൈമിൻ്റെ പ്രത്യേകത, മീഥൈലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ഓഫ് ബാക്ടീരിയോഫേജ്, ദാറ്റ്സ് ഇറ്റ്സ് നോൺ ആസ് എ റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ, ആൻഡ് ദീസ് ഡിസ്കവറി വാസ് ഡൺ ഇൻ 1963. വീണ്ടും ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ ബാക്ടീരിയകളുടെ ശരീരത്തിൽ നിന്ന് ഈ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്ത് പുറത്തെടുക്കാൻ സാധിച്ചത്. കാരണം ദീസ് ഓൾ തിങ്സ് ആർ ബയോമോളിക്യൂൾ, ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. അപ്പോൾ അവരെ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതൊരു 5 വർഷത്തെ സ്റ്റഡിക്ക് ശേഷമാണ് ആദ്യമായി പുറത്തെടുത്ത് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത എൻസൈമിൻ്റെ പേരാണ് HindII. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിംഗ് പ്രോസസ്സാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിംഗ് പ്രോസസ്സ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ ഐ വിൽ ടെൽ യു. കാരണം ഈ ഗാട്ട് TCയിൽ, അതായത് GAAT TCയിൽ വർക്ക് ചെയ്യുന്ന ഏത് എൻസൈമാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എൻസൈം നമ്മൾ ഏത് ബാക്ടീരിയയിൽ നിന്നാണോ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ആ ബാക്ടീരിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നെയിം തന്നെയാണ് ആ എൻസൈമിന് ലഭിക്കുന്നത്. സോ അതിന് നമുക്ക് ആ നെയിമിംഗ് പ്രോസസ്സ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇവിടെ നെയിമിംഗ് ഓഫ് the restriction enzymes will be done പ്രോക്യാരിയോട്ടിക് സെല്ലുകളിൽ നിന്നും മാത്രം. അതായത് ബാക്ടീരിയ സെല്ലുകളാണ് ആര്, പ്രോക്യാരിയോട്ടിക് സെൽസ്. ഓക്കെ, പ്രോക്യാരിയോട്ടിക് സെല്ലുകളിൽ നിന്നും മാത്രമാണ് നമുക്ക് എന്താ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ റെസ്ട്രിക്ഷൻ എൻസൈംസുകളെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ദ നെയിമിംഗ് പ്രോസസ്, ഞാനൊരു എൻസൈമിനെ ഈക്വലൈ എന്ന് പറയുന്നത് എസ്കെറിഷ്യ കൊളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എൻസൈമിന് ഞാൻ എങ്ങനെ ഇതിന് പേര് നൽകുക എന്നുള്ളത്. ഓക്കെ, സോ അത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫ്രം എസ്കെറിഷ്യ കൊളൈ. ഓക്കെ, എസ്കെറിഷ്യ കൊളൈ ഇതൊരു സയൻറ്റിഫിക് നെയിമാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു അണ്ടർലൈൻ. എസ്കെറിഷ്യ കൊളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയം, ദിസ് എ ബാക്ടീരിയം. ഓക്കെ, ഫ്രം ദിസ് ബാക്ടീരിയം വി ആർ ഐസൊലേറ്റിംഗ് വൺ എൻസൈം ആൻഡ് ഇതിനെ എങ്ങനെ നമുക്ക് ആ എൻസൈമിന് എങ്ങനെ പേര് നൽകാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് ICOR1 എന്ന പേരിലാണ് ആ എൻസൈം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ഓഫ് ദിസ് നെയിം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എസ്കെറിഷ്യ. ഈ ഇൻഡിക്കേറ്റിംഗ് ദ ജീനസ് നെയിം ഓഫ് ദ ബാക്ടീരിയം. ഓക്കെ, ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ദ ജീനസ് നെയിം ഓഫ് ദ
ബാക്ടീരിയം. ഏത് ബാക്ടീരിയയിൽ നിന്നാണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്തത് ആ ബാക്ടീരിയത്തിൻ്റെ ജീനസ് നെയിമാണ് ഫസ്റ്റ് ലെറ്ററായ ഇ. ഇനി രണ്ടാമത്തെ രണ്ട് ലെറ്ററുകൾ കാണാം, അതായത് CO എന്ന് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഈ രണ്ടാമത്തെ സെക്കൻഡ് 2 ലെറ്റേഴ്സ്, ഓക്കെ, സെക്കൻഡ് 2 ലെറ്റേഴ്സ് ആർ ഇൻഡിക്കേറ്റിംഗ് the species or the specific. ഓക്കെ, ഏത് സ്പീഷീസിൽ നിന്നാണോ നമ്മൾ ഈ എൻസൈം എക്സ്ട്രാക്ട് ചെയ്തത് ആ സ്പീഷീസിൻ്റെ നെയിമാണ് രണ്ടാമത്തെ 2 ലെറ്റേഴ്സിൽ വരുന്നത്. അതായത് കോ എന്ന് ഉദ്ദേശിക്കുന്നത് എസ്കെരിഷ്യ കോളി, കോളൻ ബാക്ടീരിയ എന്നുള്ള കോളിയിൽ നിന്നാണ് വരുന്നത്. ഇനി R എന്ന് പറയുന്ന ലെറ്റർ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഏത് സ്ട്രെയിൻ ആണ്. RY13 എന്ന് പറയുന്ന എസ്കെരിഷ്യ കൊളൈ, RY13 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ എൻസൈം ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയമാണ്. ഓക്കെ, സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയം ആൻഡ് ദാറ്റ് ഈസ് റഫ് സ്ട്രെയിൻ എന്നുള്ള മീനിങ്ങിലാണ് R എന്ന ലെറ്റർ വരുന്നത്. ഓക്കെ, ഇനി കാണുന്നത് നമ്മൾ 1 എന്ന റോമൻ ലെറ്റർ നമ്പർ കാണുന്നുണ്ട്. ഓക്കെ, ദിസ് എ റോമൻ നമ്പർ. ഈ റോമൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഓർഡർ ഓഫ് എൻസൈംസ് വി ഹാവ് ഐസൊലേറ്റഡ് ഫ്രം ദിസ് സെയിം ബാക്ടീരിയ. ഈ ബാക്ടീരിയയിൽ നിന്ന് ഈ എക്കോ R1 എന്ന എൻസൈം മാത്രമല്ല പല റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഓർഡർ ഓഫ് എൻസൈം ആണ് എന്തുദ്ദേശിക്കുന്നത്, ഈ റോമൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ ഓർഡർ ഓഫ് എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയം. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം എക്കോ R5. ഓക്കെ, അതിൻ്റെ അർത്ഥം കുറേ അധികം റെസ്ട്രിക്ഷൻ എൻസൈംസ് ആരിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈക്വലയിൽ നിന്ന് തന്നെ ഒന്നിലധികം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് മറ്റൊരു രീതിയിൽ NCERT ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 230ഓളം സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയയിൽ നിന്ന് 900 എൻസൈംസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം 230 ബാക്ടീരിയയിൽ നിന്ന് 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഐസൊലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വേറൊന്നുമല്ല, ഒരേ ബാക്ടീരിയ തന്നെ ഒന്നിലധികം റെസിസ്റ്റന്റ് എൻസൈംസ് നൽകുന്നുണ്ടെന്നാണ്. ഓക്കെ, ഐ ഹോപ്പ് ദ നെയിമിംഗ് പ്രോസസ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഓക്കെ, എക്കോ R1. ഇനി ഈ എക്കോ R1 വെച്ച് തന്നെയാണ് NCERT എന്ത് ക്ലിയർ ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അവരുടെ വർക്കിംഗ് മെക്കാനിസം ഓക്കെ എങ്ങനെയാണെന്ന് പറയുന്നത്. ഈ എക്കോ R1 സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീൻ സീക്വൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ജീൻ എന്ന് പറയുന്നില്ല, DNA സീക്വൻസസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അതിലാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, ആ സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസസിനെയാണ് പാലിൻഡ്രോം സീക്വൻസസ് എന്ന് നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ വർക്കിംഗ് മെക്കാനിസം. മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈംസ് ഫസ്റ്റിൽ നമ്മൾ അറിയേണ്ട ഒന്നാണ്, ദേ വിൽ ബി വർക്കിംഗ് ഓൺ എ സ്പെസിഫിക് സീക്വൻസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസിലാണ് ഇവർ വർക്ക് ചെയ്യുക. അതിൽ NCERT പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒരു എൻസൈം DNA ലെങ്ത്, ഓക്കെ, DNA ലെങ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുന്നതുമാണ്. ഓക്കെ, സോ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത എൻസൈം, ഓക്കെ, വെനെവർ വി ആർ ഒബ്സർവിങ്, ഈ ബാക്ടീരിയോഫേജിൻ്റെ DNA ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെയൊക്കെയാണ് എക്സാക്ട്ലി വെയർ ദോസ് എൻസൈംസ് ആർ കട്ടിങ്, അതേപോലെ തന്നെ അതേ സീക്വൻസസിൽ തന്നെയാണ് വീണ്ടുമുള്ള മറ്റുള്ള DNA കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴും അതേ എൻസൈംസ് കട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എൻസൈംസ് എല്ലാവരും ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു എൻസൈമിനുള്ള സീക്വൻസ് ആയിരിക്കണമെന്നില്ല മറ്റൊരു എൻസൈംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എൻസൈമാണ്, ഇപ്പോൾ എക്കോ R1 ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസ് ഉണ്ട്, അതിൽ തന്നെയായിരിക്കും അതെപ്പോഴും ഡൈജഷൻ നടത്തുക. ഓക്കെ, സോ നമുക്ക് ഇനി സ്പെസിഫിക് DNA സീക്വൻസ് ഉണ്ട്. ഈ DNA സീക്വൻസിനെയാണ് നമ്മൾ പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത് ഐ ഹോപ്പ്
എല്ലാവർക്കും അറിയാമായിരിക്കും പാലിൻഡ്രോം എന്താണെന്ന് അല്ലേ. NCERT ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മലയാളം എന്ന വാക്കാണ് അതിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ. സോ ആ മലയാളം എന്ന വാക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ വായിച്ചാലും അത് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡായിട്ട് ഈ മലയാളം സ്പെല്ലിംഗ് വായിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, സെയിം സ്പെല്ലിംഗ് തന്നെയാണ്, ലെറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകളെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് പറയുക. അത് DNA സീക്വൻസുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഓക്കെ, DNA പ്രത്യേകത അത് ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ. അത് രണ്ട് ആൻറ്റി പാരലലി റൺ ചെയ്യുന്ന രണ്ട് സ്ട്രാൻഡുകളുണ്ട് DNAക്ക്. അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡുകളെ വെച്ച് അതിനകത്ത് നൈട്രജൻ ബേസുകളുടെ സീക്വൻസസ് ഇങ്ങനെ പോവാണ്. സ്പെല്ലിംഗ് പോലെ എന്താണ്, ഈ നൈട്രജൻ ബേസസിൻ്റെ സീക്വൻസസ് ആണ്. ഓക്കെ, അത് രണ്ട് സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പാലിൻഡ്രോമിനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പാലിൻഡ്രോമിനെ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ് കുട്ടികളെ. നമ്മളൊരു ഇംഗ്ലീഷ് പാലിൻഡ്രോം വായിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും സെയിം സ്പെല്ലിംഗ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഒരു DNA സീക്വൻസ് വായിക്കുമ്പോൾ 5' to 3' നിങ്ങൾ ഒരു സ്ട്രാൻഡിൽ വായിക്കുകയാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും 5' to 3' ഡയറക്ഷനിൽ തന്നെ DNA സീക്വൻസുകൾ വായിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ 5' 3' ഡയറക്ഷൻസ് ആണ്. അതിനുശേഷം അതിൻ്റെ പാലിൻഡ്രോം സീക്വൻസസ് കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നാൽ ദീസ് ആർ ദ DNA സീക്വൻസസ്. ഓക്കെ, ഈ DNA സീക്വൻസസ് ചിലപ്പോൾ 4 to 6 ബേസ് പെയർസ് ആകാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെൻ വി ആർ റീഡിങ് ഫ്രം ഓൺ ബോത്ത് ദ സ്ട്രാൻഡ്. ഓക്കെ, രണ്ട് സ്ട്രാൻഡിലും റീഡിങ് ഓറിയൻറ്റേഷൻ സെയിം ആക്കി വയ്ക്കുക. ഓക്കെ, സോ ഹൗ വി ക്യാൻ സേ ദിസ് ആസ് ബൈ കീപ്പിംഗ് ദ ഓറിയൻറ്റേഷൻ സെയിം ഓൺ ബോത്ത് സ്ട്രാൻഡ്. ഓക്കെ, ബൈ കീപ്പിംഗ് ദ ഓറിയൻറ്റേഷൻ on both the strands same. ഓക്കെ, ഓരോ സ്ട്രാൻഡിലും നമ്മൾ ഓറിയൻറ്റേഷൻ കറക്റ്റ് സെയിം ആയിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട് എ പാലിൻഡ്രോം സീക്വൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതുന്നതാണ് എന്ത്, അത് DNAയുടെ ലെങ്ത് വായിച്ച ശേഷമാണ് ഓരോ എൻസൈം അതിൻ്റെ പാലിൻഡ്രോമുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇക്കോ R1 റീഡ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇക്കോ R1 ഓൾവേസ് മേക്ക് ദ ഡൈജഷൻ അല്ലെങ്കിൽ കട്ട് ഉണ്ടാക്കുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് നമ്മൾ കോമൺലി പറയുന്നത് എന്താണ്, മോളിക്കുലർ സിസേഴ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ മോളിക്കുലർ നൈഫ് എന്നും പറയാറുണ്ട്. കാരണം ഇവരൊരു സ്പെസിഫിക് സീക്വൻസിൽ നിന്ന് കട്ട് ചെയ്യും, അതുകൊണ്ടാണ് ഇവരെ സിസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എക്കോ R1 അങ്ങനെ ഒരു മോളിക്കുലർ സിസറായി വർക്ക് ചെയ്യുമ്പോൾ ഏത് സീക്വൻസിലാണ് വർക്ക് ചെയ്യുക? ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ 5' to 3' ഡയറക്ഷനിലേക്ക് ഞാൻ എഴുതുകയാണ്. ഓക്കെ, 5' to 3' ഡയറക്ഷൻ GAATTC എന്ന സീക്വൻസിലാണ് ഒരു സ്ട്രാൻഡിൽ ഞാൻ എഴുതി. അപ്പോൾ ഞാൻ നേരത്തെ പാലിൻഡ്രോം എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് സ്ട്രാൻഡിലും ഇത് ആൻറ്റി പാരലൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡുകളാണ്. രണ്ട് സ്ട്രാൻഡിലും ബൈ കീപ്പിംഗ് ദ ഓറിയൻറ്റേഷൻ സെയിം വി ഹാവ് ടു റീഡ് എന്നാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്ട്രാൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, അതായത് ഇവിടെയാണ് 5'. ഈ എൻഡിലാണ് 3' എൻഡ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. GAATTC. ഓക്കെ, സോ ഈ രണ്ട് സ്ട്രാൻഡുകളിലും ഒരേ സീക്വൻസസ് ആണ് വന്നിരിക്കുന്നത്. GAATTC എന്നുള്ള രണ്ട് സ്ട്രാൻഡിലും ഒരേ സീക്വൻസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വർക്ക് ചെയ്യുന്ന മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്. ഇവർ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്ന് ബ്ലണ്ട് എൻഡ് മേക്കിങ്ങും മറ്റൊന്നൊരു സ്റ്റിക്കി എൻഡ് മേക്കിംഗ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ സ്റ്റിക്കി എൻഡ് മേക്കിങ്ങും അതുപോലെ തന്നെ ബ്ലണ്ട് എൻഡ് മേക്കിംഗ് എൻഡുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സീ ഹിയർ മെക്കാനിസം ചെക്ക് ചെയ്യുകയാണെങ്കിൽ NCERT തന്നിരിക്കുന്നതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്കോ R1 വെച്ച് തന്നെ അവർ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ദേ ആർ എക്സ്പ്ലെയിനിങ്, ഇതിപ്പോൾ നമ്മുടെ ഒരു DNA സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ഈസ് എ DNA സീക്വൻസ്. സോ ഇവിടെ GAATTC എന്നുള്ള 5' to 3' ഡയറക്ഷൻ ഞാൻ ഇതെടുത്തിരിക്കുന്ന ഒരു ക്ലോണിങ് വെക്ടറിലാണ്. ഓക്കെ, ക്ലോണിങ് വെക്ടർ ആണ് ഞാൻ ചെക്ക് ചെയ്തത്. അതിൽ GAATTC എന്നുള്ളത്
5' to 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിലും ഇത് തന്നെ ഇതേ റെസ്ട്രിക്ഷൻ എൻസൈംസ് തന്നെ യൂസ് ചെയ്യണം, എങ്കിലാണ് അവർ സ്റ്റിക്കി എൻഡുകൾ കോംപ്ലിമെൻ്ററി ആയിട്ട് വരിക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൽ, ഓക്കെ, ഒരു ഡോണർ ജീൻ എന്ന് പറയാം, ജീൻ ഓഫ് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത് നോക്കാം. ഇഫ് യു സീ ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതിലും ഗാട്ട് ടി സി എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് കാണാം. സോറി, ഓക്കെ, ഇത് 5' to 3' ഡയറക്ഷനിലാണ് നമ്മൾ എപ്പോഴും ഇത് വായിക്കും. ഓക്കെ, 5' to 3' ഡയറക്ഷൻ. ഇതിങ്ങനെ DNA പോവുകയാണ്, ലോങ് സ്ട്രാൻഡ് ഓഫ് DNA. ഇനി ഇവരിൽ ഇവിടെ എഴുതുക ഗാട്ട് ടി സി എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, 5' to 5', 3' എൻഡുകൾ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ സ്ട്രാൻഡുകൾ. ഓക്കെ, ആൻറ്റി പാരലൽ. ഇനി നമ്മുടെ എക്കോ R1 എന്ന എൻസൈം വർക്ക് ചെയ്യുന്നത് ഇക്കോ R1ൻ്റെ പാലിൻഡ്രോം സീക്വൻസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, GAATTC എന്ന് പറയുന്നത് എക്കോ R1ൻ്റെ പാലിൻഡ്രോം സീക്വൻസ് ആണ്. എപ്പോഴും എക്കോ R1 കട്ട് ചെയ്യുന്നത് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോം എന്നാണ്. അതായത് ഈ DNA നടുക്ക് നിന്ന് മാറി, സെൻറ്ററിൽ നിന്ന് മാറി, അത് ബിറ്റ്വീൻ ദ G ആൻഡ് A എന്ന് പറയുന്നത് ഇവിടെ ഈ ലൊക്കേഷനിലാണ് ഇവർ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ബിറ്റ്വീൻ G ആൻഡ് A എന്നുള്ള രീതിയിൽ ഇവർ കട്ട് ചെയ്യാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ അടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിനകത്തും ജിക്കും എക്കും ഇടയ്ക്ക് ഒരു കട്ടുണ്ടാക്കുന്നു, ജിക്കും എക്കും ഇടയ്ക്ക് മറ്റൊരു കട്ടും ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഓക്കെ, ക്ലോണിങ് വെക്ടറിൽ നിന്ന് നമുക്ക്, ഓക്കെ, ഇവിടെ G സ്റ്റിൽ കണക്റ്റഡ് ടു C, പക്ഷേ എന്ത് സംഭവിച്ചെന്നാൽ T A എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്, അതായത് DNA എൻഡിങ് പോർഷനിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഇവർ ഡൈജസ്റ്റ് ചെയ്തു. ആ മുകളിലുണ്ടായിരുന്ന ബാക്കി ഭാഗം അത് നമുക്ക് ആവശ്യമില്ല. സോ ദാറ്റ് ഈസ്, അല്ലെങ്കിൽ അതങ്ങനെ ഓപ്പൺ ചെയ്യാറ്. ക്ലോണിങ് വെക്ടർ ഒരു പ്ലാസ്മിഡ് ആണെങ്കിൽ, സർക്കുലർ DNA ആണെങ്കിൽ നമ്മൾ വാച്ച് ഓപ്പൺ ചെയ്യുന്ന പോലെ സർക്കുലർ DNA ബിക്കമിങ് ഓപ്പൺ ആൻഡ് ഒരു സിംഗിൾ ലൈൻ പോലായി മാറുക. ഓക്കെ, സോ ഇപ്പോൾ ഇത് ഈ ജിക്കും എക്കും ഇടയ്ക്ക് ഒരു കട്ടുണ്ടാക്കി ആൻഡ് ദേ മെയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റിക്കി എൻഡ്സ്. ഓക്കെ, ഇനി അടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിൽ ഇതുപോലെ തന്നെ ഇവർ ജിക്കും എക്കും ഇടയ്ക്ക് രണ്ട് ഭാഗത്തും കട്ടുണ്ടാക്കുകയാണ്. നമുക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ AATT എന്നുള്ളത് ഇവിടെ കിട്ടണം. ഓക്കെ, സോ വി വിൽ ബി മേക്കിംഗ് ദിസ് ലൈക്ക്, ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് AATT എന്നുള്ളതാണ്. ഓക്കെ, AATT, ഈ സിയും ഈ ജിയും സ്റ്റിൽ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ഈ തൈമിൻ ഈ എയുമായും, അതുപോലെ ഈ തൈമിൻ ഈ അഡിനുമായും, ഈ അഡിനിൻ ഇവിടെയുള്ള തൈമിനുമായും, രണ്ടാമത് അഡിനിൻ രണ്ടാമത് തൈമിനുമായിട്ട് കോംപ്ലിമെൻ്ററി ബേസ് പെയറുകളാണ്. ഓക്കെ, സോ ഇവർക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാക്കി റീലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചുകളെ നമ്മൾ സ്റ്റിക്കി എൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും സ്റ്റിക്കി എൻഡുകളാണ്. സോ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിലും മറ്റൊന്ന് ക്ലോണിങ് വെക്ടറിലുമാണ്. ലേറ്റർ എന്ത് ചെയ്യാണ്, ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും ക്ലോണിങ് വെക്ടറുകളെയും തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യിക്കും അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, ഒരു റീകോമ്പിനൻ്റ് DNA കിട്ടും. ഇങ്ങനെ വരുമ്പോൾ കാണാം സോ ഇവിടെ തൈമിൻ ഉണ്ടായിരുന്നു, രണ്ട് അഡിനിൻ ഉണ്ടായിരുന്നു, ആ ഭാഗത്തുനിന്ന് രണ്ട് അഡിനിനും രണ്ട് തൈമിനും, ഇവർ തമ്മിലിങ്ങനെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ ചെയ്യുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യിക്കാനായിട്ട് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിന് എളുപ്പമാണ്.
ഓക്കെ. ഈ സ്റ്റിക്കി എൻഡ്, ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ ഇവർ തന്നെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് വഴി ഉണ്ടാക്കുമ്പോഴേക്കും ഈ DNA സ്ട്രാൻഡുകളെ തമ്മിൽ റീലിങ്ക് ചെയ്യിച്ച് ഒരു റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കാനായിട്ട് DNA ലിഗേസിനെ സഹായിക്കുന്ന ഒരു എൻസൈം കൂടിയായിട്ട് നമുക്ക് എന്ത് കരുതാം? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കരുതാം. ഓക്കെ, ബൈ മേക്കിംഗ് ദ സ്റ്റിക്കി എൻഡ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് write the palindromic nucleotide sequence for the following sequence of DNA segment. I hope it is clear for all of you. GAA TTC എന്ന് പറയുന്ന 5' to 3' നമ്മൾ വായിക്കുമ്പോഴേക്കും 3' ഡയറക്ഷൻ നമ്മൾ വായിക്കുമ്പോഴേക്കും കിട്ടുന്ന പാലിൻഡ്രോം സീക്വൻസ് ഓൾറെഡി ഞാൻ എഴുതി. അത് എക്കോ R1 എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഒരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ദാറ്റ് റെക്കഗ്നൈസ് ദി സീക്വൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. എക്കോ R1 എന്ന് പറയുന്ന എൻസൈമാണ് ഈ പാലിൻഡ്രോം സീക്വൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഡൈജഷൻ അല്ലെങ്കിൽ കട്ടുണ്ടാക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ആർ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ്, മെൻഷൻ ദെയർ റോൾ. ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്നത് പാലിൻഡ്രോം സീക്വൻസസിൻ്റെ സെൻറ്ററിൽ നിന്ന് എവേ ഫ്രം ദ സെൻറ്റർ ആണ് ഇവർ വർക്ക് ചെയ്യുക. എന്നിട്ട് ഇഫ് ഇറ്റ് ഈസ് എക്കോ R1 ബിറ്റ്വീൻ G ആൻഡ് A എന്നുള്ള രീതിയിൽ അവർ കട്ടുണ്ടാക്കുന്നു. അങ്ങനെ രണ്ട് ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റിക്കി എൻഡ്സുകൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അത് മെൻഷൻ ദെയർ റോൾ, എന്താണ് ഈ സ്റ്റിക്കി എൻഡുകളുടെ റോൾ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റിക്കി എൻഡുകൾ എന്തിനു സഹായിക്കുന്നു? കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. ഓക്കെ, ആ കോംപ്ലിമെൻ്ററി ഹൈഡ്രജൻ ബോണ്ടുകൾ വഴി ഇവർക്ക് കണക്ട് ചെയ്യാനും അതുവഴി DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അത് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാക്കേണ്ട ആ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദ DNA ലിഗേസ് ബിക്കേം വെരി ഈസി. അത് കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കുകയാണ് ഈ സ്റ്റിക്കി എൻഡുകൾ വഴി ചെയ്യുന്നത്. അതുവഴി നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ക്ലോണിംഗ് വെക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു അഷുറൻസും ഈ സ്റ്റിക്കി എൻഡുകൾ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. Okay, so I hope this all the three divisions of the question is clear for all of you. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ജെൽ ഇലക്ട്രോഫോറസിസ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴേക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യമായി ചോദിക്കുന്നത് കണ്ടു. ഓക്കെ, സോ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓൺ വിച്ച് ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക് വർക്ക്സ് ആൻഡ് റൈറ്റ് ഇൻ എ ടു വേ ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ത്രൂ ദിസ് ടെക്നിക് ക്യാൻ ബി യൂട്ടിലൈസ്. NCERT-യിൽ ഇങ്ങനെയുള്ള അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ യൂസ് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകും നമ്മൾ ആഫ്റ്റർ ഡൂയിങ് ദ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആ ജീൻ അഥവാ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പിന്നീട് ക്ലോണിംഗ് വെക്ടറിലേക്കോ അല്ലെങ്കിൽ PCR-ലേക്കോ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യിച്ചിട്ട് അത് ഹോസ്റ്റിലേക്ക് കൊടുക്കുന്നു. റീകോമ്പിനൻ്റ് DNA-ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ്ലി NCERT-യിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ബോർഡിന് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം ആദ്യം എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന മെക്കാനിസം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് സീ അബൌട്ട് ദ ജെൽ ഇലക്ട്രോഫോറസിസ് മീൻസ് വാട്ട്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുമായിരിക്കും ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന മെക്കാനിസം അല്ലേ. ഇതിൽ നമ്മൾ ബയോടെക്നോളജി ബയോളജിയിലും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ജെൽ ഇലക്ട്രോഫോറസിസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ പറയുന്ന ജെൽ എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇത് പറയുന്നത് അഗാറോസ് ജെല്ലാണ്. ഓക്കെ, ഇതിൽ പറയുന്ന ജെല്ലാണ് അഗാറോസ് ജെൽ. എന്താണ് ഈ അഗാറോസ് ജെൽ? ഓക്കെ, ഡയറക്റ്റ്ലി NCERT പറഞ്ഞിരിക്കുന്ന അഗാറോസ് ജെൽ അത് എന്താണെന്നൊരു ഐഡിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. NCERT അങ്ങനെയാണ് മിക്കപ്പോഴും എല്ലാം ഒന്നും വ്യക്തമായി പറഞ്ഞു തരില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒന്ന് അഗാറോസ് ജെൽ എന്താണെന്നൊന്ന് വ്യക്തമാക്കാം. ഓക്കെ, അഗാറോസ് ജെൽ എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് തന്നെയാണ്, ഒരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഇത് നമ്മൾ സീ വീഡുകളിൽ നിന്നാണ്, അത് റോഡോഫൈസി എന്ന് പറയുന്ന റെഡ് ആൽഗ പോലെയുള്ള സീ വീഡുകളിൽ നിന്നാണ് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. സോ ഇത് സാധാരണയായി അഗാർ എന്നാണ് നമ്മളിങ്ങനെ സീ വീഡുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് പഠിച്ചുള്ളത്. പക്ഷേ അഗാർ അല്ല, ഇത് അഗാറോസ് ആണ്. ഓക്കെ, സോ അഗാറും അഗാറോസും തമ്മിലുള്ള വ്യത്യാസം, അഗാറിൽ നിന്ന് ഒരു കോമ്പോണൻ്റ് എടുത്ത് മാറ്റി പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിനെ എടുത്ത് മാറ്റിയ ശേഷം ഒരു ഫിൽറ്ററിങ് മെക്കാനിസം അല്ലെങ്കിൽ സീവിങ് പോലെ ആക്കിയ ഒരു അഗാറാണ് അഗാറോസ്. ഓക്കെ, സോ ഇതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് എ പോളിസാക്കറൈഡ്
നമ്മളിത് എടുക്കുന്നത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇത് നമ്മൾ സീ വീഡുകളിൽ നിന്നാണ് ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സീ വീഡ്സിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, റോഡോഫൈസി എന്നുള്ള റെഡ് ആൽഗെ പോലുള്ള സീ വീഡ്സ്. ഇനി നോക്കാം, ഈ അഗാറോസ് ജെൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഫിൽറ്ററിങ് മെക്കാനിസം, ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതിനർത്ഥം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന മെക്കാനിസം ഒരു സീവിങ് ഇഫക്റ്റ് നൽകുന്ന അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഓക്കെ, സോ ഈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിനകത്ത് എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെസ്ട്രിക്ഷൻ എൻസൈം ഓക്കെ ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ പലതായി കട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന DNA ഫ്രാഗ്മെൻറ്റ്സിൽ ഒന്ന് നമുക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്? ഇറ്റ്സ് എ സെപ്പറേഷൻ ടെക്നിക്കാണ്. ഓക്കെ, ഈ എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷൻ കഴിഞ്ഞാൽ ആ ഡൈജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാണ്ടഡ് അൺവാണ്ടഡ് ആയിട്ടുള്ള DNA സീക്വൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള DNA മാറ്റി നമുക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേഷൻ ടെക്നിക്കാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, സോ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് എ സെപ്പറേഷൻ ടെക്നിക്. ഓക്കെ, agarose gel electrophoresis is a separation technique. Okay, ഇനി സെപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും മൂവബിലിറ്റി ആവശ്യമാണ് അല്ലേ. സോ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് DNA ആണ്. DNA എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, ഒരു കെമിക്കൽ വിച്ച് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എ സെല്ലാണ്. ഒരു സെല്ല് വളരെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് അല്ലേ. അങ്ങനെയുള്ളൊരു വളരെ ചെറിയ ഒരു സെല്ലിനകത്തിരിക്കുന്ന ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ വിച്ച് ഡൈജസ്റ്റഡ് ബൈ ആൻ എൻസൈം നമുക്കിനി സെപ്പറേറ്റ് ചെയ്യണം. സോ അങ്ങനെയുള്ള DNA മൂവ് ചെയ്യിക്കണം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴിയാണ് ഈ സെപ്പറേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ഈ DNA എങ്ങനെ മൂവ് ചെയ്യിക്കാം, അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് DNAക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൻ്റെ ഫോസ്ഫോറിക് ആസിഡിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ അതിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചാർജ്ഡ് മോളിക്യൂളുകളെ സെപ്പറേറ്റ് ചെയ്യിക്കാനുള്ള സെപ്പറേഷൻ ടെക്നിക്കാണ് എന്ത്? ഇലക്ട്രോഫോറസിസ്. അപ്പോൾ DNAക്ക് എല്ലാ ഫ്രാഗ്മെൻറ്റിലും, അതായത് വലിയ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNAയിലും ചെറിയ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNAയിലും സെയിം ചാർജ് തന്നെയാണുള്ളത്, അതായത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതുങ്ങൾ എങ്ങനെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് എല്ലാവരും നീങ്ങത്തില്ലേ? എല്ലാവരും മുന്നോട്ട് നീങ്ങും അല്ലേ. എല്ലാവരും പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇവിടെയാണ് അഗാറോസ് എന്ന് പറയുന്ന മെട്രിക്സ് അഥവാ മീഡിയത്തിൻ്റെ ഉപയോഗം. ഓക്കെ, ഈ മെട്രിക്സ് എന്തായിട്ട് വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞില്ല. അഗാറോസും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അഗാറോസ് എന്ന് പറയുന്നത് അഗാറിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് പ്യൂരിഫിക്കേഷൻ മെക്കാനിസം നടത്തി അതിനകത്തുള്ള പെക്റ്റിനെയൊക്കെ റിമൂവ് ചെയ്ത് ഒരു സീവ് ആക്കി മാറ്റിയിരിക്കുക, ഒരു മെഷാക്കി മാറ്റിയിരിക്കുക, നെറ്റ് പോലെ ആക്കി. എന്നിട്ട് ഇതിനകത്തുകൂടിയാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? DNA നമ്മൾ മൂവ് ചെയ്യിക്കാൻ പോകുന്നത്. സോ ത്രൂ ദ medium DNA fragments all will move towards the anode. ഇനി ആനോഡിലേക്ക് DNA ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യിക്കുക? നീക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രാഗ്മെൻ്റ് ആണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അത് ആനോഡിന് വളരെ അടുത്തെത്തി നിൽക്കും. ബാക്കിയുള്ള ലാർജ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA വിച്ച് വി ഡോണ്ട് നീഡ്. അതുപോലെ തന്നെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇൻ ഡൈജഷൻ നടക്കുന്നതിൽ ഫെയിലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൺഡൈജസ്റ്റഡ് DNA ഇതിനെയൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ലോഡ് ചെയ്ത DNA ലോഡ് ചെയ്ത കാഥോഡിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നതായി കാണാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ആണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് യു പീപ്പിൾ അണ്ടർസ്റ്റുഡ് അഗാറോസ് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ എന്താ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇവരെ മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാൻ സാധിക്കും DNA മോളിക്യൂൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ്. ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് നമുക്കിവരെ മൂവ് ചെയ്യിക്കാം. ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് നമ്മളിവരെ മൂവ് ചെയ്യിക്കും. ഓക്കെ, ഓൾറെഡി ഡൈജഷൻ നടത്തി വെച്ചിരിക്കുന്ന DNA ഫ്രാഗ്മെൻറ്റ്സിനാണ് മൂവ് ചെയ്യിക്കുക. അപ്പോൾ അഗാറോസിൻ്റെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ
ഇതാണ് അഗാറോസിൻ്റെ ഡയഗ്രാം NCERT-യിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു റഫ് ഡയഗ്രാം വരയ്ക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെല്ലുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെല്ലിലാണ് നമ്മുടെ സാമ്പിൾ അഥവാ നമ്മുടെ DNA ഡൈജഷൻ നടത്തി വെച്ചിരിക്കുന്ന DNA ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ചെയ്യുന്ന വെൽ അഥവാ 1, 2, 3, 4 ഇങ്ങനെ വെല്ലുകളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ വെൽസ് where we load the DNA. ആക്ച്വലി ഈ ലോഡ് ചെയ്യുന്നത് ഏത് എൻഡായിട്ട് നമ്മൾ കരുതുന്നത്? കാഥോഡ് എൻഡുകളാണ്. ഓക്കെ, പിന്നീട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം DNA മോളിക്യൂൾസ് ആർ മൂവിങ് ത്രൂ ദ അഗാറോസ് മീഡിയം. അങ്ങനെ ആനോഡിനടുത്തേക്ക് ഏറ്റവും ദൂരം സഞ്ചരിച്ച്, ഏറ്റവും ഫാർദർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും ദൂരം സഞ്ചരിച്ച് വന്നിരിക്കുന്ന DNA ഫ്രാഗ്മെൻ്റ് ആണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇതിപ്പോൾ ഒരു അഗാറോസ് ജെല്ലിനകത്തിരിക്കുകയാണ്. ഈ അഗാറോസ് ജെല്ലിൽ നിന്ന് നമ്മൾ ഈ DNA മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എലൂഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴി ഇതിനെ ഐസൊലേറ്റും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് സെപ്പറേഷൻ മാത്രമാണ്. ഇതിൽ നിന്ന് ഐസൊലേറ്റ് അഗാറോസ് ജെല്ലിൽ നിന്ന് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന മെക്കാനിസത്തിൻ്റെ പേരാണ് എലൂഷൻ. ഇതിനെ പുറത്തെടുത്ത് ഐസൊലേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിൻ്റെ പേരാണെന്ത്? എലൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ DNA നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ DNA നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ സാധിക്കില്ല, ദ ട്രാൻസ്പെറൻറ്റ്. അങ്ങനെയുള്ള DNA മോളിക്യൂൾസിന് അപ്പോൾ എലൂഷൻ മെക്കാനിസം വഴി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ. സോ ഈ അഗാറോസ് ജെല്ലിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ DNA മോളിക്യൂൾസിന് അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു ഡൈ ആയിട്ടുള്ള എത്തിഡിയം ബ്രോമൈഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് ഈ എത്തിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ അണ്ടർ ദ UV ലൈറ്റ്, ഓക്കെ, അൾട്രാ വയലറ്റ് റേസിനടിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കും. എപ്പോഴും നമുക്ക് ബോർഡ് എക്സാമിനേഷനും അതുപോലെ നീറ്റ് എക്സാമിനേഷനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏത് ഡൈ ആണ് അവിടെ, സ്റ്റെയിൻ ആണ് അവിടെ യൂസ് ചെയ്തത് എന്നുള്ളത്. നമ്മൾ അതിന് ഉപയോഗിച്ച സ്റ്റെയിൻ ആണ് ആ ബ്രൈറ്റ് ഓറഞ്ച് കളർ നൽകിയത് ആരാണ്? എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ആണ്. ഓക്കെ, ഇത് അണ്ടർ UV റേസിൽ മാത്രമേ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കുള്ളൂ. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് നമ്മുടെ DNA കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അഗാറോസ് എന്ന മീഡിയ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അഗാറോസ് ഇസ് എ മീഡിയം ഓർ ദ മെട്രിക്സ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്കൊന്ന് വരാം. Explain the basis on which gel electrophoresis technique works. ബേസ് എന്താണ്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ദ ടെക്നിക്. ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആയതുകൊണ്ട് DNA ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, ഇനി ചോദിക്കുന്നത് എന്താണ്? Write any 2 ways the products obtained through this technique can be utilized. മക്കളെ, 2 മെത്തേഡ് മാത്രമല്ല, 2 യൂസ് മാത്രമല്ല, ഒരുപാട് യൂസ് ബൈ യൂസിങ് ദിസ് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഹിയർ? ദ പ്രോഡക്റ്റ് ഈസ് ജീൻ. ഇനി നമുക്ക് ഊഹിക്കാമല്ലോ ജീൻ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്നല്ലേ. റീകോംബിനൻ്റ് DNA ടെക്നോളജിയിൽ തന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് RDT റീകോംബിനൻ്റ് DNA ടെക്നോളജിയിൽ തന്നെ ജീനിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതിപ്പോൾ ഒരു ജീനിൻ്റെ ലെങ്ത് അറിയുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ സീക്വൻസുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു RNA വൈറസുകളാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, ആ വൈറസിൻ്റെ RNA അല്ലെങ്കിൽ DNA എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ മെക്കാനിസം വഴി ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് അഥവാ ജീൻ വഴി നമുക്കുണ്ട്. ഓക്കെ, ഇനി ജീൻ മ്യൂട്ടേഷൻസ് പഠിക്കണം. അപ്പോൾ യൂസൊക്കെ നോക്കാം. RDT യൂസ് ചെയ്യാം. മ്യൂട്ടേഷൻ സ്റ്റഡീസ് നടക്കാൻ വേണ്ടിയിട്ട്, മ്യൂട്ടേഷൻ സ്റ്റഡീസ് ഓഫ് ജീൻ നടത്താൻ വേണ്ടിയിട്ട് ആ ജീനെ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഒരു DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. DNA ഫിംഗർ പ്രിൻറ്റിങ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ന്യൂ ബോൺ ബേബീസിലുള്ള ജനറ്റിക് ഡിഫക്റ്റുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ജീൻ ഡിഫക്റ്റുകളെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? നമുക്ക് ഈ സെപ്പറേറ്റ് ചെയ്തെടുത്ത പ്രോഡക്റ്റ് അഥവാ ജീനിനെ യൂസ് ചെയ്യാം.
ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പൽ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ്, അതായത് PBR 322 എന്ന് പറയുന്ന പ്ലാസ്മിഡ് വെക്ടർ, ക്ലോണിംഗ് വെക്ടർ അഥവാ PBR 322 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കാണുന്ന ഒരു PBR 322 എന്ന് പറയുന്ന പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഡയഗ്രമാണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. അത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സെലക്ടബിൾ മാർക്കർ ജീനുകളെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റുകളെ കുറിച്ചോ ഒന്നുമല്ല. ദേ ഹാവ് ആസ്ക്ഡ് സംതിങ് സ്പെസിഫിക്. ലെറ്റ്സ് സീ, explain the importance of ORI and ROP in the equally cloning vector shown in the above given diagram. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു NCERT എല്ലാം അങ്ങനെ വ്യക്തമായി പറഞ്ഞു തരില്ല. സോ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഈ ORI. ORI എന്താണെന്നുള്ളത് NCERT വളരെ വ്യക്തമായി തന്നെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം. ORI എന്ന് പറയുന്നത് എന്താണ്? സോ ഇതാണ് നമ്മുടെ PBR 322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്ടർ എങ്കിൽ, ഇതാണ് നമ്മുടെ വെക്ടർ എങ്കിൽ ഇവിടെയായിട്ട് നമുക്കൊരു സൈറ്റ് കാണാൻ സാധിക്കും. ഇതാണ് ORI. ദിസ് ORI ഈസ് ഇൻഡിക്കേറ്റിംഗ് എന്താണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സി നമ്മുടെ DNA അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ DNA ഒരു കാരണവശാലും എവിടെ നിന്നെങ്കിലും റാൻഡംലി അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ അഥവാ അതിൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. അതിനൊരു സ്പെസിഫിക് സൈറ്റ് ഉണ്ട്. ആ സ്പെസിഫിക് സൈറ്റിൽ നിന്ന് മാത്രമേ എപ്പോഴും അതിൻ്റെ റെപ്ലിക്കേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റുകളുടെ പേരാണ് ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇത് ജസ്റ്റ് ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സൈറ്റ് മാത്രമല്ല, ദിസ് വിൽ ബി കൺട്രോളിങ് യൂണിറ്റ്. അതായത് എത്രമാത്രം കോപ്പി ഇതിനുണ്ടാക്കണം എന്നുള്ള ഐഡിയ കൂടി ആരിലാണുള്ളത്? ഒറിജിനൽ റെപ്ലിക്കേഷനിലാണുള്ളത്. അതായത് നമ്മുടെ ഒരു ക്ലോണിംഗ് വെക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലോണിംഗ് വെക്ടറിൻ്റെ എത്ര കോപ്പി ഉണ്ടാക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന വ്യക്തി ആരാണ്? നത്തിങ് ബട്ട് ORI ആണ്. ഓക്കെ, സോ ഈ ഒറിജിനൽ റെപ്ലിക്കേഷൻ ആണ് നമ്പർ ഓഫ് കോപ്പിയിങ് ഓഫ് ദ DNA ഈസ് കൺട്രോൾഡ് ബൈ ദിസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അതുപോലെ NCERT വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ ലിങ്ക് ദ ഫോറിൻ DNA വിത്ത് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ, ഇതിലേക്കാണ് നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ലിങ്ക് ചെയ്യേണ്ടത്. ലിങ്ക് വിത്ത് ORI എന്നും കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സൈറ്റായിട്ടുള്ള ഇവിടെ തന്നെ നമുക്ക് കാണാം ROP എന്നൊരു സൈറ്റ് ഉണ്ട്. ROP. ഓക്കെ, അതിൽ NCERT ഡയഗ്രത്തിൽ മാത്രമാണ് ഈ ROP എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അവർ ഒന്ന് ജസ്റ്റ് എങ്കിലും മെൻഷൻ ചെയ്യുന്നത്. അതിൽ പറയുന്നത് റെപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാസ്മിഡ് എന്നാണ്. ഓക്കെ, ആക്ച്വലി ഇത് ഒരു ജീനാണ്. ഓക്കെ, സോ എന്താണ് ഈ ROP എന്ന് പറയുന്നത്? റിപ്രസർ ഓഫ് പ്രൈമർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. Repressor of the primer is known as the ROP. Okay, so ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറിൻ്റെ യൂസ് നമുക്കറിയാം. പ്രൈമേഴ്സ് വിൽ ബി യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിങ് ഓർ ഇനിഷ്യേറ്റിംഗ് ദ DNA റെപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഒരു റെപ്ലിക്കേഷൻ്റെ തുടക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഏതോ ഒരു പ്രോട്ടീനാണ് ഈ ROP വഴി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ കൺട്രോൾ the number of copying of DNA. ശരിക്കും പറഞ്ഞാൽ ഒരു റെഗുലേറ്റർ പോലെ, ഒരു കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഇവരുടെ പ്രോട്ടീൻ വർക്ക് ചെയ്യണം. ഓക്കെ, സോ വാട്ട് ദേ ആക്ച്വലി ഡസ്, ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ ഒരുപാട് റെപ്ലിക്കേഷൻ നടത്തി ഒരുപാട് പ്ലാസ്മിഡ്സ് ഉണ്ടാകരുത്. ഓക്കെ, ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ അനാവശ്യമായിട്ട് ഓവറായിട്ടുള്ള ഓവർലോഡിങ് ഓഫ് ദ DNA ഇൻസൈഡ് ദ ബാക്ടീരിയൽ സെൽ ഈസ് കൺട്രോൾഡ് ബൈ ദ ROP. ഓക്കെ, ഓവർലോഡിങ് ഓഫ് ദ റെപ്ലിക്കേഷൻ, ഓവർലോഡിങ് ഓഫ് DNA within the bacterial cell is controlled. Within the bacterium is actually checked by ROP. I hope it is clear for all of you. Okay, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുപോലെ
ബോർഡ് എക്സാമിനേഷന് PBR 322ൻ്റെ സ്ട്രക്ചർ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഈ ROP എന്ന് പറയുന്ന ടോപ്പിക്. അതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സോന്യൂക്ലിയസസ് ആൻഡ് എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, സോ ഇത് നമുക്ക് നോക്കാം. ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം, അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ NCERT പറയുന്നത് ന്യൂക്ലിയസ് ഈസ് എ ബ്രോഡ് ക്ലാസ് ഓഫ് എൻസൈംസ് എന്നാണ്. ഓക്കെ, ഒരു വലിയ ക്ലാസ് ഓഫ് എൻസൈംസ് ആണ് ന്യൂക്ലിയസ്. ഇവരുടെ പ്രത്യേകത ദേ ഡൈജസ്റ്റ് DNA അല്ലെങ്കിൽ ദേ ഡൈജസ്റ്റ് RNA. ന്യൂക്ലിക് ആസിഡിൽ ഡൈജസ്റ്റ് ചെയ്യുന്നവരാണ് ആര്? ന്യൂക്ലിയേസസ്. ഇവർ നമ്മുടെ ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ദീസ് ആർ ക്ലാസ് 3 എൻസൈംസ് അല്ലേ? ക്ലാസ് 3 എൻസൈംസ്. ഹൈഡ്രോലേസസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഈ എൻസൈംസ് എല്ലാവരും വരുന്നത്. ഓക്കെ, ന്യൂക്ലിയേസസ്. ഇവരെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സോന്യൂക്ലിയസ് എന്നും മറ്റൊന്ന് എൻഡോന്യൂക്ലിയസസ് എന്നും. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതിൽ ഞാൻ പറഞ്ഞു ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ എന്ന്. ഓക്കെ, അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ് എന്ന രണ്ട് തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ്സ് വളരെ സിമ്പിളാണ് മക്കളെ. എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു DNA സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഓക്കെ, പോളിന്യൂക്ലിയോടൈഡ് ആണ് ആര്? നമ്മുടെ DNA എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ ഈ എക്സോന്യൂക്ലിയസസ് ആണ് ഒരു എൻസൈം എങ്കിൽ അവരുടെ ടെർമിനൽ റീജിയനിൽ വന്ന് വർക്ക് ചെയ്തിട്ട് ദേ വിൽ റിലീസ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ്സ്. ദേ റിലീസ് വൺ ബൈ വൺ ഓഫ് ദ ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളെ ഇൻഡിവിജ്വലി റിലീസ് ചെയ്യുന്നവരാണ് എക്സോന്യൂക്ലിയസ്. നമുക്കറിയാം റീകോമ്പിനന്റ് DNA ടെക്നോളജി നമുക്ക് ജീനാണ് വേണ്ടത്, ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ്സ് അല്ല. 3 ന്യൂക്ലിയോടൈഡുകൾ നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ് ഓരോരോ അമിനോ ആസിഡുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവരെ നമുക്ക് ആവശ്യമില്ല. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യേകത ദേ വിൽ ബി ഡൈജസ്റ്റ്. ഇതാണ് നമ്മുടെ DNA എങ്കിൽ ദേ വിൽ ബി ഡൈജസ്റ്റിംഗ് വിത്തിൻ ദ DNA. വിത്തിൻ ദ DNA ഡൈജസ്റ്റ്. ഇതാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആസ് എ റിസൾട്ട് വാട്ട് വിൽ ഗെറ്റ്? ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA നമുക്ക് കിട്ടുന്നു. ഈ ഫ്രാഗ്മെന്റിൽ ഒന്ന് വേണമെങ്കിൽ നമ്മുടെ ജീനായിരിക്കാം. ഓക്കെ, സോ എൻഡോന്യൂക്ലിയസസ് ആണ് ജനറലി നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്തതിലേക്ക് പോവാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരു MCQ ക്വസ്റ്റ്യൻ, ഇത്രയും നേരം ഡീറ്റെയിലി പറയായിരുന്നില്ല, അതുകൊണ്ട് ഒരു MCQ ആണ്. സോ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചിരിക്കുക. ഓക്കെ, ദ പോളിമറൈസ് എൻസൈം ജോയിൻ ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ വെക്ടർ DNA. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും വെക്ടർ DNAയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, DNA ലിഗേസസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ DNA എന്ന് പറഞ്ഞു. അല്ല, PCR ടെക്നോളജികളാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNAക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൽ PCR ആണ്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രോഫോറസിസ് യൂസിങ് ഫോർ സെപ്പറേറ്റിംഗ് ദ DNA ഫ്രാഗ്മെന്റ്സ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, പ്ലാസ്മിഡ് DNA ആക്ട് ആസ് വെക്ടർ ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് DNA അറ്റാച്ച്ഡ് ടു. യെസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. PBR 322 പോലെയുള്ള പ്ലാസ്മിഡ് വെക്ടേഴ്സ് ആർ ഹെൽപ്പിംഗ് ഫോർ ട്രാൻസ്ഫറിംഗ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ഹോസ്റ്റ് സെൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. എന്തുകൊണ്ട് ഇത് റോങ് ആയി നോക്കാം. PCR ഈസ് യൂസ്ഡ് ഫോർ ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അല്ല, PCR എന്ന് പറയുന്ന ഒരു ആംപ്ലിഫിക്കേഷൻ മെത്തഡാണ്, ഐസൊലേഷൻ മെക്കാനിസം അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Observe the given sequence of the nitrogen bases on a DNA fragment and answer the following questions. See, basic informations all I have given to all of you in the beginning itself. അതായത് ആദ്യമേ പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ വർക്കിംഗ്, അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 5' to 3' ഡയറക്ഷനിൽ വായിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കാണാം ഗാട്ട് TC. ഈ 5' to 3' ഓൾറെഡി എക്സ്പ്ലെയിൻ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വായിക്കുക. ഓക്കെ, കറക്റ്റ്. ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന എൻസൈമിന്റെ പേര് നിങ്ങൾ തന്നെ പറയൂ. ഈ എൻസൈമിന്റെ പേരാണ് എക്കോ R1 അല്ലേ? നെയിം ദ റെസ്ട്രിക്ഷൻ എൻസൈം വിച്ച് റെക്കഗ്നൈസ് ദിസ് എക്കോ R1. റൈറ്റ് ദ സീക്വൻസ് ആഫ്റ്റർ റെസ്ട്രിക്ഷൻ എൻസൈം. കട്ട് ദ പാലിൻഡ്രോം AATT അല്ലേ? 5' to 3' നമുക്ക് എന്ത് കിട്ടും? കട്ട് ചെയ്ത് കഴിയുമ്പോൾ AATT എന്ന ഫ്രാഗ്മെന്റ്സ് കിട്ടും. ഓക്കെ, ഇനി വൈ ആർ ദ എൻഡ് ജനറേറ്റഡ് ആഫ്റ്റർ ഡൈജഷൻ കോൾഡ് ആസ് സ്റ്റിക്കി എൻഡ്സ്? കാരണം ഇവർക്ക് നമുക്കറിയാം രണ്ടിലും എന്തുണ്ട്?
സ്റ്റിക്കി കോംപ്ലിമെൻ്ററി ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാക്കി അവർക്ക് വീണ്ടും റീലിങ്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരെ സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത മെക്കാനിസം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഓൺ സെയിം തിങ്സ് ആണ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ഹൗ എ ബാക്ടീരിയൽ സെൽ മേഡ് കോമ്പിറ്റന്റ് ടു ടേക്ക് അപ്പ് റിക്കോംബിനന്റ് DNA ഫ്രം ദ മീഡിയം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കുട്ടികൾക്ക് കുറച്ച് ക്ലാരിറ്റി ആവശ്യമുണ്ട് ഇതിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ competency for the bacterial cell. How we can make a bacterial cell to accept the DNA. എന്താണ് ഇതിലെ ട്രബിൾ ആക്ച്വലി? എന്തുകൊണ്ട് ഒരു ബാക്ടീരിയൽ സെല്ലിന് ഡയറക്റ്റ്ലി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ പ്ലാസ്മിഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതിൻ്റെ പ്രത്യേകത DNA എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? DNA ഈസ് എ ഹൈഡ്രോഫിലിക് മോളിക്യൂൾ. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? They are water loving അല്ലേ? They love water. പക്ഷേ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലുകളും പ്ലാസ്മ മെംബ്രെയിൻസ് എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻസ് ആർ ഹൈഡ്രോഫോബിക്. പ്ലാസ്മ മെംബ്രെയിൻസ് വിൽ ബി ഹൈഡ്രോഫോബിക്. അവർക്ക് വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഹേറ്റിംഗ് ആണ്. ഓക്കെ, ഹൈഡ്രോഫോബിക് ദീസ് ആർ. അപ്പോൾ DNA അത്ര ഈസി ആയിട്ട് പ്ലാസ്മ മെംബ്രെയിൻ അകത്തേക്ക് കടത്തിവിടില്ല. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ട്രീറ്റിംഗ് ദ DNA ആൻഡ് ദ സെൽ വിത്ത് എ ഡൈവാലൻ്റ് കാറ്റയോൺ എന്ന് പറയും. ഓക്കെ, ഈ ഡൈവാലൻ്റ് കാറ്റയോണിൻ്റെ മെക്കാനിസം, ഡൈവാലൻ്റ് കാറ്റയോൺ സച്ച് ആസ് കാൽഷ്യം will be used for this purpose. എന്താണ് ഒരു കാൽഷ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ഇത് വരുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, കാൽഷ്യം ന്യൂട്രലൈസസ് ചാർജ്. ആ നെഗറ്റീവ് ചാർജ് ഉള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ DNA നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യിക്കാൻ. സോ ദാറ്റ് ദ DNA വിൽ ബി പ്രസിപ്പിറ്റേറ്റഡ് ഓൺ ദ സെൽ ഓഫ് ദ സെൽ വോൾ ഓഫ് ദിസ് ബാക്ടീരിയം. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റി, മെംബ്രെയിൻ പെർമിയബിലിറ്റി കൂട്ടിയ ആളാണ് ആര്? മെംബ്രെയിൻ പെർമിയബിലിറ്റി കൂട്ടിയ വ്യക്തിയാണ് കാൽഷ്യം. ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ബി ഡൺ? ഈ മെംബ്രെയിൻ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്ത ശേഷം we will be treating the cell with then treat with ice, then heat shock with 42 degrees Celsius. Okay, then again keeping on ice. അതായത് ആ സെല്ലും പ്ലാസ്മിഡും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൾച്ചർ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഐസിൽ വയ്ക്കും, പിന്നെ ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കും, വീണ്ടും ഐസിൽ വയ്ക്കും. ഇത് ഫർദർ എൻഷറിങ് ദാറ്റ് ദ പ്ലാസ്മിഡ് ഈസ് എൻറ്റർഡ് ഇൻസൈഡ് ദ ബാക്ടീരിയൽ സെൽ. ദെൻ ദേ വിൽ ബി, അതായത് മെംബ്രെയിൻ്റെ പുറത്തുള്ള പൊട്ടൻഷ്യാലിറ്റി ഒരു ഇംബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഐസ് ഹീറ്റ് ഐസ് മെക്കാനിസം വഴി അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് മേക്കിംഗ് ദ ബാക്ടീരിയൽ സെൽ കോമ്പിറ്റൻറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുകയാണ്, read the paragraph given below and answer the questions that follow. Enzyme Taq polymerase is extracted from a bacterial microorganism Thermus aquaticus from Yellowstone National Park. Okay, and they are saying like this Taq polymerase successfully replaced the DNA polymerase from E. coli that was being used in PCR earlier, and this shift revolutionized the PCR technique that Taq polymerase after its discovery replaced E. coli DNA. എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് ചോദിച്ചാൽ, ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഡിസ്കവറിയും തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഈ എൻസൈം നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈക്വളെ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ DNA പോളിമറൈസസ്, നോർമൽ DNA പോളിമറൈസസുകളാണ്. ദ പ്രോബ്ലം ഓഫ് ഈക്വളൈ DNA പോളിമറൈസ്, ഈക്വളെ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന നമ്മുടെ കോളൻ ബാക്ടീരിയയാണ്. ഈ നമ്മുടെ അലിമെൻ്ററി കനാലിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈക്വളൈ. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഇറ്റ്സ് മെറ്റബോളിസം ഉള്ള DNA replication will be 37 degrees Celsius might be okay, equal to the normal body temperature. പക്ഷേ ഈ നമ്മുടെ PCR ടെക്നോളജിയിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീനേച്ചുറേഷൻ ആണ്. ആ ഡീനേച്ചുറേഷൻ ടെക്നിക് റിക്വയർഡ് വാട്ട്? ഈ ഡീനേച്ചുറേഷന് ഫസ്റ്റ് സ്റ്റെപ്പാണത്. ഇതിന് വേണ്ടത് ഒരു 94 degrees Celsius ടെമ്പറേച്ചറാണ്. ഈ ഡീനേച്ചുറേഷൻ എന്ത് ആവശ്യം എന്ന് ചോദിച്ചാൽ, DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. DNA റെപ്ലിക്കേഷന് പ്രൈമർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിംഗിൾ സ്ട്രാൻഡുള്ള ആവശ്യമാണ്. അപ്പോൾ ആ സിംഗിൾ സ്ട്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡീനേച്ചുറേഷൻ. ഈ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു?
എൻസൈം നമ്മളിപ്പോൾ ഈക്വലൈഡ് DNA പോളിമറേസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ അതും ഡീനേച്ചർ ചെയ്തു പോകും. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് ഓരോ സിംഗിൾ സൈക്കിൾ കഴിയുമ്പോൾ വീണ്ടും DNA പോളിമറേസ് ആഡ് ചെയ്യണം, വീണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കമ്പൾസൺ വർക്ക്, ഒരു ടെഡിയസ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു, അത് ഒഴിവാക്കി കൊടുത്ത എൻസൈമാണ് ടാക് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം. കാരണം ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ എൻസൈം കാണപ്പെട്ടിരിക്കുന്ന തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു തെർമോഫിലിക് ബാക്ടീരിയയിലാണ്. ഇതിന് ഹീറ്റ് ലവിങ് ബാക്ടീരിയ എന്ന് സിമ്പിളി പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു വലിയ വർക്ക് ഒഴിവായി കിട്ടി. ഇപ്പോൾ 30 സൈക്കിളിന് ശേഷം 1 ബില്യൺ കോപ്പി DNA ഉണ്ടായി എന്ന് പറഞ്ഞതിൽ ആ 30 സൈക്കിൾ ഓരോ തവണയും DNA പോളിമറേസ് ആഡ് ചെയ്യുന്നതിന് പകരം ഒറ്റ തവണ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വർക്ക് വളരെ ഈസി ആക്കി തന്ന എൻസൈമാണ് നമ്മുടെ ടാക് പോളിമറേസ്. ഐ ഹോപ്പ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് കയറേണ്ടതുണ്ട്. ഓക്കെ, കെമിസ്ട്രി നമ്മുടെ അമൃത മാം, നമ്മുടെ പ്രിയപ്പെട്ട മാം വെയിറ്റ് ചെയ്യാണ്. സോ താങ്ക് യു ഓൾ. യെസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പം ബോട്ടണിയിലും സുവോളജിയിലും 2 നല്ല തകർപ്പൻ ക്ലാസ്സുകൾ കേട്ടു. അതുപോലെ ബോട്ടണിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും സുവോളജിയിൽ നമ്മുടെ ബയോടെക്നോളജി ആയിട്ടുള്ള 2 നല്ല എക്സാമിന് ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിലുള്ള ഷോർട്ടായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ +2 ഒരു ഇനോർഗാനിക് ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ബോർഡ് എക്സാമിന് എപ്പോഴും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. when a coordination compound cobalt chloride .6 ammonia is mixed with AgNO3, 3 moles of silver chloride are precipitated per mole of the compound. So അവർ ചോദിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഇങ്ങനെ precipitate ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോർഡിനേഷൻ വിത്ത് ദിസ് മോളിക്കുലർ ഫോർമുല, അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയും IUPAC നെയിമും ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദാറ്റ് കോർഡിനേഷൻ കോംപ്ലക്സ്, ഇങ്ങനത്തെ 3 കാര്യമാണ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കാണാം 3 moles of silver chloride is precipitating when this coordination complex is reacting with the silver nitrate അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഫോർമുല കൊബാൾട്ട് ക്ലോറൈഡ് .6NH3 ആണ്. ഇതാണ് കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇത് സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് 3 moles of silver chloride is precipitating. സോ ഈ സിൽവർ ക്ലോറൈഡ് precipitate ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്ലോറൈഡ് അയോൺ ആണ് ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സത്തെ ക്ലോറൈഡ് അയോൺ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഈ ക്ലോറൈഡ് അയോണും Ag+ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സിൽവർ ക്ലോറൈഡ് precipitate ചെയ്യുന്നത് അല്ലേ. സിൽവർ ക്ലോറൈഡ് ഇങ്ങനെയാണ് precipitate ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് സ്റ്റോഷിയോമെട്രി അപ്ലൈ ചെയ്താൽ കാണാം 1 mole ക്ലോറൈഡ് അയോൺ ഈസ് precipitating 1 mole സിൽവർ ക്ലോറൈഡ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 3 moles, അവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 3 moles സിൽവർ ക്ലോറൈഡ് precipitate ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് 3 moles ഓഫ് ക്ലോറൈഡ് അയോൺ. സോ 3 moles ഓഫ് ക്ലോറൈഡ് അയോൺ ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് കോർഡിനേഷൻ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പുറത്ത് ക്ലോറൈഡ് അയോൺ 3 ക്ലോറൈഡ് അയോൺസ് ഉണ്ട്. ദാറ്റ്സ് വൈ അവർക്ക് ഈസി ആയിട്ട് AgNO3 കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് കൊബാൾട്ട് NH3 6 times Cl3 ഇതായിരിക്കും. ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ആയിരിക്കും. ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് നമുക്ക് ഇവിടെ കാണാം. ഈ 3 ക്ലോറിൻ അയോൺ ഇവിടെ കൗണ്ടർ അയോൺസ് ആണ്. ഇതെന്ത് ചെയ്യും, സിൽവർ നൈട്രേറ്റിന് കൂടെ റിയാക്ട് ചെയ്തിട്ട് 3 moles ഓഫ് AgCl വിൽ ബി precipitating. സോ ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് വിച്ച് ക്യാൻ precipitate 3 moles ഓഫ് സിൽവർ ക്ലോറൈഡ്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, IUPAC നെയിം ഓഫ് ദ കോർഡിനേഷൻ കോംപ്ലക്സ്. സോ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ പേര് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിൻ്റെ കാറ്റയോൺ വേണം പേരെഴുതാൻ. നമ്മൾ നോർമലി എല്ലാ കോമ്പൗണ്ടും പേരെഴുതുന്ന പോലെ തന്നെ ആദ്യം കാറ്റയോൺ പേരെഴുതും, പിന്നെ അതിൻ്റെ ആനയോണിൻ്റെ പേരെഴുതും. സോ ഇവിടെ ഈ കാറ്റയോണിക് പാർട്ട് തന്നെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇവിടുത്തെ ലിഗാൻഡിൻ്റെ പേരെഴുതും. ലിഗാൻഡ് എന്താണ്, NH3, അല്ലെങ്കിൽ ഈ ലിഗാൻഡിൻ്റെ പേര് അമീൻ എന്നാണ്. ഓക്കെ, ഈ ലിഗാൻഡിൻ്റെ പേര് അമീൻ എന്നാണ്. ഇവിടെ അമീൻ 6 times റിപ്പീറ്റഡ് ആണ്. സോ ഹെക്സാ അമീൻ, ഇതിൻ്റെ പ്രിഫിക്സ് ഹെക്സ് ആണ് വരിക. ഇനി നമുക്ക് വേണ്ടത് ഈ അമീൻ അറ്റാച്ച് ചെയ്ത സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വേണം. സോ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ
പണ്ട് +1 റിഡോക്സിലൊക്കെ പഠിച്ചിട്ടുള്ള സെയിം എക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് 1 by 1 when you add the oxidation number, ഒരു കൊബാൾട്ട് ഉണ്ട് വിത്ത് എക്സ് ഓക്സിഡേഷൻ നമ്പർ, 6 അമോണിയ മോളിക്കൂൾ, അമോണിയാണ് ലിഗാൻഡ്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, പ്ലസ് 3 ക്ലോറിൻ അയോൺ ആൻഡ് ക്ലോറൈഡ് അയോൺ ആയതുകൊണ്ട് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഈക്വൽ ടു ഓവറോൾ ചാർജ് ഓഫ് ദിസ് കോർഡിനേഷൻ കോംപ്ലക്സ് ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എക്സിൻ്റെ വാല്യൂ +3 എന്ന് വരും, വിച്ച് മീൻസ് കൊബാൾട്ട് ഇവിടെ +3 ഓക്സിഡേഷൻ നമ്പറിലാണ് അല്ലേ. ആൻഡ് പുറത്ത് ഇവിടെ ആനയോൺ ക്ലോറൈഡ് ആണ്. സോ ഇത്രയും വിവരങ്ങളൊക്കെ പാടെ വെച്ചിട്ട് നമുക്കിതിൻ്റെ പേരെഴുതാം. ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേര് ഹെക്സാ അമീൻ കൊബാൾട്ട്. കൊബാൾട്ട് എന്ന് മാത്രമേ വരുള്ളൂ. കോർഡിനേഷൻ കോംപ്ലക്സ് ആനയോണിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൊബാൾട്ടേറ്റ്, ആ 8 എന്ന് പറഞ്ഞ സംഭവം വരും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. കോർഡിനേഷൻ കോംപ്ലക്സ് കാറ്റയോണിക് പാർട്ടിൽ തന്നെ ആയതുകൊണ്ട് അവിടെ എന്ത് വരും, കൊബാൾട്ട്, ജസ്റ്റ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് മാത്രം മതി. ആൻഡ് വിത്ത് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ലെറ്റേഴ്സ്. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഈ കാറ്റയോണിൻ്റെ പേര് കഴിഞ്ഞാൽ പിന്നെ ആനയോണിൻ്റെ പേര്. ആനയോൺ ക്ലോറൈഡ് അയോൺ ആണല്ലോ. സോ ആ ക്ലോറൈഡ് അയോൺ ക്ലോറൈഡ്. യെസ്, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്, അതാണ് ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേര് അല്ലേ. ഇനി അടുത്തത് the third question, hybridization of the complex using valence bond theory. So ഈ ഒരു കോംപ്ലക്സിൻ്റെ കൊബാൾട്ട് NH3 6 times Cl3ൻ്റെ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ ഈ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ് ഏതാണ്, കൊബാൾട്ട് NH3 6 times Cl3. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഇൻഫർമേഷൻസും നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടുത്തെ ലിഗാൻഡ് അമോണിയാണ്, അമീൻ ലിഗാൻഡ് ആണ്, ദാറ്റ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്. ആൻഡ് വി നോ ദാറ്റ് സ്ട്രോങ് ലിഗാൻഡ് ക്യാൻ കോസ് ഇലക്ട്രോൺ പെയറിങ്, അവർക്ക് ഇലക്ട്രോൺ പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്, നമ്മുടെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ആദ്യം നമുക്ക് നോക്കാം കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ. നമുക്ക് നേരത്തെ PDF ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും, ആർഗൺ 3d7 ഇതാണ് നമ്മുടെ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഈ കൊബാൾട്ടിലേക്ക് 3+ ആണ് ഓക്സിഡേഷൻ നമ്പർ, അതായത് outermost 3 electrons are removed. So if outermost 3 electrons are removed, it will be removing from the outermost orbital. 4s ആണ് outermost orbital, അവിടുന്ന് 2 ഇലക്ട്രോൺസും പിന്നെ തൊട്ടടുത്തുള്ള 3D ഓർബിറ്റലിൽ നിന്ന് 1 ഇലക്ട്രോണും പോയി. സോ ഔട്ടർമോസ്റ്റ് ഷെല്ല് 3D ആയിരിക്കും, അതിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതാണ് കൊബാൾട്ട് 3+ൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി സോ നമുക്ക് എടുക്കാം കൊബാൾട്ട് 3+ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എടുക്കുകയാണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഏതാണ്, 3D ഉണ്ട് അല്ലേ. സോ 3D വി ഹാവ് 4s ആൻഡ് ദെൻ 4p ഉണ്ട്. സോ 3Dയിൽ നമുക്ക് കാണാം 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 1 2 3 4 5 6. സോ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട് 3+. ഇനി ഇതിലേക്ക് എന്ത് വരികയാണ്, ഇതിലേക്ക് നമ്മുടെ ലിഗാൻഡ് അമോണിയ ലിഗാൻഡ് വരികയാണ്. അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, പെയർ ചെയ്യാൻ തുടങ്ങും. സോ ഈ ഇലക്ട്രോൺ പെയർ എങ്ങുമ്പം ഇവിടെ കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോൺ ഇവിടെ പോയി പെയർ ചെയ്യും, ഇവിടെ കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോൺ ഇവിടെ പോയി പെയർ ചെയ്യും. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൊബാൾട്ട് 3+ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും, കണ്ടില്ലേ. സോ ഇങ്ങനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരിക. സോ ഇതാണ് നമ്മുടെ 4s, ഇതാണ് നമ്മുടെ 4p അല്ലേ, 3D 4s 4p. സോ ഇതാണ് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ദ ലിഗാൻഡ് വിൽ ബി കോസിങ് ഇലക്ട്രോൺ പെയറിംഗ്. സോ ഇലക്ട്രോൺ പെയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് കാണാം ലിഗാൻഡ് വരുന്നുണ്ട്. ദർ ആർ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദിസ് പെർട്ടിക്കുലർ കോർഡിനേഷൻ കോംപ്ലക്സ് ഈസ് 6. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ 6 അമോണിയ ലിഗാൻഡ് വരുന്നുണ്ട്. സോ ഓരോ അമോണിയ ലിഗാൻഡും, അമോണിയ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, അതായത് ഒരു അമോണിയ ലിഗാൻഡിന് ഒരു ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ 6 അമോണിയ ലിഗാൻഡിലായതുകൊണ്ട് 6 ഇലക്ട്രോൺ പെയർ ഈ അമോണിയ ലിഗാൻഡ് കൊബാൾട്ടിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 6 ഇലക്ട്രോൺ പെയർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എം ടി അറ്റോമിക് ഓർബിറ്റിൽ വേണം. സോ ആ 6 എം ടി അറ്റോമിക് ഓർബിറ്റിൽ നമ്മൾ എടുക്കുന്നത് 1 2 3 4 5 1 2 3 4 5 6. സോ ഈ 6 എം ടി അറ്റോമിക് ഓർബിറ്റൽ ഫ്രം കൊബാൾട്ട് നമ്മൾ എന്ത് ചെയ്യും,
ഈ ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. സോ ടുഗദർ നമുക്ക് കാണാം ഏതൊക്കെ ഓർബിറ്റൽ എടുത്തത്, 3Dൻ്റെ ഡി ഓർബിറ്റൽ 2 എടുത്തു, ഒരു എസ് ഓർബിറ്റൽ എടുത്തു, 3 പി ഓർബിറ്റൽ എടുത്തു. സോ അങ്ങനെ ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഹൈബ്രിഡൈസേഷൻ D2sp3 ആയിരിക്കും. സോ D2sp3 ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. D2sp3 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ആണ് നമ്മുടെ ജോമെട്രി അല്ലേ, ഇറ്റ് വിൽ ബി ഷോയിങ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. പക്ഷേ ക്വസ്റ്റ്യനിൽ ഹൈബ്രിഡൈസേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ നമുക്ക് D2sp3. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതി, IUPAC നെയിം എഴുതി, ആൻഡ് ദെൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ കോംപ്ലക്സ്. സോ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ആൻസർ കിട്ടും. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ റൈറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് വൈ കൊബാൾട്ട് En3 3+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദിസ് കോർഡിനേഷൻ കോംപ്ലക്സ് ആൻഡ് പ്രെഡിക്ട് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് നിക്കൽ ടെട്രാ കാർബണൈൽ ഓൺ ദ ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി, VBT തിയറി. സോ 1 by 1 ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, predict the or write the IUPAC name of the complex. So complex എന്താണ്, platinum NH3 twice chlorine ONO. ഇവിടെ നമുക്ക് നോർമലി ഒരു കോംപ്ലക്സ് ആകുമ്പം കാറ്റയോണിക് പാർട്ടും ആനയോണിക് പാർട്ടും ഉണ്ടാവും. ബട്ട് ഇവിടെ നമുക്ക് ഒരേ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ്, ആൻഡ് ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ ചാർജും ഇല്ല അല്ലേ. സോ ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതൊരു ന്യൂട്രൽ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇനി എന്താണ്, നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ലിഗാൻഡും അതിൻ്റെ പേര് നോക്കാം. ഫസ്റ്റ് ഇവിടെയുള്ള ലിഗാൻഡ് അമോണിയ ലിഗാൻഡ് ആണ് വിത്ത് ദ നെയിം അമീൻ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ക്ലോറിൻ ലിഗാൻഡ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ക്ലോറിഡോ. പിന്നെ നമുക്ക് ONO ലിഗാൻഡ് ഉണ്ട്, ദിസ് ഈസ് കോൾഡ് നൈട്രിറ്റോ O അല്ലെ, നൈട്രിറ്റോ O. ഇവിടെ ഡോണർ ആറ്റം ഓക്സിജൻ ആയതുകൊണ്ട് നൈട്രിറ്റോ O. ഇനി നമുക്ക് പേര് എഴുതാൻ വേണ്ട നെക്സ്റ്റ് കാര്യം ഓക്സിഡേഷൻ നമ്പർ ഓഫ് പ്ലാറ്റിനം ആണ്. സോ പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ലെറ്റ്സ് സേ പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X കൊടുക്കാം. സോ നമുക്ക് 1 by 1 ഈ ടോട്ടൽ എല്ലാ കോമ്പൗണ്ടിൻ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാറ്റിനം ഉണ്ട്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X ആണ്. ആൻഡ് ദെൻ നമുക്ക് 2 അമോണിയ ലിഗാൻഡ് ഉണ്ട്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അതിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. ദെൻ ഒരു ക്ലോറിൻ ലിഗാൻഡ് ഉണ്ട്, അതിൻ്റെ ചാർജ് -1 ആണ്. പിന്നെ നമുക്കൊരു നൈട്രിറ്റോ O ലിഗാൻഡ് ഉണ്ട്, അതിൻ്റെ ചാർജ് എന്താണ്, -1 ആണ്, ഈക്വൽ ടു 0. സോ ടോട്ടൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, +2 എന്ന് വരും അല്ലേ. സോ ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. സോ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേരെന്താണ്, എപ്പോഴും നമ്മൾ പേര് എഴുതുമ്പം ആദ്യം ലിഗാൻഡിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ലിഗാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ 3 ലിഗാൻഡ് ഉണ്ട്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ തുടങ്ങാം. സോ അങ്ങനെയാണെങ്കിൽ അമീൻ ആണ് ഫസ്റ്റ് വരിക. 2 അമീൻ മോളിക്യൂൾസ് ആർ ദർ. സോ പേരെന്തായിരിക്കും, ഡൈ അമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ O, പ്ലാറ്റിനം. ഇവിടെ നമ്മൾ പ്ലാറ്റിനേറ്റ് ആഡ് ചെയ്യോ, ഇല്ല. പ്ലാറ്റിനേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആ കോർഡിനേഷൻ കോംപ്ലക്സ് ആനയോണിക് പാർട്ടിൽ വേണം വരാൻ. ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ന്യൂട്രൽ കോംപ്ലക്സിനും കാറ്റയോണിക് കോംപ്ലക്സിനും മെറ്റൽ നെയിം അസെറ്റീസ് ആണ് നമ്മൾ എഴുതുക. സോ പ്ലാറ്റിനം വിത്ത് ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. സോ ഇതാണ് ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേര്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ കൊബാൾട്ട് En thrice 3+ ഈസ് മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ദാൻ cobalt NH3 6 times 3+. So ഈ കോംപ്ലക്സ്, why this particular complex is having extra stability? So ഇതിൻ്റെ ആൻസർ നിങ്ങൾ ആ കോംപ്ലക്സിൽ ലിഗാൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും. This is due to chelation അല്ലേ. ദിസ് ഈസ് ഡ്യൂ ടു കീലേഷൻ. NCERT-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തൊരു തിയറി, ഒരു എഫക്റ്റ് ആണ് കീലേറ്റിംഗ് എഫക്റ്റ് ഓർ കീലേഷൻ. കാരണം ഈ കൊബാൾട്ടിൽ En എന്ന് പറഞ്ഞാൽ കീലേറ്റിംഗ് ലിഗാൻഡ് ആണ്. പക്ഷേ ഈ കോംപ്ലക്സിൽ നമുക്ക് അമോണിയ ഉള്ളൂ, വിച്ച് ഇസ് എ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. സോ ദ പ്രസൻസ് ഓഫ് എ കീലേറ്റിംഗ് ലിഗാൻഡ് വിൽ ബി സ്റ്റെബിലൈസിങ് യുവർ കോംപ്ലക്സ്. സോ ഇതിന് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വൈ ദിസ് കോംപ്ലക്സ് ഈസ് മോർ സ്റ്റേബിൾ ഡ്യൂ ടു കീലേഷൻ ഓൺലി. കീലേറ്റിംഗ് ലിഗാൻഡ് വിൽ ബി സ്റ്റെബിലൈസിങ് യുവർ മോളിക്യൂൾ by donating electron pair to the central atom in such a way that they form a ring around it. Okay, so because this complex contain a chelating ligand, that is the reason why it is more stable than this one. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കൊടുക്കേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വരുന്നത്,
Predict the hybridization of nickel tetracarbonyl based on valence bond theory. So ഇതേപോലത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുന്നേ വന്നത് അല്ലെ. അഗെയിൻ ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെയും ചോദിച്ചത് ഫോർ എ ഡിഫറെൻറ്റ് കോർഡിനേഷൻ കോംപ്ലെക്സ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം VBT ഈ ചാപ്റ്ററിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നമുക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഇപ്പം ഒരുപാട് ഇയേഴ്സ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ VBT ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എക്സാമിന് പോകുമ്പം അത് നോക്കിയിട്ട് പോവാം. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നിക്കൽ ടെട്രാകാർബണൈൽ അല്ലേ. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലിഗാൻഡ് കാർബണൈൽ ലിഗാൻഡ് ആണ്, നമുക്കറിയാം ഇറ്റ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ് ആൻഡ് ഓൾ ദ സ്ട്രോങ് ലിഗാൻഡ് വിൽ കോസ് ഇലക്ട്രോൺ പെയറിംഗ്. സ്ട്രോങ് ലിഗാൻഡ് വിൽ കോസ് ഇലക്ട്രോൺ പെയറിംഗ്. ഇനി നമ്മുടെ സെൻട്രൽ ആറ്റം നിക്കലാണ്. ഇവിടെ നിക്കൽ എന്താണ്? കാർബൺ മോണോക്സൈഡ്. ദ ലിഗാൻഡ് കാർബണൈൽ ലിഗാൻഡ് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് നിക്കൽ ഈസ് ഇൻ 0 ഓക്സിഡേഷൻ നമ്പർ ഹിയർ. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, ദാറ്റ് ഈസ് 28. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d8 4s2. ഇതാണ് നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. So outermost, so nickel metal in the ground state, outermost shell 3d and 4s, fourth shell ആണ് outermost shell. So outermost electronic configuration will be 3d8 and 4s2. so അതിൻ്റെ ആ ഓർബിറ്റൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ this is 3d, പിന്നെ നമുക്ക് 4s ഉണ്ട് and then 4p and then 4d ഒക്കെ ഉണ്ട്. ഇതെല്ലാം എം ടി ആയിരിക്കും. സോ ഈ 3d ഓർബിറ്റിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ 1 2 3 4 5 6 7 8 ആൻഡ് 4s-ൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഈ കാർബണൈൽ ലിഗാൻഡ് എന്താണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാർബണൈൽ ലിഗാൻഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. സോ ഇറ്റ് വിൽ കോസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. സോ ബിക്കോസ് ഓഫ് ദ പെയറിംഗ് എന്ത് വരും? ഇവിടുത്തെ ഇലക്ട്രോൺ ഇവിടെയും ആൻഡ് ഈ 4s ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? 3d-ലോട്ട് ലോവർ എനർജി ഓർബിറ്റലായ 3d ഹയർ എനർജി ഓർബിറ്റലായ ഇത് ബേസിക്കലി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പെയറിംഗ് ചെയ്യും. സോ അൺപെയർഡ് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസ് 4s വന്നിട്ട് പെയറിംഗ് ചെയ്യും. സോ ആഫ്റ്റർ ദി ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് അവരുടെ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെ ഉണ്ടാവും. 1 2 3 4 3d 4s 4p അല്ലേ. നമ്മൾ നേരത്തെ വരച്ച അതേപോലെ ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ദി ഇലക്ട്രോൺ പെയറിംഗ് ഇങ്ങനെയാണ് നമ്മുടെ ഓർബിറ്റൽ ഡയഗ്രാം ഉണ്ടാവുക. സോ 4s ഉണ്ട്, 4p ഓർബിറ്റൽ ഉണ്ട്. ഇനി ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്താണ്? നമുക്ക് ടോട്ടൽ 4 ലിഗാൻഡ്സ് ഉണ്ട്. കാർബണൈൽ ലിഗാൻഡ് ടോട്ടൽ 4 ആണ്. സോ 4 ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ ദീസ് 4 ലിഗാൻഡ് വിൽ ബി ഡൊണേറ്റിംഗ് 4 ഇലക്ട്രോൺ പെയർ. ബിക്കോസ് കാർബണൈൽ എന്താണ്? അതൊരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ അത് ആ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് 4 empty വേക്കൻറ്റ് ഓർബിറ്റൽ വേണം. സോ അതിന് വേണ്ടിയിട്ട് 4 empty vacant orbitals, atomic orbitals വേണം. സോ ഒരു 4s ഓർബിറ്റൽ, ഒരു 4p ഓർബിറ്റൽ, 1 2 3 4. So these 4 atomic orbital will be undergoing hybridization. They will be undergoing hybridization to form sp3 hybrid orbital. ഇവർ ഹൈബ്രിഡൈസേഷൻ നടന്നിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. സോ ഇപ്പോഴുള്ള ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലോട്ടാണ് ലിഗാൻഡ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുക. ഓക്കെ, സോ ലിഗാൻഡ് ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലോട്ടാണ് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുക. സോ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? നിക്കൽ ടെട്രാ കാർബണൈൽ ഇറ്റ് ഈസ് ഷോയിങ് ഹൈബ്രിഡൈസേഷൻ sp3 ആണെങ്കിൽ ജോമെട്രി നമുക്കറിയാം ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസറും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ആൻസർ ദ ഫോളോയിങ്. ലോ സ്പിൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ആർ നോട്ട് നോൺ. And second question, cobalt 2+ is easily oxidized into cobalt 3+ in the presence of a strong ligand. Third question, what type of isomerism is shown by the complex is given. Question D വരുന്നത് why a solution of nickel E complex is green while the next solution of this complex is colorless. So last question, write the IUPAC name of this coordination complex. So 5 questions ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്, എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് വൺ, the low spin tetrahedral complexes are not known.
സോ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കോർഡിനേഷൻ നമ്പർ എന്താണ് 4 അല്ലേ. സോ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ വി ഹാവ് ഓൺലി ലെസ്സർ നമ്പർ ഓഫ് ലിഗാൻഡ്സ് ആർ ദർ. സോ ലിഗാൻഡ്സ് കുറവാണെങ്കിൽ എന്തായിരിക്കും, ലിഗാൻഡ്സ് കുറവാണെങ്കിൽ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി in tetrahedral complex will be less compared to the pairing energy. ഈ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ബിക്കോസ് ഓഫ് ദ ലെസ്സർ നമ്പർ ഓഫ് ലിഗാൻഡ് എന്താണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കുറവാണ്. അങ്ങനെ കുറവാണെങ്കിൽ അത് പെയറിംഗ് എനർജിനെക്കാട്ടും കുറവാണ്. എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഇലക്ട്രോൺസ് ഈ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൽ ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് പെയറിംഗ് ഇറ്റ് വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഹയർ എനർജി ഡി ഓർബിറ്റൽ. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിൽ നമുക്കറിയാം ലോവർ എനർജി ഡി ഓർബിറ്റലും ഹയർ എനർജി ഡി ഓർബിറ്റലും ഉണ്ട് അല്ലേ. സോ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ ദേ വിൽ ബി ഗോയിങ് ദ ഇലക്ട്രോൺ ആഫ്റ്റർ ഫില്ലിംഗ് ദ ലോവർ എനർജി ഓർബിറ്റൽ ഇറ്റ് വിൽ ഗോ ടു ദ ഹയർ എനർജി ഓർബിറ്റൽ ഇൻസ്റ്റെഡ് ഓഫ് പെയറിംഗ്. സോ ഇങ്ങനെ പെയറിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ സ്പിന്ന് കൂടും അല്ലെ, ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ലോ സ്പിൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ആർ നോട്ട് നോൺ, it's or we can say rarely observed. In a second question, cobalt 2+ is easily oxidized into cobalt 3+ in presence of strong ligand. Okay, so ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം why. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, cobalt 2+ഉം cobalt 3+ തമ്മിലുള്ള ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡിഫറൻസ് നോക്കാം. സോ ഇതാണ് cobalt 2+, കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ് അല്ലേ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരിക, ആർഗൺ 3d7 4s2 എന്ന് വരും. ഇനി കൊബാൾട്ട് ഈസ് ഇൻ 2+ ഓക്സിഡേഷൻ നമ്പർ, സോ ആർഗൺ 3d7 അല്ലേ, 3d7. ഇനി കൊബാൾട്ട് 3+ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d6. സോ നമുക്ക് കൊബാൾട്ട് 2+ൽ 3d7ഉം കൊബാൾട്ട് 3+ൽ 3d6ഉം ആണ് അല്ലേ. സോ ഇത് ഈ രണ്ട് മെറ്റൽ അയോണും ഇൻ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ലിഗാൻഡ്. സോ ഇൻ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ലിഗാൻഡ് നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ T2Gയും EG ആയിരിക്കും നമ്മുടെ ഡി ഓർബിറ്റൽസ്. ഈ T2Gയും EGയിലോട്ടും 7 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യണം. സോ ആദ്യം T2Gയിലോട്ട് പോവും, അവിടെ എന്താണ് 4 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 3 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 4th ഇലക്ട്രോൺ. ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രോങ് ലിഗാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺ പെയറിംഗ് നടക്കും അല്ലേ, ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. സോ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ T2Gയിൽ നമുക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്, EGയിൽ 2 ഓർബിറ്റൽസ് ഉണ്ട്. സോ കൊബാൾട്ട് 2+ൽ 3d7 ഇലക്ട്രോൺസ് ആണ്. സോ 1 2 3 4 5 6 and 7. സോ ഒരു സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ കൊബാൾട്ട് 2+ൽ T2G ഓർബിറ്റൽസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും ആൻഡ് EG ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ വരും. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G7 ആൻഡ് EG1 ഇങ്ങനെയാണ് വരിക. ആൻഡ് യു ക്യാൻ സി ദിസ് ഈസ് ലൈക്ക് എ ഹൈ സ്പിൻ കോംപ്ലക്സ് ഓൺലി കമ്പയർഡ് ടു ദ കൊബാൾട്ട് 3+. കാരണം കൊബാൾട്ട് 3+ൽ നമുക്ക് അകപ്പെടെ 6 ഇലക്ട്രോൺസ് ഉള്ളൂ. സോ ഇവരെന്ത് ചെയ്യും, T2G6 EG0 ഇങ്ങനൊരു കോൺഫിഗറേഷനാണ് അച്ചീവ് ചെയ്യുക. സോ ഈ രണ്ട് കോൺഫിഗറേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം T2G7 EG1ഉം T2G6 EG0യും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ലോ സ്പിൻ, ഈ ഒരു കോംപ്ലക്സ് ആണ് എന്താണ്, ദിസ് വൺ ഈസ് എ ലോ സ്പിൻ സ്റ്റേബിൾ കോംപ്ലക്സ്. കൊബാൾട്ട് 3+ ആണ് ലോ സ്പിൻ സ്റ്റേബിൾ കോംപ്ലക്സ് ആയിട്ട് വരുന്നത്. ബട്ട് കൊബാൾട്ട് 2+ ഒരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. കമ്പാരിറ്റീവ്ലി ഇതൊരു ഹൈ സ്പിൻ അൺസ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. സോ ഒബ്വിയസ്ലി ഇൻ ഓർഡർ ടു ഗെറ്റ് മോർ സ്റ്റെബിലിറ്റി in presence of strong ligand, cobalt 2+ will be converting into cobalt 3+ so that it can achieve low spin stable complex. ഇങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ കൊബാൾട്ട് 2+, കൊബാൾട്ട് 3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഈസ് ഷോൺ ബൈ ദിസ് കോംപ്ലക്സ്. സോ ഈ കോംപ്ലക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ടോട്ടൽ എത്ര സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്. നമുക്ക് അയണൈസേഷൻ ഐസോമെറിസം ഉണ്ട്, ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം ആൻഡ് ഹൈഡ്രേറ്റ് ഐസോമെറിസം. NCERTയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 സ്ട്രക്ചറൽ ഐസോമെറിസം ആണ് ഉള്ളത്. സോ ഈ 4 സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ കാറ്റയോണിക് പാർട്ടും, ഇതാണ് കാറ്റയോണിക് പാർട്ട്, ആനയോണിക് പാർട്ടും, ഇങ്ങനെ കാറ്റയോണിക് പാർട്ടും ആനയോണിക് പാർട്ടും 2 പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ആണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ഷോ കോർഡിനേഷൻ ഐസോമെറിസം. അത് മെയിനായിട്ട് കാണിക്കുന്നത് കോർഡിനേഷൻ ഐസോമെറിസം ആയിരിക്കും. ഓക്കെ, മെയിനായിട്ട് അവർ കാണിക്കുന്ന ഐസോമെറിസം കോർഡിനേഷൻ ഐസോമെറിസം ആയിരിക്കും. എന്തായിരിക്കും കോർഡിനേഷൻ ഐസോമെറിസം?
ആ ഒരു കോർഡിനേഷൻ ഐസോമറിസത്തിൽ നമുക്കറിയാം, കോർഡിനേഷൻ ഐസോമറിസം ആണെങ്കിൽ the ligand attached to the central atom will be different. Coordination isomerism is a type of isomerism where both the cationic and anionic part is a coordination complex and also exchange of ligand happening between central atom and ligand. അങ്ങനെയാണ് നമുക്ക് NCERT സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. സോ ഈ അമോണിയ അറ്റാച്ച് ചെയ്തതും ഇവിടെ അമോണിയ കൊബാൾട്ടിലാണ്, ഇവിടെ സയനൈഡ് ലിഗാൻഡ് ക്രോമിയത്തിന്റെ കൂടെയാണ്. നെക്സ്റ്റ് ഇതിന്റെ കറസ്പോണ്ടിങ് ഐസോമർ എടുക്കുമ്പോൾ അത് എക്സ്ചേഞ്ച് ആവും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് കോർഡിനേഷൻ ഐസോമറിസം. അതാണ് ഈ കോംപ്ലക്സ് കാണിക്കുന്നത്. സോ ഈ ഒരു ഏത് ടൈപ്പ് ഐസോമറിസം കാണിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ അത് ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു ഫാക്ടർ എന്താണ്? കാറ്റയോണിക് പാർട്ടും ആനയോണിക് പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ആയിരിക്കും ഇഫ് യു ആർ ഹാവിംഗ് കോർഡിനേഷൻ ഐസോമറിസം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഡി, വൈ എ സൊല്യൂഷൻ ഓഫ് നിക്കൽ H2O 6 times 2+ is green while a solution of nickel CN4 2- is colorless. സോ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് കോംപ്ലക്സും ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് കോംപ്ലക്സ് ഏതാണ്? നിക്കൽ H2O 6 times 2+. സെക്കൻഡ് കോംപ്ലക്സ് നിക്കൽ CN4 2-. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ്, കോർഡിനേഷൻ നമ്പർ 4 ആണ്. സോ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ H2 നമ്മുടെ ലിഗാൻഡ് H2 ആണ് ആൻഡ് വി നോ H2 ഈസ് എ വീക്ക് ലിഗാൻഡ് അല്ലേ. നെക്സ്റ്റ് കേസിലാണെങ്കിൽ നെക്സ്റ്റ് കോംപ്ലക്സിൽ CN ആണ് ലിഗാൻഡ് ആൻഡ് CN ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്. കറക്റ്റ് അല്ലേ? സോ നിക്കൽ രണ്ട് കേസിലും നിക്കലാണ് സെൻട്രൽ ആറ്റം ആൻഡ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് നിക്കൽ ഇൻ ബോത്ത് കേസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് നിക്കൽ എന്താണ്? 2+ ഓക്സിഡേഷൻ നമ്പർ ആണ് രണ്ട് കേസിലും. സോ നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 3d8 ആണ്. സോ നിക്കൽ 2+ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s0 എന്ന് വരും. ഓക്കെ, 4s0 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ഓർബിറ്റൽ ഡയഗ്രാം വരച്ച് നോക്കാം റഫ്ലി. സോ ദിസ് ഈസ് 3d, ദിസ് ഈസ് നിക്കൽ 2+ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇത് 3d ആണ്, ഇത് 4s ആണ്, ഇത് 4p ആണ്. 4s 4p. സോ 3d ഓർബിറ്റലിൽ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 1 2 3 4 5 6 7 8 അല്ല 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമ്മുടെ ലിഗാൻഡ് ആരാണ്? സ്ട്രോങ് ലിഗാൻഡ് അല്ലല്ലോ, നമുക്കൊരു വീക്ക് ലിഗാൻഡ് ആണ്. H2 ആണ് ഇവിടെ ലിഗാൻഡ് വിച്ച് ഇസ് എ വീക്ക് ലിഗാൻഡ്. സോ ഒരു വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നില്ല. സോ ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, നമുക്ക് എന്തുണ്ട്, ക്ലിയർ ആയിട്ട് കാണാം രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഈസ് 2 ഹിയർ ആൻഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ, ഇങ്ങനെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ദിസ് കോർഡിനേഷൻ കോംപ്ലക്സ് ക്യാൻ ഷോ DD ട്രാൻസിഷൻ. ഇവരെന്ത് ചെയ്യും? DD ട്രാൻസിഷൻ കാണിക്കും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് DD ട്രാൻസിഷൻ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഗ്രീൻ ലൈറ്റ് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് നിക്കൽ H2O 6 times 2+ എന്ന് പറഞ്ഞ ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ഗ്രീൻ കളർ കാണിക്കുന്നത്. പക്ഷേ ഈ കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ in the statement they are telling the next statement is next complex is colorless അല്ലേ. സോ അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. ഇവിടെയും നിക്കൽ 2+ ഓക്സിഡേഷൻ നമ്പറിലാണ്. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28, 2+ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ അഗെയിൻ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 3d8 ആണ്, 3d8 4s0 അല്ലേ. സോ ഇതാണ് റഫ്ലി വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ 3d ഓർബിറ്റൽ. ഓക്കെ, ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ 4s, ഇത് 4p. സോ 3dയിൽ 8 ഇലക്ട്രോൺസ് ആർ ദർ, 1 2 3 4 5 6 7 8. ഓക്കെ, 6 7 8. സോ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ബട്ട് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ലിഗാൻഡ് സയനൈഡ് ദാറ്റ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്. സോ ഒബ്വിയസ്ലി ഇലക്ട്രോൺ പെയറിംഗ് വിൽ ഹാപ്പൻ. ആൻഡ് എവിടെയാണ് പെയറിംഗ് നടക്കുക? ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നത് അതെന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. സോ ഈ രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവരെന്ത് ചെയ്യും? പെയറിംഗ് നടക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദ പെയറിംഗ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദേ വിൽ ബി ഹാവിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആസ് ദിസ് വൺ. ഇതായിരിക്കും അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ കോൺഫിഗറേഷൻ എന്തില്ല? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണ്. സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണെങ്കിൽ ഒബ്വിയസ്ലി ദർ ഈസ് നോ DD ട്രാൻസിഷൻ. DD ട്രാൻസിഷൻ ഇല്ലെങ്കിൽ കളറും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് കളർലെസ്സും ഈ കോംപ്ലക്സ് കളേർഡുമായത്. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. ഓക്കെ,
സോ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോർഡിനേഷൻ കോംപ്ലക്സ് ആൻഡ് കോംപ്ലക്സ് ഈസ് ഗിവൺ. സോ വെനെവർ നമ്മളെപ്പോഴും കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേര് എഴുതുമ്പം ശ്രദ്ധിക്കാം, ആദ്യം വരുന്ന പാർട്ടായിരിക്കും കാറ്റയോണിക് പാർട്ട് ആൻഡ് പിന്നെ വരുന്നതാണ് ആനയോണിക് പാർട്ട്. സോ ഇവിടെ കാറ്റയോണിക് പാർട്ടിൽ തന്നെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. സോ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? കോർഡിനേഷൻ കോംപ്ലക്സ് ആണെങ്കിൽ നമ്മൾ ലിഗാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ലിഗാൻഡ് അമീൻ, നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കണ്ടിട്ടുള്ള അമീൻ ലിഗാൻഡ് ആണ്. അത് 5 times റിപ്പീറ്റഡ് ആണ്. സോ അതിൻ്റെ പ്രിഫിക്സ് എന്തായിരിക്കും? പെൻറ്റ അല്ലേ. ഇനി അടുത്തത് CO3 എന്ന് പറഞ്ഞ ലിഗാൻഡ് ആണ്. അതിൻ്റെ നെയിം CO3 ലിഗാൻഡിൻ്റെ പേരാണ് കാർബണേറ്റോ. ഓക്കെ, അതിൻ്റെ പേരാണ് കാർബണേറ്റോ. നമുക്കിവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി കൊബാൾട്ടിന് ആദ്യം എക്സ് എന്ന് കൊടുത്തു, എന്നിട്ട് 1 കൊബാൾട്ട് ഉണ്ട്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് ആണ്, അല്ലെങ്കിൽ ചാർജസ് എക്സ് ആണ്. നമുക്ക് 5 അമോണിയ ലിഗാൻഡ് ഉണ്ട്, അതിൻ്റെ ചാർജ് 0 ആണ്. പ്ലസ് ഒരു കാർബണേറ്റ് ഉണ്ട്, അതിൻ്റെ ചാർജ് -2 ആണ്. ആൻഡ് പുറത്തൊരു ക്ലോറൈഡ് അയോൺ ഉണ്ട് അല്ലേ, ക്ലാരിറ്റി ഇല്ല അല്ലേ. യെസ്, പുറത്ത് നമുക്കൊരു ക്ലോറൈഡ് അയോൺ ഉണ്ട്, അതിൻ്റെ ചാർജ് -1 ആണ്, ഈക്വൽ ടു 0. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എക്സിൻ്റെ വാല്യൂ +3 എന്ന് വരും. സോ കൊബാൾട്ട് ഇവിടെ +3 ഓക്സിഡേഷൻ നമ്പറിലാണ്. സോ ഇപ്പം നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ കിട്ടി, നമുക്ക് പേര് തുടങ്ങാം. സോ കാറ്റയോണിക് കോംപ്ലക്സ് ആണ് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുക. അതിൻ്റെ കോംപ്ലക്സ് പേരെടുക്കുമ്പം ലിഗാൻഡിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ. സോ ഇവിടെ നമുക്ക് അമീൻ ലിഗാൻഡും കാർബണേറ്റോ ലിഗാൻഡും. സോ പേരെന്തായിരിക്കും? പെൻറ്റ അമീൻ അല്ലേ, പെൻറ്റ അമീൻ കാർബണേറ്റോ കൊബാൾട്ട്. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിൻ്റെ പേരായിട്ട് വരിക. ഓക്കെ, ഈ കോംപ്ലക്സിൻ്റെ പേര് ഇതായിരിക്കും, പെൻറ്റ അമീൻ കാർബണേറ്റോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, സോ ഇതും എഗെയിൻ നെയിമിങ്ങും ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തതിൽ തന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്ന 2 പോർഷനാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്ന് നെയിമിങ്ങും, സെക്കൻഡ് തിങ് VBT തരും. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പം ആ 2 പോർഷനും മറക്കാണ്ട് കൊണ്ടുപോകാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ കീലേറ്റ് എഫക്റ്റ് ആൻഡ് ഗിവ് 1 എക്സാമ്പിൾ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. സോ കീലേറ്റിംഗ് എഫക്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി കീലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. സോ എന്താണ് കീലേറ്റ് എഫക്റ്റ്? സോ കീലേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് it is defined as a phenomena where bidentate and polydentate ligand donate electron pair to the central metal atom in such a way that they form a ring around it. So ഇതാണ് കീലേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലിഗാൻഡ് ആണ് എത്തിലിൻ ഡയമീൻ. ഓക്കെ, നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന ഒരു ലിഗാൻഡ് ആണ് എത്തിലിൻ ഡയമീൻ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണ് കൊബാൾട്ട് EN ട്രൈസ് 3+. സോ ഇവിടെ ഒറ്റ ലിഗാൻഡ് ഉള്ളൂ. ഇതൊരു ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. EN ആണ് ഇവിടുത്തെ ലിഗാൻഡ് അല്ലേ. സോ നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് ആണ്, ഓക്സിഡേഷൻ നമ്പർ 3+ ആണ്, ഇതൊരു കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ഒക്ടാഹൈഡ്രൽ ആയിരിക്കും ഒബ്വിയസ്ലി ജോമെട്രി. സോ ഇവിടെ നമുക്ക് കാണാം ഈ എത്തിലിൻ ഡയമീൻ, സിൻസ് ഇറ്റ് ഇസ് എ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്, അവർ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, എത്തിലിൻ ഡയമീൻ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഫോം എ റിംഗ് അറൗണ്ട് ഇറ്റ്. അതായത് സെൻട്രൽ ആറ്റത്തിന് അങ്ങനെ ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന സമയത്ത് ഒരു സെൻട്രൽ ആറ്റത്തിലേക്ക്
ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന സമയത്ത് ദേ ഫോം എ റിംഗ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. സോ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ കീലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കീലേഷൻ ഓൾവേസ് സ്റ്റെബിലൈസസ് ദ മോളിക്യൂൾ. ഓക്കെ, കീലേഷൻ എപ്പോഴും മോളിക്യൂളിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ ഇത് എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കാണാം ഇതും എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് കീലേറ്റിംഗ് എഫക്റ്റും അതിൻ്റെ എക്സാമ്പിളും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് FeCN64-. FeCN64-, അതിൻ്റെ ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് ബിഹേവിയറും അല്ലേ. അപ്പോൾ നോക്കാം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. FeCN64-, ഇതാണ് കോർഡിനേഷൻ കോംപ്ലക്സ്. നെഗറ്റീവ് ചാർജ് ആണ് കോർഡിനേഷൻ കോംപ്ലക്സ്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആനിയോണിക് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതൊരു ആനിയോണിക് കോംപ്ലക്സ് ആണ്. ദാറ്റ്സ് വൈ കോർഡിനേഷൻ കോംപ്ലക്സിൽ നെഗറ്റീവ് ചാർജ് വന്നേ. സോ നമുക്കിവിടെ ഫസ്റ്റ് കാര്യം നമുക്ക് അറിയേണ്ടത്, ഇവിടെ സെൻട്രൽ ആറ്റം അയൺ ആണ്. അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? X പ്ലസ് ദർ ആർ 6 cyanide molecule, each one with a negative charge, equal to overall charge എന്താണ്? -4 ആണ്. സോ X is equal to +2 will come അല്ലേ. ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. നമ്മുടെ ലിഗാൻഡ് സയനൈഡ് ലിഗാൻഡ് ആണ്. അത് നമുക്കറിയുന്ന പോലെ തന്നെ ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. ആൻഡ് സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയർ ചെയ്യും. ഇലക്ട്രോൺ പെയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ദേ വിൽ ബി ഏബിൾ ടു ഗിവ് യു ലോ സ്പിൻ കോംപ്ലക്സ്. എല്ലാ സ്ട്രോങ് ലിഗാൻഡും ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ആദ്യം തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് പോകാം. അയൺ വിത്ത് അറ്റോമിക് നമ്പർ 26. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ആർഗൺ 3d6 4s2. ഇനി അയൺ ഇവിടെ Fe2+ ഓക്സിഡേഷൻ നമ്പറിലാണ്. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 എന്ന് മാത്രം വരും. ഓക്കെ, 3d6 എന്ന് മാത്രം വരും. ആൻഡ് 4s0. സോ അതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. Fe2+ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് 3d ആൻഡ് ഇതാണ് 4s, ഇതാണ് 4p. ഓക്കെ, സോ 3d6 അല്ലേ? 1 2 3 4 5 6 ഇലക്ട്രോൺസ് ആണ്. സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി ഇവിടേക്ക് ഏത് ലിഗാൻഡാണ് വരുന്നത്? സയനൈഡ് ലിഗാൻഡ് ആണ് വരുന്നത്. സയനിഡോ, അതാണ് അതിൻ്റെ പേര്. സോ സയനൈഡ് ലിഗാൻഡ് ആണ് വരുന്നത്. അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിംഗ് ചെയ്യും. സോ ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് പെയർ ചെയ്യും, ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് പെയർ ചെയ്യും. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരും? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെ വരും അല്ലേ. സോ ഇവിടെ നമുക്ക് കാണാം 2 d ഓർബിറ്റൽ എംപ്റ്റി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് 6 ഇലക്ട്രോൺ പെയർ ലിഗാൻഡ് സെൻട്രൽ ആറ്റത്തിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 6 ഇലക്ട്രോൺ പെയർ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? 6 empty അറ്റോമിക് ഓർബിറ്റൽ വേണം. സോ ആ 6 empty അറ്റോമിക് ഓർബിറ്റൽ നമ്മൾ എടുക്കുന്നത് ഏതായിരിക്കും? 1 2 3 4 5 6. ഈ 6 അറ്റോമിക് ഓർബിറ്റലാണ് നമ്മളെടുത്ത് ഹൈബ്രിഡൈസേഷൻ ചെയ്യും. ആ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 d ഓർബിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ D2, പിന്നെ ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ. സോ ഇതിൻ്റെയും ഹൈബ്രിഡൈസേഷൻ അഗെയിൻ D2sp3 എന്നാണ് വരിക. ഓക്കെ, ഇതിൻ്റെയും ഹൈബ്രിഡൈസേഷൻ അഗെയിൻ D2sp3 എന്നാണ് വരിക. ഇവിടെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണ്. സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആയതുകൊണ്ട് ഇത് എന്ത് ടൈപ്പ് ആയിരിക്കും? പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക്? നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ, ഇഫ് ഓൾ ദി ഇലക്ട്രോൺസ് ആർ പെയർഡ് ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ആയിരിക്കും ഇത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടോ? ഓക്കെ, എഗെയിൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്ത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. ഇഫ് പ്ലാറ്റിനം Cl2.2NH3 does not react with AgNO3, what will be its formula? സോ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ ക്ലോറിനും കോർഡിനേഷൻ്റെ ഉള്ളിലാണ്. സോ എന്തായിരിക്കും കോംപ്ലക്സ്? PT(NH3) twice Cl2. സോ ഇവിടെ എല്ലാ ക്ലോറിനും കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? അത് സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്യത്തില്ല. സോ കോർഡിനേഷൻ കോംപ്ലക്സ് ഇതാണ് വരിക, PT(NH3) twice Cl2. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ ദ കോംപ്ലക്സ് FeEN2Cl2Cl ഐഡൻറ്റിഫൈ ദി ഓക്സിഡേഷൻ നമ്പർ. സിമ്പിൾ അല്ലേ നമുക്ക് ചെയ്തത്? സിമ്പിളായിട്ട് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായിരിക്കും?
ഒരു അയണേ ഉള്ളൂ, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ്. നമുക്ക് എത്തിലിൻ ഡയമൻ ഉണ്ട്, അതൊരു ന്യൂട്രൽ സ്പീഷ്യസ് ആണ്, അതിൻ്റെ ചാർജ് 0. 2 ക്ലോറൈഡ് അയോൺ ഉണ്ട്, അതിൻ്റെ ചാർജ് -1, പ്ലസ് ഒരു ക്ലോറൈഡ് അയോൺ പുറത്തുണ്ട്, അതിൻ്റെ ചാർജ് -1 ഈക്വൽ ടു 0. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി എക്സ് -3 ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു +3. സോ ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഷേപ്പ് ഓഫ് ദ കോംപ്ലെക്സ്. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണം. സോ FeEN2Cl2Cl. നമുക്കിവിടെ ലിഗാൻഡ് എത്തിലിൻ ഡൈമിനും ക്ലോറിനും ഉണ്ട്. ബട്ട് എത്തിലിൻ ഡൈമിൻ എന്താണ്? ഒരു സ്ട്രോങ് ലിഗാൻഡും ക്ലോറിൻ ഒരു വീക്ക് ലിഗാൻഡുമാണ്. സോ ഒരു സ്ട്രോങ് ലിഗാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. ഇനി അയൺ ആണ് സെൻട്രൽ ആറ്റം, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് 3+ ആണ് അല്ലേ? Fe3+ ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3d5 വരില്ലേ അല്ലേ? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s0 ആണ് വരിക. സോ അതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതാണ് 3d 1 2 3 4. യെസ്, ദിസ് ഇസ് 3d 4s 4p. സോ 1 2 3 4 5 അല്ലേ? ഇതാണ് നമ്മുടെ 3d ആൻഡ് ദെൻ 4s പിന്നെ 4p. ഇനി എന്താണ് നമ്മുടെ ലിഗാൻഡ്? സ്ട്രോങ് ലിഗാൻഡ് ഉണ്ട്. സോ ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. ഈ ഇലക്ട്രോൺ ഇവിടെ പോയി പെയർ ചെയ്യും, ഈ ഇലക്ട്രോൺ ഇവിടെ പോയി പെയർ ചെയ്യും. സോ നമുക്ക് കാണാം ഈ 2 അറ്റോമിക് ഓർബിറ്റൽസ് എംപ്റ്റി ആയിരിക്കും. ഓക്കെ, സോ ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ഇവിടുത്തെ 2 അറ്റോമിക് ഓർബിറ്റലും ഈ ഒരു അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ഈ 3 അറ്റോമിക് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ് വരിക വിത്ത് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ഓക്കെ, ജോമെട്രി ഓർ ഷേപ്പ് വിൽ ബി ഒക്ടാഹെഡ്രൽ. ഇനി മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ കോംപ്ലെക്സ്. ഇവിടെ നമുക്ക് കാണാം ഈ ഇലക്ട്രോൺ ഓൾറെഡി പെയർഡ് ആവുന്നുണ്ട്, ഈ ഇലക്ട്രോണും പെയർ ആവുന്നുണ്ട്, ഈ ഇലക്ട്രോൺ മാത്രം അൺപെയർഡ് ആണ്. സോ അൺപെയർഡ് ഇലക്ട്രോൺ, ഇവിടെ വരുന്ന അൺപെയർഡ് ഇലക്ട്രോൺ എന്താണ്? ഒരൊറ്റ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ. സോ അൺപെയർഡ് ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് ദിസ് ഈസ് എ paramagnetic species. This one will be a paramagnetic species. Now next question, whether there is an optical isomer of this complex, if so draw its structure. So mostly നമുക്കറിയാം ഒരു കോംപ്ലെക്സ് എടുക്കുകയാണെങ്കിൽ അതിന് സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും ഉണ്ട്. ട്രാൻസ് ബിക്കോസ് ഓഫ് ദ സിമെട്രി അതൊരിക്കലും അത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള ചാൻസ് ഭയങ്കര ലോ ആണ്. ബട്ട് സിസ് കാണിക്കാൻ പറ്റും. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ എന്ന് പറയുന്നത് ഇതാണ്. ക്ലോറിൻ ക്ലോറിൻ, എത്തിലിൻ ഡയമീൻ എത്തിലിൻ ഡയമീൻ. സോ ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇതല്ലേ സിസ് ഐസോമർ, ഇതിൻ്റെ മിറർ ഇമേജ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതെന്താണ്? ഇറ്റ് ഈസ് ഏബിൾ ടു ഫോം നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. സോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ദിസ് ഇസ് ഐസോമർ ഓഫ് ദ കോർഡിനേഷൻ കോംപ്ലെക്സ് എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, IUPAC നെയിം ഓഫ് ദ കോംപ്ലെക്സ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കേസിലും പോലെ തന്നെ IUPAC നെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എത്തിലിൻ ഡയമീൻ ആണ്. എത്തിലിൻ ഡയമീൻ 2 എത്തിലിൻ ഡയമീനും 2 ക്ലോറിനും ഉണ്ട് അല്ലേ? സോ ഈ കോർഡിനേഷൻ കോംപ്ലെക്സിൻ്റെ പേര് വരുന്നത് ഇതായിരിക്കും. ഈ കോർഡിനേഷൻ കോംപ്ലെക്സിൻ്റെ പേര് യെസ്, ഇറ്റ് വിൽ ബി ഡൈക്ലോറിഡോ ബിസ് എത്തിലിൻ ഡയമീൻ. പിന്നെന്താണ്? ഇവിടെ കാറ്റോണിക് പാർട്ടിലാണ് കോർഡിനേഷൻ കോംപ്ലെക്സ് ഉള്ളത്. സോ അയൺ ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ 3+ അല്ലായിരുന്നു? യെസ്, അയൺ ഇൻ 3+ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് ക്ലോറൈഡ് പുറത്ത്. ഇതാണ് ഈ കോർഡിനേഷൻ കോംപ്ലെക്സിൻ്റെ പേര്. ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോംപ്ലെക്സിൻ്റെ പേര്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒരു കോർഡിനേഷൻ കോംപ്ലെക്സ് വെച്ച് എത്ര ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചത്, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അതിൽ അസേർഷൻ ക്വസ്റ്റ്യൻ ഇതാണ്: chromium H2O 6 times Cl2 and Fe H2O 6 times Cl2 are homo or examples of homoleptic complex. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്കറിയാം. ആദ്യം നമുക്ക് അതിന് മുന്നേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോലെപ്റ്റിക് ഓഫ് ലിഗാൻഡ് ഉണ്ട് വിച്ച് ഈസ് H2O. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹോമോലെപ്റ്റിക് കോംപ്ലെക്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഇനി ഇതിന്റെ റീസൺ all the ligands attached to the metal are the same. Yes, same reason ആണ്. So നമുക്ക് പറയാം assertionും reasonും same ആണ് and reason is the correct explanation for assertion. Okay, അതാണ് ഇതിന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, on the basis of crystal field theory, write the electronic configuration for D4 ion if delta 0 less than pairing energy. So മക്കളെ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ ആണെങ്കിൽ ഇത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ? ഇതെന്താണ്? ഇത് നമുക്ക് വീക്ക് ലിഗാൻഡ് ആണ് അല്ലെ? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വരുന്നത് വീക്ക് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡിനാണ് പെയറിംഗ് എനർജി കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറച്ച് വരുന്നത് വീക്ക് ലിഗാൻഡ്സിനാണ്. സോ ഒരു D4 അയോൺ ഇതാണ് നമ്മുടെ 3D. ഓക്കെ, ഡെൽറ്റ ഒ ആയതുകൊണ്ട് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. സോ ഇറ്റ് വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻ ടു എന്താണ് EG ആൻഡ് T2G ഓർബിറ്റൽ. ഇതാണ് നിങ്ങളുടെ EG ഓർബിറ്റൽ, ഇതാണ് നിങ്ങളുടെ T2G ഓർബിറ്റൽ അല്ലേ? സോ നമുക്ക് D4 ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഡി ഓർബിറ്റൽ. ഇവരെന്ത് ചെയ്യും? ആദ്യം ലോവർ എനർജി ഡി ഓർബിറ്റലിലോട്ട് പോകും. സോ 1 2 3. ഇനി ഫോർത്ത് ഇലക്ട്രോണിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പോയി പെയർ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോവാം. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മുടെ ടൈപ്പ് ഓഫ് ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിവിടെ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് വീക്ക് ലിഗാൻഡ് എന്ത് ചെയ്യില്ല? പെയറിങ് ചെയ്യില്ല. സോ എന്ത് ചെയ്യും? EGയിലോട്ട് പോകും, ഹയർ എനർജി ഡി ഓർബിറ്റലിലോട്ട് പോകും. സോ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് T2G3 ആൻഡ് EG1. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Using valence bond theory, predict the hybridization and magnetic character of nickel CN4 2-. ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് ക്യാരക്ടറും എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇവിടെ യെസ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നിക്കൽ CN4 2-. ഇതല്ലേ കോംപ്ലക്സ്? ഇവിടെ നിങ്ങൾക്ക് കാണാം നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ആണ്. എക്സ് മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ സെയിം കാര്യം നിങ്ങൾക്ക് കിട്ടും. ലിഗാൻഡ് സയനൈഡ് ആണ്. ഇപ്പം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. സോ ഇലക്ട്രോൺ പെയറിംഗ് നടക്കും അല്ലേ? ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇതെന്ത് ടൈപ്പ് കോംപ്ലക്സാണ് ഫോം ചെയ്യുക? ലോ സ്പിൻ കോംപ്ലക്സ് ആണ് എപ്പോഴും ഫോം ചെയ്യുക. ഓക്കെ, ലോ സ്പിൻ കോംപ്ലക്സ് ആണ് എപ്പോഴും ഫോം ചെയ്യാം. ഇനി നിക്കൽ അറ്റോമിക് നമ്പർ നമുക്കറിയാം, നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ആർഗൺ 3D8 4s2. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ആർഗൺ 3D8 4s0. ഇതാണ് കോൺഫിഗറേഷൻ വരിക. ഇതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതല്ലേ 3D? ഇതാണ് 3D, ഇതാണ് 4s, ഇതാണ് 4p അല്ലേ? 3D 4s 4p. സോ 3Dയിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ 8 ഇലക്ട്രോൺസ് ഉള്ള 3Dയിലോട്ട്, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് ആര് വരുന്നത്? ലിഗാൻഡ് വരുന്നത്. ലിഗാൻഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ പെയറിംഗ് നടക്കും. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടെ പോയി പെയർ ചെയ്യും അല്ലേ? പെയർ ചെയ്യും. സോ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് വരയ്ക്കാൻ യെസ്, ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4s 4p. സോ 1 2 3 4 5 6 7 8. യെസ്, ആഫ്റ്റർ ദ പെയറിംഗ് ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക. നമ്മൾ ഓൾറെഡി കണ്ടു നിക്കൽ CN4 അല്ലേ? സോ കോർഡിനേഷൻ നമ്പർ എന്താണ്? 4 ആണ്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ 4 ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ടു ദ സെൻട്രൽ ആറ്റം. ആ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 4 empty അറ്റോമിക് ഓർബിറ്റൽസ് വേണം. സോ ആ 4 empty അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് 1 2 3 4. ഇതാണ് ആ 4 empty അറ്റോമിക് ഓർബിറ്റൽ. സോ ഇവരെല്ലാവരും കൂടെ ഇന്റർമിക്സിങ് ചെയ്തിട്ട് നമുക്കൊരു 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിന് ഒരു ഡി ഓർബിറ്റലും ഒരു എസ് ഓർബിറ്റലും 2 പി ഓർബിറ്റലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് എന്താണ്? 4 ഹൈബ്രിഡൈസ്ഡ് DsP2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അവിടേക്കാണ് നമ്മുടെ ലിഗാൻഡ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് DsP2. ഇനി നമുക്ക് ഇവിടെ കാണാം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല അല്ലെ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ലെങ്കിൽ എന്താണ്? ദ മാഗ്നറ്റിക് ക്യാരക്ടർ വിൽ ബി ഡയാമാഗ്നറ്റിക്. നമ്മുടെ കോംപ്ലക്സിൻ്റെ മാഗ്നറ്റിക് ക്യാരക്ടർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. Write the formula of the coordination complex using the IUPAC norms. Dichlorido bis ethane 1,2 diamine
ആൻഡ് കൊബാൾട്ട് 3. സോ ഈ ഒരു ഇവിടെ നമുക്ക് നോർമലി നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ സ്ട്രക്ചർ തന്നിട്ട് പേര് എഴുതാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ പേര് തന്നിട്ട് നമ്മളോട് സ്ട്രക്ചറാണ് എഴുതാൻ പറഞ്ഞത്. സോ നേരെ ഓപ്പോസിറ്റ് ആയ കാര്യം ചെയ്യണം. സോ ഈ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്നതേ ലിഗാൻഡിലാണ്. സോ നമുക്ക് ആദ്യമായിട്ടുള്ളത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഡൈക്ലോറിഡോ വിച്ച് മീൻസ് Cl2. ആദ്യത്തെ ലിഗാൻഡ് ക്ലോറിൻ ആണ്. സോ Cl2. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബിസ് എത്തിലിൻ ഡയമീൻ. സോ എത്തിലിൻ ഡയമീൻ ഓർ ഈതെയിൻ 1,2 ഡയമീൻ രണ്ടും സെയിം ആണ്. സോ അത് ബിസ് എന്ന് പറയുമ്പം 2 അല്ലേ, അത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. ഓക്കെ, സോ ഇതാണ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഇനി അതിൻ്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3+ അല്ലേ. സോ കൊബാൾട്ട് 3+, there are 2 chlorine ion with -1 ചാർജ്, പിന്നെ 2 എത്തിലിൻ ഡയമീൻ ഉണ്ട്, അതിൻ്റെ ചാർജ് 0 അല്ലേ. ഈക്വൽ ടു ടോട്ടൽ വാല്യൂ എന്താ? 3 - 2 = +1 വിൽ കം. സോ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ചാർജ് +1 ആണ്. ഇതൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, when a coordination compound nickel Cl2.6H2O mixed with AgNO3, 2 moles of silver chloride are precipitated per mole of the compound. Structural formula, secondary valency, IUPAC name. 3 കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് AgNO3 മിക്സ് ചെയ്യുന്നുണ്ട്. എത്ര മോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? 2 മോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ 2 മോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ there are 2 chlorine ion present outside the coordination complex. സോ ആ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇങ്ങനെയായിരിക്കും. ഇതാണ് കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്താ? ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. സെക്കൻഡറി വാലൻസി, അവർ സെക്കൻഡറി വാലൻസി ചോദിച്ചു. നമ്മൾ സെക്കൻഡറി വാലൻസിയും പ്രൈമറി വാലൻസിയും വെർണേഴ്സ് തിയറിയിലാണ് പഠിക്കുന്നത് അല്ലേ. സോ സെക്കൻഡറി വാലൻസി നമുക്കറിയാം, ഇറ്റ് റെപ്രസെൻറ്റ് കോർഡിനേഷൻ നമ്പർ ഓഫ് ദ കോംപ്ലക്സ്. ആൻഡ് ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്താണ്? സെക്കൻഡറി വാലൻസി ഓർ കോർഡിനേഷൻ നമ്പർ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കേസിൽ 6 ആണ്. ആൻഡ് IUPAC നെയിം ഓഫ് ദ കോർഡിനേഷൻ കോംപ്ലക്സ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഈ ഒരു കോംപ്ലക്സിൻ്റെ IUPAC നെയിം എന്താ വരിക? ഇവിടെ നമുക്ക് ഫസ്റ്റ് കാറ്റയോണിക് പാർട്ടാണ്, പിന്നെ ആനയോണിക് പാർട്ടാണ്. സോ ഇതിൻ്റെ പേര് ഹെക്സ അക്വ നിക്കൽ. നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വരും. നിക്കൽ 2 ക്ലോറൈഡ്. ഇതാണ് ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പേരായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി എഴുതാം. യെസ്, അടുത്തത് ഒരു എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് വരും അല്ലേ. ദ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ഇൻ, ഫൈൻഡ് ഔട്ട് ദി ഡയാമാഗ്നറ്റിക് സ്പീഷീസ്. സോ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ആണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഏത് കേസിലാണ് അൺപെയ്ഡ് ഇലക്ട്രോൺ 0 അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആയിട്ട് വരുന്ന കേസ്? അതാണ് ക്വസ്റ്റ്യൻ. സോ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷനാണ് എ. ഈ ഓപ്ഷനിൽ നിക്കൽ CN4 - അതല്ലേ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ്. സോ ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2+ ആണ് അല്ലേ. അറ്റോമിക് നമ്പർ 28. സോ 3D8 4s2. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എടുക്കുകയാണെങ്കിൽ നിക്കൽ 2+ ആകുമ്പം ഔട്ടർ മോസ്റ്റ് 2 ഇലക്ട്രോൺസ് ആർ ഗോൺ. സോ 4sൻ്റെ കോൺഫിഗറേഷൻ, 4sൽ 0 ഇലക്ട്രോൺസ് ആണ്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6. ഇതാണ് നമ്മുടെ 3D 2 3 4 5 പോരെ. യെസ്, 3D. ഇതാണ് നമ്മുടെ 4s, ഇതാണ് നമ്മുടെ 4p അല്ലേ. സോ 3D 4s 4p. ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 1 2 3 4 5 6 7 8, ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ്? നമുക്കുള്ള ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണ്. സോ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ ഇവിടെ പോയിട്ട് പെയർ ചെയ്യും അല്ലേ, പെയറിങ് നടക്കും. സോ പെയറിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഇലക്ട്രോൺസ് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരു ഇലക്ട്രോണും അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. സോ ഇവിടെ എത്രയാണ്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 0 ആണ്. സോ ഈ കേസ് തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മുടെ ഡയാമാഗ്നറ്റിക് സ്പീഷീസ്. ഇവിടെ ഒറ്റ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ഉള്ളൂ, അത് തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ദ കോംപ്ലക്സ് അയോൺസ് കൊബാൾട്ട് NH3 thrice, NO2 2+ ആൻഡ് കൊബാൾട്ട് NH3 5 times, ONO 2- ആർ കോൾഡ്. സോ ഈ രണ്ട് കോംപ്ലക്സും കാണിക്കുന്ന ഐസോമറിസം, അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ.
സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആകപ്പാട് ഡിഫറൻസ് വരുന്നത് ഈ ലിഗാൻഡിൻ്റെ കേസിലാണ് അല്ലേ. മോളിക്കുലാർ ഫോർമുല സെയിം ആണ് രണ്ട് കേസിലും. ഒരു കൊബാൾട്ട് ദർ ആർ 3 അമോണിയ മോളിക്കൂൾ 1 NO2 മോളിക്കൂൾ. ഇവിടെ ഡിഫറൻസ് വരുന്നത് ആകപ്പാടെ NO2ഉം ONOയും ആ ഒരു കേസിൽ മാത്രമാണ് അല്ലേ. സോ ഇവിടുത്തെ കേസിൽ കൊബാൾട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഡോണറാറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഈ ഒരു NO2 ലിഗാൻഡിൽ നൈട്രൈറ്റ് ലിഗാൻഡിൽ നൈട്രജൻ ആണ് ഇവിടെ ഡോണറാറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ ഓക്സിനാണ് ഡോണറാറ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദീസ് 2 ലിഗാൻഡ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദേ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഇങ്ങനെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്ന കേസിൽ, അതായത് ഇപ്പോൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ സെൻട്രൽ ആറ്റത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ലിങ്കിങ് ഡോണറാറ്റത്തിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് കോൾഡ് ലിങ്കേജ് ഐസോമറിസം. ഓക്കെ, അവർ കാണിക്കുന്നത് ലിങ്കേജ് ഐസോമറിസം ആയിരിക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് പ്രോബബിലിറ്റി അവർ മാക്സിമം നന്നായിട്ട് ചോദിക്കാൻ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് VBT, പിന്നെ നോമൻക്ലേച്ചർ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. വെർണേഴ്സ് തിയറി നോക്കിയിട്ട് പോവുക ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരുമെന്ന് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. സോ ഇതൊക്കെ കവർ ചെയ്തിട്ട് വേണം എല്ലാവരും എക്സാമിലേക്ക് പോകാൻ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബോർഡ് എക്സാം. നമുക്ക് ഇവിടെ നിർത്താം. യെസ്, താങ്ക് യു എവരിവൺ.